ഇപ്പോൾ നസീർ സാറിൻ്റെ കത്തിപ്പോഴും ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് വാപ്പാക്ക് എഴുതിയിരിക്കുന്നത്, എനിക്ക് ഇന്നൊരാളെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അയാളെ ഒന്ന് കാണണം. ഈ ഓർമ്മക്കുറവുള്ളപ്പോഴും വാപ്പ ചോദിക്കാറുണ്ട്, എൻ്റെ പുതിയ പടം ഏതാണ്. ഞാൻ ഐ എം നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ് ജോബ്. എനിക്കറിയാം എന്നെ കൊള്ളത്തില്ല. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചകളുമായിട്ട് പടവെട്ടിയിട്ടാണ് ഞാനിപ്പോൾ ഷൈൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. മാപ്പ് എന്ന് പറഞ്ഞ നാടകത്തിൽ അഭിനയിച്ചിരുന്നു. ഒരു നിഷേധിയായ ചെറുപ്പക്കാരൻ്റെ വേഷമായിരുന്നു. അതെനിക്ക് ഒരുപാട് ഇണങ്ങുമെന്നാണ് ആളുകൾ പറയുന്നത്. അഭിനയിക്കേണ്ട ആവശ്യം. ഇപ്പോൾ മമ്മൂക്കാട് ചെല്ലുമ്പോൾ മമ്മൂക്ക ഇങ്ങനെ ഫസ്റ്റ് ചോദിച്ചു, ഏത് പടം, എന്താ നിൻ്റെ ഉദ്ദേശം, ആരാ നിൻ്റെ ഡയറക്ടർ? ഞാൻ പറഞ്ഞ സത്യനന്ദിക്കാണ്. അപ്പോൾ പുള്ളി വന്നു. പക്ഷേ സത്യേട്ടൻ അത് വേറൊരു സംഭവമാക്കി മാറ്റി. അതാണ് ഒരാൾ മാത്രം എന്ന് പറഞ്ഞ സിനിമ. ഈ വിപിൻ ചേട്ടൻ്റെ ബാക്കിൽ നിന്നാണ് ഇതെല്ലാം ഞാൻ കാണുന്നത്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, എൻ്റെ ഉദ്ദേശം പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല. എന്നെങ്കിൽ വിളിച്ച് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. ഞാൻ അത് അദ്ദേഹത്തോട് എനിക്കൊരു പ്രതിതുല്യമായ സ്നേഹമാണ്. മരണം വരെ അദ്ദേഹം, ഞാൻ ഡയറക്റ്റ് ചെയ്ത 6 സിനിമകളിൽ 5ലും അദ്ദേഹം ഉണ്ടായിരുന്നു. വിലക്കുകൾ ഉണ്ടായിരുന്നപ്പോഴാണ് പകലിൽ ഞാൻ പൃഥ്വിരാജിനെയും തിലകൻ ചേട്ടനെയും വെച്ച് പടം ചെയ്തത്. ആ ചങ്കൂറ്റ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്ത് പറഞ്ഞാൽ പക്ഷെ ഭൂരിഭാഗം ആളുകളും നന്ദി കെട്ടവർ. നിങ്ങളല്ലേ ഈ താരങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തത്. അതെ. അപ്പം നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ ഈ സോ കോൾഡ് താരങ്ങളുടെ ആവശ്യം ഉണ്ടോ ഡയറക്ടറെ? ഞാനതിന് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് മറുപടി പറയാം. യു ക്യാൻ നെവർ സീ എം.എ. നിഷാദ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ കാരവൻ. എൻ്റെ ആദ്യത്തെ ക്രഷിനെ ഞാൻ കാണുന്നത് ആ പാട്ടിൻ്റെ മേമ്പൊടിയോടുകൂടിയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മൂളിപ്പാടും. जो भी हो तुम खुदा की कसम लाजवाब हो. Cinema is not just about entertainment. It is about ideas, emotions, perspectives, and the courage to tell stories that matter. Today's guest is a filmmaker who has consistently chosen to speak his mind through his films, his public interventions, and his unwavering convictions. A director, a producer, social observer, and now a filmmaker, exploring the possibilities of artificial intelligence in cinema. With 12 feature films to his credit and a journey filled with both appreciation and debate, he remains one of the most talked about voices in Malayalam cinema. Ladies and gentlemen, let's welcome the one and only, our favorite director, my friend, Mr. M.A. Nishad. Nishad ka, welcome board. Welcome to Shine with Nalin. Namaskaram, sir. നമസ്കാരം. എനിക്ക് താങ്കളുടെ ഓറ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ തമ്മിൽ ഒരുപാട് കോൺവെർസേഷൻസ് ഒന്നും ജനറലി ഉണ്ടായിട്ടില്ല. പാസിങ് ഷോട്ടുകളാണ്. അത് ഡീഫോട്ടിൽ വെച്ചിട്ടാണെങ്കിലും എപ്പോഴാണെങ്കിലും പാസിങ് ഷോട്ടാണ്. പക്ഷേ ചില ആൾക്കാരുടെ മുഖത്തിൻ്റെ ഒരു ചൈതന്യം ഇഷ്ടമായി ബാക്കി നിൽക്കും. താങ്കളുടെ സിനിമകൾ എല്ലാം ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല. താങ്കളെ 2 മെന്നിലെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പല സംവിധായകന്മാരും നാട്ടിലുണ്ട്, പല പ്രൊഡ്യൂസേഴ്സായാലും ശരി, പല ആക്ടേഴ്സും ഉണ്ട്. എനിക്ക് ഇങ്ങനെ വൈവിധ്യമായി വിചിത്രമായി ചിന്തിക്കുക, കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കുക, പിന്നെ അതിനെ ബേസ് ചെയ്ത് അത് തരണം ചെയ്യുക. എങ്ങനെയായിരുന്നു കുട്ടിക്കാലമൊക്കെ? കുട്ടിക്കാലം ഇപ്പോൾ താങ്കളുടെ മുമ്പിൽ നിൽക്കുന്ന നിഷാദേ അല്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയോടൊരു ഭയങ്കര അഭിനിവേശമുണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽ. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ഫാദർ ഒരു റിട്ടയർഡ് DIG ആണ്, ഈ സ്റ്റിൽ അലൈവ്. അച്ഛൻ്റെ പേര് PM കുഞ്ഞുമൊയ്തി. കുഞ്ഞുമൊയ്തി. അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഓർമ്മക്കുറവും പ്രശ്നങ്ങളൊക്കെ ആയുണ്ട്. എനിവേയ്സ് ഐ ആം ലിവിങ് വിത്ത് ഹിം. അല്ല, എൻ്റെ കൂടെ അദ്ദേഹമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഇപ്പോഴും. അമ്മയുടെ പേര് നദീജ. അമ്മയിൽ നിന്നാണ് എനിക്ക് ഈ കഴിവുകളെല്ലാം കിട്ടിയിരിക്കുന്നത്. അമ്മ നന്നായിട്ട് പാട്ട് പാടും. അതോടൊപ്പം തന്നെ അമ്മയുടെ ബ്രദേഴ്സ് അവരൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് പിന്നെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ. അതിനകത്ത് ഒരാൾ സുരേഷ് ഗോപിയുടെ കൂടെ നാടകം വരെ ചെയ്തിട്ടുണ്ട് ഫാത്തിമാത കോളേജിൽ, ഖുറൈഷി എന്ന് പറഞ്ഞാൽ. എൻ്റെ ഒരു മരണപ്പെട്ടു പോയ അമ്മാവനുണ്ട്, അൻസാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഉമ്മയുടെ 2ാമത്തെ ബ്രദറാണ്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ പുല്ലൂർ മുനിസിപ്പാലിറ്റി ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. പുള്ളി റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററായിരുന്നു. അൻസാരി മാമയാണ് ചെറുപ്പകാലത്ത് എനിക്ക് ഫാൻറ്റം, ടാർസൻ, മാൻഡ്രേക്ക് മുതലായിട്ടുള്ളതെല്ലാം പഠിപ്പിച്ചതും കോമിക് ബുക്കുകൾ എല്ലാം പഠിപ്പിക്കുന്നതും. അപ്പോൾ എന്നെ കൂടുതൽ
പുസ്തകത്തിൻ്റെ ലോകത്തേക്കും സിനിമയുടെ ലോകത്തേക്കും അദ്ദേഹമായിരുന്നു എന്നെ അനയിച്ചത്. അപ്പം ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ യാകാശം എന്ന് പറഞ്ഞ സിനിമ പുനലൂർ തായിലക്ഷ്മിയിൽ കാണുകയാണ്. അപ്പോൾ ഈ ആകാശം കാണുമ്പോൾ അമ്മ അവൻ്റെ കൂടെ അൻസരിയമ്മയുടെ കൂടെ ഇരുന്നാണ് പിന്നെ യാകാശം കാണുന്നത്. എന്നെ അതിനകത്ത് മതിച്ചത് നസീർ സാർ അതിനകത്ത് ഒരു ബുള്ളറ്റിൽ സ്റ്റെപ്പിലൊക്കെ കയറി വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നതും ഫൈറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഓഫ് കോഴ്സ് ഒരു ചെറിയ പ്രായത്തിലുള്ള കുട്ടിക്ക് അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സൈറ്റഡ് ആവും. പക്ഷെ അതിനേക്കാളും എനിക്ക് എക്സൈറ്റഡ് ആയത് ഇതൊക്കെ ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ള എൻ്റെ ചോദ്യത്തിന് ആ പ്രായത്തിൽ അപ്പോഴാണ് ഡയറക്ടർ എന്നുള്ളൊരു വാക്ക് ഞാൻ സംവിധായകൻ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അത് ഭയങ്കരമായിട്ട് പതിച്ചു. എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, ഈ സംവിധായകനാണ് ഇവരെ കൊണ്ടെല്ലാം അഭിനയിപ്പിക്കുന്നത്, സംവിധായകൻ്റെ മനസ്സാണ് സിനിമ. അന്ന് ആ ചെറുപ്രായത്തിൽ എനിക്ക് അത്രയൊന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് 4 വയസ്സ് 5 വയസ്സേ ഉള്ളൂ. 5 വയസ്സുള്ളപ്പോഴാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുനരുദ്ധരിക്കും. എൻ്റെ ഫാദർ കലാകാരനല്ല, പക്ഷെ കലാസ്വാദകനാണ്. ചിലൊരു പാട്ട് പോലും പാടിയിട്ടില്ല. പക്ഷേ ഹിസ് ഫേവറേറ്റ് സോങ് ഈസ് ചൗധരി കാ ചാന്ദേ പിന്നെ റാഫി സാബിൻ്റെ പാട്ട് വാപ്പാക്ക് വേണ്ടി. വാപ്പ അൾഷിമേഴ്സ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ പാടിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മൂളിപ്പാടും. ചൗധരി കാ ചാന്ദ് ഹോ യാ ഫിതാബ് ഹോ जो भी हो तुम खुदा की कसम लाजवाब हो. അങ്ങനെ വാപ്പാക്ക് വേണ്ടി ഞങ്ങളിത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു വീണ്ടും. വാപ്പാക്ക് വേണ്ടി പാടും. അപ്പം പുള്ളി പെട്ടെന്ന് അതിനകത്ത് കണക്റ്റ് ആവും. നമുക്കിന്ന് അതൊക്കെ കൊടുക്കാൻ പറ്റും. ഡെഡിക്കേഷൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന അൻസാരി മാമ അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം എനിക്ക് ഈ സിനിമയോടുള്ള അഭിനിവേശം ഭയങ്കര കൂടുതലാണ്. അന്ന് പ്രേം നസീറിൻ്റെ വലിയ ആരാധകനാണ്. അന്നത്തുള്ള കാലത്തുള്ള എല്ലാവരും പ്രേം നസീറിൻ്റെയും ജയൻ്റെയൊക്കെ ആരാധകനാണല്ലോ. അങ്ങനെ പ്രേം നസീറിനെ കാണാനൊരു ഭാഗ്യമുണ്ടായി. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ്. അതിന് ഞാൻ പ്രേം നസീറിനെ കാണുന്നത് ഇന്നും. ഞാൻ പിന്നീട് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഒരു പുസ്തകമുണ്ടായിരുന്നു, സിനിമാ പ്രാന്തൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞ് ഷാർജ ബുക്ക് ഫെയറിൽ അത് ബെസ്റ്റ് സെല്ലറായിരുന്നു. എൻ്റെ അനുഭവങ്ങൾ വെച്ച് ഞാൻ എഴുതിയൊരു പുസ്തകമാണ്. അപ്പോൾ പ്രേം നസീറിനെ കാണാൻ പോകുന്നത്, പ്രേം നസീറും ഫാദറും അടുത്ത സുഹൃത്തുക്കളാണ്. കാര്യം പ്രേം നസീറിൻ്റെ ഒരു ഫാൻസ് അസോസിയേഷൻ പ്രസിഡൻ്റ് ആയിരുന്നു, മരിച്ചുപോയി. അഡ്വക്കേറ്റ് പാച്ചല്ലൂർ രാജാരാമൻ എന്ന് പറയും, തിരുവനന്തപുരത്തുള്ള. അപ്പോൾ പാച്ചല്ലൂർ രാജനങ്ങളും വാപ്പായും തിക് ഫ്രണ്ട്സാണ്. രാജനങ്ങൾ മരിച്ചത് ഇപ്പോഴും വാപ്പ അറിഞ്ഞിട്ടില്ല. കാര്യം അദ്ദേഹത്തിന് അത് താങ്ങാൻ പറ്റത്തില്ല, അത്രമാത്രം അറ്റാച്ച്ഡാണ്. നസീർ സാറുമായിട്ട് ഒരു ആത്മബന്ധം എൻ്റെ ഫാദറിനുണ്ട്. എൻ്റെ മദറിൻ്റെ ഫസ്റ്റ് കസിനാണ് പ്രേം നസീറിൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത്, ഡോക്ടർ ഷറഫ്. ആൻഡ് ഹീസ് നോ മോർ. ഡോക്ടർ ഷറഫ് റീത്തയെ വിവാഹം കഴിച്ചിരിക്കുന്നത്, ആ കല്യാണം നടത്തിയത് വാപ്പയാണ്. അപ്പോൾ നസീർ സാറിൻ്റെ കത്ത് ഇപ്പോഴും ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതായത് വാപ്പാക്ക് എഴുതിയിരിക്കുന്നത്, അതായത് എനിക്ക് ഇന്നൊരാളെ പറ്റി പറഞ്ഞിരുന്നല്ലോ, എനിക്ക് അയാളെ ഒന്ന് കാണണം. മദറിൻ്റെ ഫസ്റ്റ് കസിനാണ് അദ്ദേഹം. അപ്പോൾ അന്ന് ഒരു ഫിയറ്റ് കാറിൽ വാപ്പാടെയും ഷറഫ് ഈ ഫസനോമാരുടെയും കൂടെ തെന്മല IBയിൽ നസീർ സാറിനെ, അതായത് ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് കാണാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സാറിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുമ്പോൾ ഫാറുമായിട്ടുള്ള ആത്മബന്ധം അറിയാം. അപ്പം ഞാൻ ഈ നസീർ സാറിനെ കാണുന്നതിൻ്റെ ഒരു തച്ചോളിയമ്പൊക്കെ ഇറങ്ങിയ ഒരു സമയമല്ലേ. അപ്പം നസീർ സാറിനെ കാണുന്നതിൻ്റെ ഒരു ആവേശം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മുറിയുടെ വാതിൽ തുറക്കുമ്പോൾ ഒരു സെറ്റിയിൽ പുള്ളി ഇങ്ങനെ ചാരി കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാദങ്ങളാണ് ഞാൻ ആദ്യം കാണുന്നത്. റോസാപ്പൂവിൻ്റെ നിറമായിരുന്നു ആ പാദങ്ങൾക്ക്. അപ്പം മുടിക്ക് തന്നെ ഒരു പ്രസന്നതയുണ്ടായിരുന്നു. റവളോൺ എന്ന് പറഞ്ഞ പെർഫ്യൂമാണെന്ന്, അതിൻ്റെ ഒരു മണം. അതൊക്കെ എനിക്ക് പിന്നീടാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒന്ന് പുള്ളി എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു വളരെ സ്നേഹത്തോടെ എന്നെ. അപ്പം ഞാൻ നിൽക്കുന്ന എവിടെയാണ്, പ്രേം നസീറിൻ്റെ അടുത്താണ്. അപ്പോൾ അതിൻ്റെ 5-6 വയസ്സേ ഉള്ളൂ ഈ സമയത്ത്. അപ്പോൾ എന്നെ ഇങ്ങനെ അടിച്ച് പിടിച്ചിങ്ങനെ നിർത്തി. ഇവർ മറ്റു കാര്യങ്ങൾ പറയുന്നു, കല്യാണം ഫിക്സ് ചെയ്യുന്ന കാര്യം പറയുന്നു. പുള്ളി പറയുന്നത് എനിക്ക് ഫോർമലായിട്ടല്ലാതെ ആ പയ്യനൊന്ന് കാണാം. അപ്പോൾ അന്ന് ഫാദർ പാല സർക്കിൾ ഇൻസ്പെക്ടർ DYSP പാല CI ആയിരുന്നു. അപ്പോൾ ഫാദർ നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ പാവക്കാട്ടച്ഛൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, ആ പ്രോഗ്രാമിന് നസീർ താങ്കൾ ക്ഷണിക്കാം. താങ്കൾ ഇന്ന് ക്ഷണിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ആ ജോലിയും കൂടി ഉണ്ടാകാൻ. അപ്പോൾ ആ പ്രോഗ്രാമിന് ഞാൻ ഡോക്ടറെ അടുത്ത് കൂടി വരാൻ പറയാം, അവിടെ വെച്ച് നമുക്ക് കാണാം. അങ്ങനെ തീരുമാനം എടുക്കുകയും ആ പ്രോഗ്രാം, ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ ഫോട്ടോ എന്നെ ഫാദർ നസീർ സാറിൻ്റെ കൂടെ വയ്ക്കുന്ന ഫോട്ടോ എൻ്റെ ലൈഫിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത, ഇപ്പോൾ അവരൊന്നും കൂടി റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇരിപ്പുണ്ട് ആ ഫോട്ടോ. അപ്പോൾ അത് അന്ന് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പോകാൻ നേരം പുള്ളി എന്നെ നിർത്തിയിട്ട് ഒരു ഡ്രോ തുറന്നിട്ട് ഒരു കവർ തന്നു. അത് പച്ച പ്യാരി മിഠായിയാണ്, പാരീസിൻ്റെ ഒരു പച്ച, അതിൻ്റെ ഒരു കവർ, ഒരു ഫുൾ കവർ. അപ്പോൾ ഞാനത് അദ്ദേഹത്തെ കണ്ടത് അതിൻ്റെ ക്യാപ്ഷൻ എഴുതിയിരിക്കുന്ന പച്ച പ്യാരി മിഠായി എന്നാണ്. അപ്പം നസീർ സാറിനെ അന്ന് കാണുമ്പോഴുള്ള ആ ഒരു പ്രഭാവം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു താരത്തിലും കണ്ടിട്ടില്ല. നസീർ സാറിനെ പോലും ഒരു സുന്ദരനെയോ
നസീർ സാറിനെ പോലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസായ മൊമെൻ്റാണ്. പിന്നെ അൻസാരിയമ്മയും പ്രിയദർശനും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം ആ ഒരു ബന്ധം ഉണ്ട്. ഞാൻ പ്രിയൻ ചേട്ടനെ കാണുമ്പോഴൊക്കെ അത് കാണാറുണ്ട്. ഒരു ജീപ്പ് ആക്സിഡൻറ്റിൽ കുന്നിക്കോട് പച്ചിലവളയിൽ വെച്ചുള്ള ജീപ്പ് ആക്സിഡൻറ്റിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലോസാണ്. സിനിമാ രംഗത്തൊരു ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആയിരിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഉണ്ട്. പക്ഷേ ഞാൻ സിനിമാ സംവിധായകനായത് കാണാൻ അദ്ദേഹം ഇല്ലായിരുന്നു എന്നുള്ളത് എന്നെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. അതാണ് എനിക്ക് കുട്ടിക്കാലത്തെ സിനിമ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നിമിത്തങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. കോട്ടയത്ത് പോകുമ്പം വാപ്പാടെ വീട് കോട്ടയം താഴത്തങ്ങാടിയിലാണ്. ഏറ്റവും പുരാതനമായ ഒരു സ്ഥലമാണ്, ഹെറിറ്റേജ് ഏരിയയാണ് താഴത്തങ്ങാടി. ഞങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞാൽ ഏകദേശം 1200 വർഷം പഴക്കമുള്ള താഴത്തങ്ങാടി ജുമാ മസ്ജിദാണ്. അപ്പോൾ ഫാദറിൻ്റെ ബ്രദേഴ്സും ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. പാട്ട് പാടുന്ന കാര്യത്തിൽ പാട്ടൊന്നും ഞാനങ്ങനെ വലിയൊരു പാടത്തൊന്നുമില്ല. പക്ഷേ എന്നെ ചെറുപ്പത്തിൽ കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ കീഴിൽ പിന്നെ അദ്ദേഹം ഹാർമോണിയം പഠിപ്പിച്ചിട്ടുണ്ട് ഫാദർ. എന്നെ എല്ലാ കലാപരമായ കാര്യങ്ങൾക്കും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഫാദറിൻ്റെ ബ്രദേഴ്സും പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഫാദറിൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ മൂത്താപ്പ എന്ന് പറയാം, അദ്ദേഹം ഈ സ്നോമോർ. പുള്ളിയുടെ പേര് മുഹമ്മദ് എന്നാണ്. പുള്ളി കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ ഒരു ജീവനക്കാരനാണ്. എനിക്ക് ഈ അൻസരിയമ്മയെ പോലെ തന്നെ എനിക്ക് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വ്യക്തിയാണ്. കോട്ടയത്താണ് ഞാൻ ഫുട്ബോളിൻ്റെ ബാലപാഠം പഠിക്കുന്നത്. മാവൻ മാപ്പിള ഫുട്ബോൾ, സേട്നാഗ്ജി കോഴിക്കോട് ഇരിക്കുമ്പോൾ സേട്നാഗ്ജി ഇത് ടൈറ്റാനിയമായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഫുട്ബോൾ ടീം. ഫുട്ബോളിലേക്ക് ആകർഷമാകുന്ന കോട്ടയത്താണ്. അപ്പോൾ ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ട് നീന്തൽ പഠിക്കുന്നത് താഴത്തങ്ങാടി മീനച്ചിലാറ്റിലാണ്. ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അവിടെ. ആ സമയത്ത് സിനിമ കാണാൻ വേണ്ടി അഭിലാഷ് ആനന്ദ് തിയേറ്ററിലൊക്കെ പോകുന്ന 3 രൂപയുടെ ടിക്കറ്റൊക്കെയാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. സുഹൃത്തുക്കളുണ്ട്, മുല്ലാടം നവാബ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഈ ഓത്തുപള്ളി മദ്രസയിൽ ഓതാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ വെട്ടിച്ചിട്ട് സിനിമ കാണാൻ പോകും. പിന്നീട് ആ തിയേറ്ററിൻ്റെ മുതലാളിമാരുമായിട്ട് ഞാൻ സൈൻ ചെയ്യേണ്ടി വന്നു ഒരു ബിസിനസ് എഗ്രിമെൻറ്റ്. അതായത് എൻ്റെ ഒരാൾ മാത്രം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ സെൻട്രൽ പിക്ചേഴ്സാണ്. അപ്പോൾ ജീവിതത്തിൽ ഓരോ നിമിത്തങ്ങൾ ഓരോ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് സിനിമയുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ എനിക്ക് എൻ്റെ അനുഭവങ്ങളിലുണ്ട്. ഒരുപാട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തൊരു നിയോഗം പോലെയാണ് എനിക്കിതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത്. മലയാളികളുടെ അനശ്വരനായ കലാകാരൻ, അദ്ദേഹത്തിനെ പറ്റി ഇത്രയും മനോഹരമായി എൻ്റെ ലൈഫിൽ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. വളരെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ബന്ധുക്കൾ പോലും വലിയ മക്കൾ പോലും ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷപ്പെടുമെന്ന് തോന്നുന്നു. കാരണം നിഷാദക്കയുടെ ആ നറേഷൻ എനിക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതിനേക്കാളും മറ്റൊരു സംഭവമുണ്ട്. നസീർ സാറ് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഞാൻ TK എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ റൂംമേറ്റ് നസീർ സാറിൻ്റെ മൂത്ത മകളുടെ മകൻ സജിത്ത്, അവൻ ആർക്കിടെക്റ്റാണ്, സിവിലാണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഒരു റൂമിൽ. അപ്പം സാറ് മരിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു തവണ ഞാനിത്തിരി ഉഴപ്പനായിരുന്നു. അപ്പോൾ ഞാൻ ഏതോ ഒരു ദിവസം വൈകുന്നേരം വരുമ്പോൾ ഒരു ബെൻസ് കാർ കിടപ്പുണ്ട്. ബെൻസാണെന്നാണ് എൻ്റെ വിശ്വാസം, പഴയ ബെൻസ്. അപ്പം ഞാനന്ന് ഈ റാഗിങ്ങൊക്കെ കഴിച്ച് ഒരു അറിയാമല്ലോ എൻ്റെ ഒരു രീതികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോളേജിൽ ഇത്തിരി ആ സമയത്ത് കാണിക്കുന്ന എല്ലാ കുസൃത്തരങ്ങളും കാണിച്ചു കിടക്കുന്ന ഷോ. അപ്പോൾ ആ സിഗരറ്റ് വലിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് പുരുഷത്വം എന്ന് വിളിക്കുന്നത്. സിഗരറ്റ് പ്രത്യേക രീതിയിൽ കത്തിക്കുക, രജനി സാർ ചെയ്യുന്ന പോലെ കത്തിക്കുക. അപ്പം ആ സിഗരറ്റ് വലി നിർത്തിയതൊക്കെ വലിയ കഥയാണ്. അങ്ങനെ ഞാൻ ഒരു സിഗരറ്റൊക്കെ വലിച്ച് ഇങ്ങനെ കളഞ്ഞത് ആരടാ എന്നും പറഞ്ഞ് അകത്തോട്ട് പോകുമ്പോൾ ഞാൻ കാണുന്നത് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. വീണ്ടും ഞാൻ അവസാനം കാണുന്നത് അന്നാണ്. അപ്പോൾ ഇന്നയാളുടെ മോനാണെന്നറിയാം. ഞാൻ ആദ്യം കണ്ട അന്നും ഞാൻ അവസാനം കാണുന്നതെന്നും നസീർ സാറിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റമില്ല. അതേ പ്രസരിപ്പും അതേ സൗന്ദര്യവും അതേ എന്താ പറയുക, ആ പ്രസൻസിൻ്റെ സൗകുമാര്യവും ഗന്ധവും ഇന്നും എനിക്ക്. അപ്പം ഞാൻ അതുപോലൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതാണ് അതിൻ്റെ അണ്ടർലൈൻ. കാരണം ഒരു കലാവേദിയിൽ അല്ലെ ഒരു കലാ ലോകത്ത് ഇവരുമായിട്ടെല്ലാം പലരുമായിട്ടും സഹകരിക്കാനും എല്ലാം പറ്റുന്ന ഒരു സംവിധായകൻ, ഒരു പ്രൊഡ്യൂസർ എന്നൊക്കെ രീതിയിൽ ട്രാവൽ ചെയ്യുമ്പോഴും അനശ്വരമായ ഒരു സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത പ്രേം നസീർ സാറിനെ ഈ മുഹൂർത്തത്തിൽ ഓർക്കുകയും അതുമാത്രമല്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അത് വിഷ്വലൈസ് ചെയ്യുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ആ കാലുകൾ കാണുന്ന ഷോട്ടൊക്കെ പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ സിനിമാ ലോകത്തേക്ക് ഒരു പോലീസുകാരൻ്റെ മകൻ വരികയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് സ്കൂളുകളിൽ കലാപരമായി പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. എന്തായിരുന്നു പ്രധാന
ഐറ്റം? നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മാപ്പ് എന്ന് പറഞ്ഞ നാടകത്തിൽ അഭിനയിച്ചിരുന്നു. ഒരു നിഷേധിയായ ചെറുപ്പക്കാരൻ്റെ വേഷമായിരുന്നു. അതെനിക്ക് ഒരുപാട് ഇണങ്ങുമെന്നാണ് ആളുകൾ പറയുന്നത്. ഞാനിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ചത് അഭിനയിക്കേണ്ട ആവശ്യമില്ല. അഭിനയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനെനിക്ക് അവാർഡ് കിട്ടി. ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്, ഹാർമോണിയം ചെയ്യായിരുന്നു. പിന്നെ നമ്മുടെ പ്ലേ ചെയ്യും വല്ലപ്പോഴും അങ്ങനെ ടച്ച് വിട്ടുപോയി. ഓർക്കസ്ട്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ലിയോ 13 സ്കൂളിൽ. ആലപ്പുഴ ലിയോ 13 സ്കൂളാണ് എന്നിലെ കലാകാരനെ വാർത്തിയെടുത്തത്. അപ്പോൾ എനിക്ക് ഓർക്കസ്ട്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം എബി മാമൻ, അവൻ കുവൈറ്റിലാണ്, എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. അവനായിരുന്നു ഡ്രംസ്. ഓർഗൻ ഞാനായിരുന്നു. മ്യൂസിക്കിനോട് ഭയങ്കര അറ്റാച്ച്ഡാണ്. അതൊരു കോയിൻസിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കന്ന് ജെറിയമൽ ദേവ് സാറിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ആദ്യത്തെ ക്രഷിനെ ഞാൻ കാണുന്നത് ആ പാട്ടിൻ്റെ മേമ്പൊടിയോടുകൂടിയാണ്. മനസ്സിലായില്ല. അന്നത്തെ കാലത്ത് ആലപ്പുഴ ലിയോ 13 സ്കൂളിൽ ആണുങ്ങളും സെൻറ്റ് ജോസഫ് സ്കൂള് പെണ്ണുങ്ങളുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇടയ്ക്ക് കോൺവെൻറ്റ് സ്ക്വയർ ഉണ്ട്. കുഞ്ചാക്കോവൻ്റെ വീടൊക്കെ അവിടെയാണ്. അവിടെ ഇങ്ങനെ സൈക്കിൾ വായും പൊളിച്ച് ഞങ്ങളൊക്കെ ആ പ്രായമല്ലേ. അപ്പോൾ ആ പ്രായത്തിൽ ഈ പെൺകുട്ടികൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ സി വിദ്യാധരൻ മഞ്ജുള ബേക്കറി ആലപ്പുഴ എന്ന് പറഞ്ഞ് ഈ ലോട്ടറിയുടെ ഇത് അനൗൺസ്മെൻറ്റ് സൈക്കിളിൽ വരും. ഇടയ്ക്ക് പാട്ട് വരും. അതിലൊന്ന് ജെറിസാറിൻ്റെ അത്തപ്പൂവും ചൂടി എന്നുള്ള പാട്ട്. അല്ല, അത്തപ്പൂവും നുള്ളി, അത്തപ്പൂവും നുള്ളി എന്നുള്ള ആ പാട്ടാണ്. അപ്പോൾ ജെറിസാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇളയരാജ സാറ്, പിന്നെ ജോൺസൺ മാസ്റ്റർ, രവീന്ദ്രൻ മാസ്റ്റർ, ഇവരൊക്കെ ആയിട്ട് ഇവരുടെയൊക്കെ പാട്ടുകൾ കേൾക്കാത്ത ഒരു ദിവസം സലിൽ ചൗധരി. കാര്യം സലിൽ സായെ നേരിട്ട് കാണാനൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ 8 വയസ്സുള്ളപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചു. അന്തിവെയിലെ പൊന്നെന്ന് പറഞ്ഞ സിനിമ. അന്തിവെയിലെ പൊന്ന്. കമൽഹാസൻ, സുകുമാരൻ, ലളിത ചേച്ചി, പിന്നെ ലക്ഷ്മി മാഡം, ഇവരൊക്കെ, അമ്പിളിച്ചേട്ടനൊക്കെ എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ ബെസ്റ്റ് ആക്ടർ ആയതുകൊണ്ട് ആരും എന്നെ സജസ്റ്റ് ചെയ്തിട്ട് വാപ്പ ആലുവ DYSP ആയിരുന്നു. പിന്നീടാണ് അവരറിയുന്ന DYSPയുടെ മകനാണ്. ആലുവ പാലസിൽ വെച്ച് ഈരാളിയായിരുന്നു പ്രൊഡ്യൂസർ. ഈരാളി ചേട്ടൻ ഞാൻ ഇന്നും നല്ല ബന്ധമാണ്. അവിടെ വെച്ച് ONV സാറും സലിതായും കാണാനൊരു ഭാഗ്യമുണ്ടായി. അതിൽ ശ്രാവണം വന്നു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ദാസേട്ടൻ പാടിയത്. വളരെ മനോഹരമായ പാട്ടാണ്. ദാസേട്ടൻ ആ പാട്ട് പാടുന്നതിൻ്റെ ചിട്ടപ്പെടുത്തിയ സലിൽദായെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ആലുവ പാലസ്. അന്നൊക്കെ വളരെ ചെറുപ്പമാണ്. അന്ന് എത്ര പ്രായമൊക്കെ? 4ാം ക്ലാസ് പഠിക്കുന്നു. അങ്ങനെ ഒരു ബന്ധം ഈ സംഗീതവുമായിട്ട് എനിക്ക്. അപ്പോൾ ഈ സാറിന് ആദ്യമായിട്ട് കാണുകയാണ് സലിൽദായെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ എനിക്ക് ഈ സലിൽദ ആരാന്നും അറിയത്തില്ല. പിന്നീടാണ് ഞാനത് ഇത്രയും വലിയ ആളുന്നത്. അപ്പോൾ അതിനകത്തൊരു ഉമ്മർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, ആ മുറിയിലോട്ട് കയറരുത്, അവർ സലിൽദായും ONV സാറും കൂടി ഇരിക്കുക എന്ന് പറയുമ്പോൾ ഞാനിതൊക്കെ നോക്കിയൊരു കൗതുകമാണല്ലോ. എനിക്ക് സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൗതുകമാണ്. സുഖുവേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഞാനതാണ്. സുഖുവേട്ടനെ കാണുമ്പോൾ മല്ലിക ചേച്ചിയുടെ ഒക്കത്ത് പൃഥ്വിരാജുണ്ട്. പിന്നീട് പൃഥ്വിരാജ് എൻ്റെ പടത്തിലെ നായകനായി വന്നു വർഷങ്ങൾക്ക് ശേഷം. സുഖുവേട്ടനെന്ന് എനിക്കിപ്പോഴും നല്ല പറഞ്ഞു 555 സിഗരറ്റാണ് പുള്ളി വലിക്കുന്നത്. എന്നെ വലിച്ചിട്ട് ഇവിടെ നിന്ന് ക്ലാസ്സില്ലേ എന്നെ എടുത്ത് ചോദിച്ചു. പഠിക്കണം, പുസ്തകം വായിക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഈ സംഗീതത്തോട്, അപ്പോൾ അതിൻ്റെ ഒരു കോയിൻസിഡൻസ് ഞാൻ പറയാം. ജെറി സാറാണ് ഇപ്പം ഞാൻ അഭിനയിക്കുന്ന ലേറ്റസ്റ്റ് പടമുണ്ട്, സാദത്ത് ഡയറക്റ്റ് ചെയ്യുന്ന, പിന്നെ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല, വില്യം ആൻഡ് കേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതിനകത്ത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. അതിൽ ജെറി സാറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും രസകരമായ സംഭവം MG ശ്രീകുമാർ ആ പാട്ട് പാടിയിരിക്കുന്നു. 40 വർഷങ്ങൾക്ക് ശേഷമാണ് MG ശ്രീകുമാർ ജെറി സാറിൻ്റെ പടത്തിൽ പാടിയിരിക്കുന്നത്. അതായത് ഞാൻ ആദ്യം കേട്ട അത്തപ്പൂന്നുള്ളിയുടെ ആ സിനിമയിൽ വാക്കുരുവി ഇണക്കുരുവി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. വാക്കുരുവി ഇണപ്പൂങ്കുരുവി. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴാണ് അതിമനോഹരമായി പാടിയെന്നുള്ളത്. അപ്പം അതൊക്കെ ജീവിതത്തിൽ ഓരോ. അതെ, കാരണം ഇനി വരുന്ന തലമുറയ്ക്ക് AIM ടെക്കോയൊക്കെ വരുന്നുണ്ടൊക്കെ ശരിയായിരിക്കാം. എന്നാലും ഇവരെയൊക്കെ ഒന്ന് ഈ ലെജൻസിൻ്റെ വൈബ് എന്താണ്, ഫീൽ എന്താണ്, ഈ ലെജൻഡറി ആക്ടിങ് എന്താണ്, ഈ ലെജൻഡറി മ്യൂസിക്കൽ തോട്ട് എന്താണ്, അന്നൊന്നുമില്ല ഇതിരുന്ന കാലത്ത്. അനലോഗിലല്ലേ, ഡിജിറ്റലല്ലോ. ഒരു മനുഷ്യനെ ഞാൻ കാണുകയാണ്. കാരണം 5 വയസ്സ്, പിന്നെ 9 വയസ്സ്. മനസ്സിലാക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി ജനിച്ചൊരുത്തൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ, ഇതൊരു കോയിൻസിഡൻസ് അല്ലല്ലോ. സിനിമയ്ക്ക് വേണ്ടി DYSPയുടെ മകനായിട്ട് ഒരുത്തൻ ജനിച്ചിരിക്കുകയാണ് MA നിഷാദ്. എല്ലാ ഫാമിലി മെമ്പേഴ്സും പുള്ളിയെ പുഷ് ചെയ്യുന്നത് പാടാനും ആടാനും അഭിനയിക്കാനും. വന്നു ചേരുന്നത് അവസരങ്ങൾ. ഈ അവസരങ്ങളിലേക്ക് നടന്നു കയറുകയാണ്. ചെന്ന് 9ാമത്തെ വയസ്സിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ അന്നറിയപ്പെടുന്ന മഹാനടന്മാരും സംവിധായകനും എല്ലാം നിൽക്കുന്നു. കമൽ സാർ അന്ന് മലയാളത്തിലാണല്ലോ സാർ. അന്ന് തമിഴ് ഇൻഡസ്ട്രിയിൽ അത്രയും പ്രഭയുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ചെറിയ അറിവിൽ അത്യാവശ്യമാണ്. പക്ഷേ കേരളത്തിലാണ് അന്ന് കത്തി നിൽക്കുന്നത്. അത് മാത്രവുമല്ല, സുകുമാരൻ സാറിൻ്റെ ആ ഡയലോഗും, നീ ക്ലാസ്സിൽ പോണ്ടടാ, പഠിക്കണം, വായിക്കണം, ഒക്കത്തിരിക്കുന്ന പൃഥ്വിരാജ്. പിന്നെ ഇതെല്ലാം വളരെ ഒരു ക്യാൻവാസിലെടുത്താൽ തന്നെയും ഒരു എന്താ പറയുക, ഒരു ഫാൻറ്റസി സ്റ്റോറി പോലെ തന്നെ നിൽക്കുന്നത്. അങ്ങനെ 9ാമത്തെ വയസ്സിൽ വരുന്നു, ആ സിനിമയിൽ അഭിനയിക്കുന്ന എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആക്ടിങ്ങിനോട് അങ്ങനെ എനിക്ക് ഭയങ്കര അഭിനിവേശമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അന്ന് സിനിമാക്കാരങ്ങളെ കാണാമല്ലോ എന്ന് ഓർത്ത് അന്ന് തന്നെ ഒരു അവസരം വന്നപ്പോൾ വാപ്പാടുത്തൊന്ന് ചോദിച്ചു, വാപ്പ വിട്ടു. പക്ഷേ
ഇതിനിടയ്ക്കാണെങ്കിലും മദർ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല. ഇന്നും എൻ്റെ അടുത്ത് എന്തിനായി സിനിമ എന്നൊക്കെ ചോദിക്കും. മനസ്സിലായി. പക്ഷേ ഇപ്പോഴും ഈ ഓർമ്മക്കുറവുള്ളപ്പോഴും വാപ്പ ചോദിക്കാറുണ്ട്, എൻ്റെ പുതിയ പടം ഏതാണ്. കാര്യം എന്താ പറഞ്ഞാൽ എനിക്ക് എഞ്ചിനീയറിങ്ങിന് പോകാൻ ഒരു താല്പര്യമില്ല. അപ്പോൾ ഇവരെല്ലാം നിർബന്ധിച്ചിട്ട് എന്നെ വിട്ട ഒരു സാധനം. ഞാൻ ഐ എം നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ് ജോബ്. എനിക്കറിയാം ഞാനൊരു എഞ്ചിനീയർ ആവാനേ കൊള്ളത്തില്ല. നമ്മൾ അതിന് വേണ്ടി ജനിച്ചവനല്ല. എനിക്ക് വക്കീലാവാൻ ഭയങ്കര താല്പര്യമാണ്. അത് എൻ്റെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അടയാറിലോ പോയിട്ട് ഡയറക്ഷൻ പഠിക്കുക, ഡയറക്ടർ ആവുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത് അന്ന് ഇറങ്ങിയപ്പം 5 വയസ്സിൽ ഈ ആകാശം കണ്ടാന്ന് തുടങ്ങി. അത് ഞാനായി. പക്ഷെ ഞാൻ എത്രമാത്രം വിജയിച്ചു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ഐ എം സ്റ്റിൽ ലേണിംഗ്. വിജയവും തോൽവിയും ഒരു തോട്ട് പ്രോസസ്. അതെ, തോട്ട് പ്രോസസ്സാണ്. ഞാൻ പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടോ? കാരണം നമ്മൾക്കത് ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയോ, നമ്മൾക്ക് ഇനിയും അത് ബെറ്റർ ആക്കാൻ പറ്റും. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് താങ്കളുടെ ഒരു വലിയ മനസ്സിൻ്റെ ഒരു ചിന്താഗതി. കാരണം ഇന്നിപ്പം താങ്കൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു കാലഘട്ടമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ കാലഘട്ടം എല്ലാം മറികടന്ന് ഇന്നും കൊടികുത്തി വാഴുന്ന ഒരു സംവിധായകൻ എന്ന് പറയുന്നത് നമ്മളെ പ്രിയപ്പെട്ട ജോഷി സാറാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ തീർച്ചയായിട്ടും പുള്ളി ഒരു മുടിചൂടാ മന്നനാണ്. ഞാനിപ്പോഴും ജോഷിയേട്ടാന്ന് വിളിക്കുന്നത്. അന്നും ഇന്നും അങ്ങനെ വിളിക്കുക. എനിക്ക് അദ്ദേഹത്തോടൊരു പ്രത്യേക സ്നേഹവും ഒരു ബഹുമാനമുണ്ട്. പുള്ളിയുടെ ഒരു ലെജൻഡറി തോട്ട് പ്രോസസ്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒരു കാലഘട്ടമുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ സിനിമയായിരിക്കും ഒരു പക്ഷേ അവർ ഇറക്കുന്നത്. പിന്നെ ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച് ഒരു പക്ഷേ പുതിയ തലമുറകളുടെ ചിന്താഗതികളും പുതിയ തലമുറകളുടെ ഐഡിയാസും എല്ലാം നമ്മൾ അക്കസ്റ്റം ചെയ്തുകൊണ്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് അവരോടൊപ്പം സഞ്ചരിച്ചാലേ ഒരു പക്ഷേ നമുക്ക് ആ പുഴ കടക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ തമ്പി കണ്ണന്താനം, സിബി മലയിൽ, ഇവരൊക്കെ ഫാസിൽ സാറ്, കമൽ സാറ്, നമ്മൾ സിദ്ദീഖ് ലാൽ എന്ന് പറയുന്ന ടീം. കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുതിയ സംവിധായകന്മാരും പുതിയ തോട്ട് പ്രോസസ്സും മേക്കിങ്ങും ഒക്കെ വരികയാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ MA നിഷാദ് എന്ന് പറഞ്ഞൊരു വ്യക്തിത്വം ഈ കാലഘട്ടത്തിലൂടെ എല്ലാം സഞ്ചരിക്കുമ്പോഴും ഈ ടെക്നോളജി എല്ലാം അക്കസ്റ്റം ചെയ്ത് ഇതിൻ്റെ പരിണാമം ഉൾക്കൊള്ളാൻ മനസ്സുള്ളൊരു മനുഷ്യനാണോ? തീർച്ചയായിട്ടും. കാര്യം കാലാനുസൃതമായ മാറ്റം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചകളുമായിട്ട് പടവെട്ടിയിട്ടാണ് ഞാനിപ്പോൾ ഷൈൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു AI യുഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. AI ടേക്ക് ഓവർ ചെയ്യും, യാതൊരു സംശയവുമില്ല. ലേക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നതാണ്. എൻ്റെ ഡയറക്ടോറിയൽ മൂവിയാണ്, 12th ഡയറക്ടോറിയൽ മൂവിയാണ്. പതിയിരിക്കുകയാണ് എൻ്റെ അർത്ഥം. ലേക്ക് എന്ന് പറഞ്ഞാൽ അത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റാണ് ഏറ്റവും കൂടുതൽ വിഷയം. ഇപ്പോൾ നടക്കുന്ന വന്യമൃഗങ്ങളുടെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ സാധാരണ. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണല്ലോ. അതിൻ്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ ഞാൻ AI-യിലാണ് ചെയ്തത്. വിനോ വിക്രമൻ പിള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്താണ്, കരിക്കോടുകാരനാണ്. അവനാണത് ചെയ്തിരിക്കുന്നത്. ഭയങ്കര അപ്ലോസ് ഉള്ളതാണ്. കാര്യം AI എന്ന് പറയുന്ന സാധനം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മളെ വേറൊരു തലത്തിലേക്ക് ഫിലിം മേക്കിങ്ങിൽ ഒക്കെ സഹായകരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. AI-ക്ക് നമുക്ക് എന്തും ചോദിക്കാം, അവൻ എന്തും പറഞ്ഞു തരും. ഈസ് നോട്ട് എ റോബോട്ട്. AI ഒരു റോബോട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. AI-ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വാക്കുണ്ട്, ഇൻ്റലിജൻസ് എന്നൊരു വാക്കുണ്ട്. ആ വാക്ക് ഉപയോഗപ്പെടുത്തുക, കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ ഞാൻ ഒരാൾ മാത്രം എന്ന് പറഞ്ഞ ഫസ്റ്റ് പടം എൻ്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ അപ്പാർട്ട്മെൻറ്റൊക്കെ പ്രൊമോട്ട് ചെയ്ത് സ്വന്തം കാശ് വെച്ച് ഡയറക്ഷൻ പഠിക്കാൻ വേണ്ടി പടം പ്രൊഡ്യൂസ് ചെയ്ത മമ്മൂക്കയാണ് നായകൻ, സത്യേട്ടനാണ് ഡയറക്റ്റ് ചെയ്യുന്ന പടം. അതിൻ്റെ സോങ് റെക്കോർഡിങ് അനലോഗിലായിരുന്നു, ഡിജിറ്റലല്ലായിരുന്നു. AVM-ൽ സമ്പത്ത് സാറായിരുന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു. ഫസ്റ്റ് പാടുന്ന ചിത്ര ചേച്ചിയ ദാസേട്ടൻ പാടുന്നത് ഞാൻ കണ്ടു. അതിൽ നിന്നിപ്പോൾ ഡിജിറ്റലായി മെലഡയും ചെയ്യാം. ഒരു പാട്ടെടുത്തിട്ട് എന്തെങ്കിലും പാടിയാൽ പോലും അതിനകത്ത് എന്തെങ്കിലും കഴിവ് വേണം. മെലഡയും ചെയ്ത് വൃത്തിയാക്കി ഡിജിറ്റലായിട്ട് നമുക്ക് ഇങ്ങോട്ട് തരും. ആ ഒരു കാലഘട്ടത്തിൽ ഫിലിം ഷൂട്ട് ചെയ്യുന്ന കാലഘട്ടത്തിൽ R3 ക്യാമറയിൽ നിന്ന് ഞാനിപ്പോൾ സോണി വെനീസ് 2 എന്ന ഡിജിറ്റൽ ക്യാമറയിൽ 4K 8K ആ ക്യാമറയിലേക്ക് വരുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, അത് ഞാൻ എൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടേയിരിക്കുക. ഞാൻ ബ്ലെസ്ഡാണ്. 72കളിലും 73ലും ജനിച്ചവരാണ് ലോകത്തെ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകളെന്ന് ഞാൻ പറയും. കാരണം എല്ലാ കാലഘട്ടങ്ങളിലൂടെയും നമ്മൾ സഞ്ചരിച്ചു. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം, അതായത് ഞാൻ ഈ സിനിമ ഡയറക്ഷൻ പഠിക്കാൻ വേണ്ടി പടം പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. ഒരുപക്ഷെ എൻ്റെ ഈഗോ ആയിരിക്കാം, ഒരാളുടെ കീഴിൽ പോയി പഠിക്കാൻ വയ്യ, എനിക്ക് പഠിക്കണം, ഞാൻ അതിന് പടം പ്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ മറ്റേ അപ്പാർട്ട്മെൻറ്റൊക്കെ പ്രൊമോട്ട് ചെയ്ത കാശും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അന്ന് ഇത്രയ്ക്ക് മതി പൈസ. വിപിൻ മോഹനാണ് ക്യാമറ സത്യേട്ടൻ്റെ പടത്തിന്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഇത് മനസ്സിലാക്കുകയാണ്. പ്രൊഡ്യൂസറാണെങ്കിൽ ഈ സിനിമ സ്ക്രിപ്റ്റൊക്കെ ഇവിടെ നിന്ന് കിട്ടി. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ് കളിക്കളം. കള്ളനും പോലീസും. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാം എന്നാണ് കണ്ടീഷൻ. അപ്പോൾ മമ്മൂക്കയെ കാണുന്നതൊക്കെ ഒരു ഭയങ്കര രസകരമായ സംഭവമാണ്. മമ്മൂക്ക അടുത്ത് ഞാൻ പോയി ഡേറ്റ് മേടിക്കുമ്പോൾ മനുഷ്യ തമ്പാച്ചനുണ്ടായിരുന്നു, അങ്ങേർക്കും കൂടി ചേർന്നുള്ള ഡേറ്റാണ് കൊടുത്തത്. പുള്ളി പണ്ട് തമിഴ് എന്നൊക്കെ പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. അപ്പം മമ്മൂക്ക അടുത്ത് ഞാൻ പോകുന്നത് ഒരു മുണ്ടൊക്കെ കൊടുത്ത് ചെറിയ ആബാദ് പ്ലസ്. അതിന് മുമ്പ് ഞങ്ങൾ കാണുന്നത് ഫാദറുമായിട്ട് പരിചയമുണ്ട്. ഞാൻ ഇടിയും മിന്നൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ അന്ന് പോലും കാണുന്നതാണ്. അപ്പോൾ മമ്മൂക്ക അടുത്ത് ചെല്ലുമ്പോൾ മമ്മൂക്ക ഇങ്ങനെ ഫസ്റ്റ് ചോദിച്ചു, ഏത് പടം, എന്താ അതിൻ്റെ ഉദ്ദേശം, അറിയാമല്ലോ, ആരാ അതിൻ്റെ ഡയറക്ടർ.
എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സത്യനന്ദിക്കാട്. അപ്പോൾ പുള്ളി വന്നു. ഞാൻ സീരിയസ് ആണെന്ന് പുള്ളിക്ക് മനസ്സിലായി. ആരെഴുതും? ഞാൻ പറഞ്ഞു സാർ എനിക്ക് കളിക്കളത്തിൻ്റെ സെക്കൻഡ് പാർട്ട്. കളിക്കളം കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല, കളിക്കളത്തിൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ എസ് എൻ സ്വാമി, അപ്പോൾ തമ്പാച്ചൻ്റെ ഫ്രണ്ടുമാണ്. അപ്പോൾ കെവിൻ കോസ്റ്റർ അഭിനയിച്ച പെർഫെക്റ്റ് വേൾഡ് എന്ന് പറഞ്ഞ സിനിമയുടെ കാസറ്റ് എൻ്റെ ഉണ്ട്. അത് വെച്ചിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് നല്ല സാധ്യതയുണ്ട്. ഇത് കളിക്കളത്തിൻ്റെ സെക്കൻഡ് പാർട്ട്. കള്ളനും പിന്നെ ഒരു കുട്ടിയായിട്ടുള്ളതാണ്. അപ്പോൾ എന്നിൽ അന്നേ ഒരു കഥ ഇങ്ങനെ കഥാകാരൻ ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ട്. കാര്യം ഞാൻ പത്മനാഭൻ സാറിനെയൊക്കെ പരിചയപ്പെടുന്നതൊക്കെ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനർഘ നിമിഷങ്ങളിലൊന്നാണ്. പത്മനാഭൻ സാറിൻ്റെ മകൻ അനന്തൻ എൻ്റെ കൂടെ യുമാനിസി പഠിച്ച. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ ഈ കഥ എഴുതുക അല്ലെങ്കിൽ കഥ എന്ന് പറയുന്നത് മനസ്സിൽ ഏറ്റവും വലിയ. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ കളിക്കളത്തിൻ്റെ സെക്കൻഡ് പാർട്ട് പിടിക്കാം. അപ്പോൾ സ്വാമി എഴുതിയിട്ട് എന്തോ അത് വർക്കൗട്ടായില്ല. പിന്നെ സത്യമായിട്ടും മിസ്സായി. പക്ഷേ ഇന്നും അതിന് സാധ്യതയുണ്ട്. എൻ്റെ മനസ്സ് എടുക്കണം, ഇത് പൊളി. അതിന് ഇന്നും സാധ്യതയുണ്ട്. മമ്മൂക്ക തന്നെ ചെയ്യണം, വേറെ ആരും ചെയ്താലും നിൽക്കത്തില്ല. ഇൻട്രോ ജൂവലറി മോഷണം. അപ്പോൾ ആ സാധനത്തിന് വേണ്ടിയാണ് സ്വാമിയും കൊണ്ടുപോയത്. പക്ഷെ സത്യമായിട്ട് അത് വേറൊരു സംഭവമാക്കി മാറ്റി. അതാണ് ഒരാൾ മാത്രം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഈ വിപിൻ ചേട്ടൻ്റെ ബാക്കിൽ നിന്നാണ് ഇതെല്ലാം ഞാൻ കാണുന്നത്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എൻ്റെ ഉദ്ദേശം പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല. എന്നെ വിളിച്ച് ഷാജി അസോസിയേറ്റ്, ഇപ്പോഴത്തെ ഫേമസ് ക്യാമറ, ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അതിൻ്റെ ഒരു ഇൻ്റർവൽ സീക്വൻസ് ഉണ്ട്. തിലകഞ്ചേട്ടനൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് അങ്ങനെയാണോ. ഞാനുമായിട്ടൊരു പിതൃതുല്യമായ, അദ്ദേഹത്തോട് എനിക്കൊരു പിതൃതുല്യമായ സ്നേഹമാണ്. മരണം വരെ അദ്ദേഹം, ഞാൻ ഡയറക്റ്റ് ചെയ്ത 6 സിനിമകളിൽ 5ലും അദ്ദേഹം ഉണ്ടായിരുന്നു. വിലക്കുകൾ ഉണ്ടായിരുന്നപ്പോഴാണ് പകലിൽ ഞാൻ പൃഥ്വിരാജിനെയും തിലകൻ ചേട്ടനെയും വെച്ച് പടം ചെയ്തത്. ആ ചങ്കൂറ്റ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതിന് ആര് എന്ത് പറഞ്ഞാൽ അപ്പോൾ ഒരാൾ മാത്രത്തിൻ്റെ ഒരു ഇൻ്റർവൽ സീക്വൻസ് ഉണ്ട്. തിലകൻ ചേട്ടൻ മമ്മൂക്കയെ കാണാൻ വരുന്നത്, മമ്മൂക്കയും സുധീഷും ഉണ്ട്. അപ്പോൾ ശ്രീനിയേട്ടൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലൈറ്റിംഗ് ഒരു പ്രത്യേക പാറ്റേണിൽ വെച്ചിട്ട് വിപിൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് വെച്ച്, ഞാൻ ഇങ്ങനെ ലൈറ്റിംഗ് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അന്നാണ് ഞാൻ ലൈറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കുന്നത്. ഞാൻ പഠിക്കുകയാണ്. ഇന്നും ഞാൻ തുറന്നു പറയാമല്ലോ, ഞാനെല്ലാം പഠിച്ചിട്ടൊന്നുമില്ല. ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. വിപിൻ ചേട്ടൻ പറഞ്ഞ് ഇത് ആ കഥാപാത്രത്തിൻ്റെ മാനസിക നിലയും കൂടി ഉൾക്കൊണ്ട് ഇത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പം അവൻ്റെ ഉള്ളിലും ഒരു ഡൾനെസ് ഫീൽ ചെയ്യണം. മൂഡാണത്. ആ മൂഡ് ഫിക്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് പഠിപ്പിച്ചു തരിക. ഞാൻ പകൽ ആദ്യമായി സംവിധാനം ചെയ്യുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ നോഹവൊന്നുമില്ല. എനിക്ക് അഭിനയിപ്പിക്കണം, ഇങ്ങനത്തെ ഷോട്ട്സ് വേണമെന്നുള്ളൂ. ഞാൻ വിപിൻ ചേട്ടനെയാണ് ക്യാമറമാനാക്കിയത്. ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെയാണ് ഞാൻ ക്യാമറമാനാക്കിയത്. രണ്ടാമത്തെ പടം വന്നപ്പം എക്സ്പീരിയൻസ് ഇല്ലാത്ത മിടുക്കനായ ആഡ് ഫിലിംസ് ചെയ്യുന്ന സാദത്തിനെയാണ് ഞാൻ ക്യാമറമാനാക്കിയത്. ആ സാദത്ത് ഇപ്പോൾ ഡയറക്ടറായി ആ പടത്തിൽ പ്രധാന കഥാപാത്രം ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. മൂന്നാമത്തെ പടം ആയുധം ഒരു ഫുൾ ലെങ്ത് കൊമേഴ്ഷ്യൽ ആക്ഷൻ പടമായിരുന്നു. ഞാൻ സഞ്ജീവ് ശങ്കറിനെ വെച്ചു. സഞ്ജീവിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത്. സഞ്ജീവ് ശങ്കറിൻ്റെ അടുത്ത സുഹൃത്ത് എൻ്റെ ബ്രദർലി. 3 പടം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. അദ്ദേഹം ദളപതിയുടെ ഓപ്പറേറ്റിംഗ് ക്യാമറാമാനായിരുന്നു. മലയാളത്തിലെ എണ്ണം പറഞ്ഞ നരസിംഹ ഉൾപ്പെടെ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. മായാബി ഉൾപ്പെടെ ഒത്തിരി പടങ്ങൾ. സഞ്ജീവ് ഏട്ടനിൽ നിന്നാണ് ഞാൻ ക്യാമറയുടെ മറ്റു വശങ്ങൾ പഠിക്കുന്നു. ഇന്നൊരു പടം സിനിമാറ്റോഗ്രാഫി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിൽ സഞ്ജീവ് ഏട്ടനെ ഗുരുവായിട്ട് വെച്ചിട്ട് ഞാനൊരു പടം ചെയ്യാൻ നിൽക്കുക. എനിക്കൊരു സിനിമാറ്റോഗ്രാഫി ചെയ്യണമെന്നിൻ്റെ ഒരു ആഗ്രഹമാണ്. ഈ ലൈറ്റ്സ് വെച്ചിട്ടൊക്കെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് താങ്കൾ ഫ്രഷറായിട്ടൊരു ഫീൽഡിലേക്ക് വരികയാണ്. ഈ ഫ്രഷേഴ്സിനെ പൊതുവേ മലയാളം ഫിലിം ഇൻഡസ്ട്രി അങ്ങനെ വലുതായിട്ട് സ്വീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് എപ്പോഴും ഒരു ഫിയർ ഫാക്ടർ കൊടുത്തായിരിക്കും നിർത്തിയേക്കുന്നത്. മറിയിക്കൂ, നോക്കട്ടെ, മറ്റേത്. എല്ലാവരും ഭയങ്കര ടെൻഷനാണ്. കാരണം ഫിലിം ഇങ്ങനെ പോകുന്നതാണല്ലോ. കാരണം എത്രത്തോളം കട്ട് പറയുന്നത് എത്രത്തോളം ചാൻസും തീരുമല്ലോ. അപ്പോൾ താങ്കൾ ഈ പ്രൊഡ്യൂസർ ആവണം, പ്രൊഡക്ഷനിലൂടെയാണ് ഞാനിത് പഠിക്കേണ്ടത് എന്നൊക്കെ തീരുമാനം എടുക്കുന്നത്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നു, അപ്പം വാപ്പ അല്ലെങ്കിൽ ഫാമിലി എഞ്ചിനീയറിനെ കാണാൻ കാത്തിരിക്കുന്നു. ഈ റെവല്യൂഷൻ ഇല്ലെങ്കിൽ ഈ പറയുന്ന റിബൽ എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെയാണ് അവർ ഫാമിലിയൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയത്? ഞാൻ ഒരു റിബലിയസ് ചിന്താഗതിയുള്ള ആളാണ്. പതിവ് ചാലിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന പിന്നെ ബ്രദർ പിന്നെ ഫിലിം ഫീൽഡിലൊന്നും ഉള്ളതല്ല. ബിസിനസ് ഷാലിമാർ. പിന്നെ ഹീസ് ഡൂയിങ് ഗുഡ് ബിസിനസ്. അയാൾ പിന്നെ മസ്കറ്റിലും ചൈനയിലും ദുബായിലും ഒക്കെ. പുള്ളി എൻ്റെ അനിയനാണ്. സിസ്റ്റർ ഖത്തർ ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്യുന്നു, ടീച്ചർ. അവരൊന്നും സിനിമയുമായിട്ട് സിനിമ ആസ്വാദകരാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ. കുടുംബത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് പിന്നെ റിബലിയസ് ആയിട്ടുള്ള ചിന്താഗതികൾ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു. അങ്ങനെ പഠിച്ചു എന്ന് പറയാം. പിന്നെ വീണ്ടും സിനിമയിലേക്ക് വരികയാണല്ലോ. കാരണം ഇപ്പോൾ കോളേജിൽ ഹീറോയിസം കളിച്ച് നടക്കുന്നു. അച്ഛൻ ജീവിതത്തിലെ ഹീറോ. അമ്മ പറയുന്നു സിനിമയിലേക്ക് കാലുകുത്തിയാൽ ശരിയാവത്തില്ല എന്ന് പറയുന്നു. സഹോദരങ്ങൾക്കൊക്കെ വേറെ ഇൻട്രസ്റ്റ് ആണ്. 1 man ആർമിയായിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ ബന്ധുക്കളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് അതിനെ പുഷ് ചെയ്ത് സിനിമയിൽ എത്തിച്ചത്? സിനിമയിൽ എത്തിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ
ഈ സ്വന്തമായിട്ട് ഈ അപ്പാർട്ട്മെൻറ്റൊക്കെ പ്രൊമോട്ട് ചെയ്ത് എനിക്ക് പാർട്ട്നേഴ്സൊക്കെ ഉണ്ടായിരുന്നു, കാശൊക്കെ കൈ വന്നു. അപ്പോൾ ഞാൻ ഫാദറിനോട് പറഞ്ഞു, നിങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതം എൻജിനീയറിംഗ് ഹോമിച്ചു, ഇനി എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് എന്താണെന്ന് ചോദിച്ചു. എനിക്ക് സിനിമ പോകണം. എന്തായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഡയറക്ഷൻ പഠിക്കണം. അപ്പോൾ അന്ന് ഫാദർ ഡയറക്ടർ കമലിനൊരു കത്ത് തരിക, എന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ അതൊരു ഏജിയാണ്. എൻ്റെ കൂടെ വന്നത് ബാപ്പു അറക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ഫ്രണ്ടും ഫാദറിൻ്റെ ഫ്രണ്ടായി, പിന്നീട് എൻ്റെ ഫ്രണ്ടായി. കാട്ടുകുതിരയൊക്കെ പടം പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. അപ്പോൾ എന്നെയും കൂടി സത്യം പറഞ്ഞാൽ കാട്ടുകുതിര പൊന്നുച്ചാമിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ ഒരാളും കൂടി വേണം, ഇവനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെറുപ്പമായ പെട്ടെന്ന് സിനിമ പുള്ളിയുടെ ഞാനും കൂടി പോയി ചെല്ലുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ആൾക്കൂട്ടം. നമുക്ക് എത്ര വയസ്സ്? അന്ന് എനിക്ക് 25 വയസ്സേ ഉള്ളൂ. 25 വയസ്സിൽ. അപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം ഈ ഇരിങ്ങാലക്കുടയിൽ ഒരു സ്കൂളിൻ്റെ മുമ്പിലാണ്. മുരളിച്ചേട്ടനും ഗീതയും അഭിനയിക്കുകയാണ്. ആളുകളിങ്ങനെ ഒരു ഊശാൻ ചാടി വെച്ചൊരു ചെറുക്കൻ ആളുകളെയൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. കമൽ സാറിൻ്റെ ലൊക്കേഷനിൽ പോവുക. ബാപ്പു എൻ്റെ അടുത്ത് പറഞ്ഞു, ദേ ആ നിൽക്കുന്ന പയ്യനെ കണ്ടോ, അവനിൻ്റെയും താഴെ പോയി നിൽക്കേണ്ടി വരും. ഞാൻ ആ കത്തം കീറി കളയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രോട്ടോക്കോളിൽ ഇതൊക്കെ പഠിക്കാൻ ഡയറക്ടർ. അപ്പോൾ പുള്ളി ഒരു പാസിംഗ് കമൻ്റ് അടിച്ച, പ്രൊഡ്യൂസറായ എല്ലാം പഠിക്കാതെ പറഞ്ഞു. അപ്പോൾ അത് മനസ്സിൽ കയറ്റി ആ ആളെ മാറ്റാൻ നിൽക്കുന്ന ആളായിരുന്നു ലാൽ ജോസ്. പിന്നീട് വേറെ കാര്യം. പിന്നെ ഞാൻ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ കാര്യം ഡയറക്ഷൻ പഠിക്കാൻ വേണ്ടി പടം പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആ പടം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനെല്ലാം നോക്കിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അവഗണനകൾ കിട്ടിയ ഒരു കാലഘട്ടവും കൂടിയാണത്. SPBയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കോതണ്ടപാണി ഡബ്ബിംഗ് തിയേറ്ററിൽ വെച്ചാണ്. അത് SPBയുടെ ഇതാണ്. ആ മനുഷ്യനായിട്ടുള്ള ബന്ധം വളരെ വലിയ ബന്ധമായി മാറി. പിൽക്കാലത്ത് എന്നോട് അത്ര അടുപ്പമായിരുന്നു. ദളപതിക്ക് ശേഷം ദാസേട്ടനും SPBയും കൂടി പാടുന്ന എൻ്റെ പടത്തിലാണ് കിണർ. എനിക്കന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പാടുക മാത്രമല്ല, അവരൊരുമിച്ച് അതിനകത്ത് അഭിനയിക്കുകയും ചെയ്തു. ജീവിതത്തിലെ ഏറ്റവും വലിയ അനർഘ നിമിഷങ്ങളിലൊന്നാണത്. SPB ഞാനുമായിട്ടുള്ള ബന്ധം ഭയങ്കരമായിരുന്നു. ഒരു ഇമോഷണലാണ്. ചിലപ്പോൾ ഞാൻ ഇമോഷണലായി പോകും, അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരാൾ മാത്രത്തിൻ്റെ സമയത്ത് എഡിറ്റ് സൂട്ടി തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നിർമ്മാതാവായിട്ടും എഡിറ്ററോട് ഇറക്കി വിട്ടു. ആവശ്യമില്ലാത്തവർ ഇറക്കി പോകണമെന്ന് പറഞ്ഞു. എനിക്കതിലിപ്പോൾ വിഷമമൊന്നുമില്ല. പുള്ളിയുടെ ഭാഗത്ത് ശരിയുണ്ടാവും. ഞാൻ ഈ പഠിക്കാൻ വേണ്ടിയുള്ള ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. AVMൻ്റെ തൊട്ടടുത്ത് ഭരണി സ്റ്റുഡിയോ ആയിരുന്നു തോന്നുന്നു, ഭരണിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ നിന്ന് ഞാൻ നടക്കുമ്പോൾ ചെറുതായിട്ട് മഴ വേണം. ഞാൻ അവിടെ നിന്ന് അശോക് നഗർ വരെ നടന്നു. എൻ്റെ കണ്ണുനീർ ഒരുപാട് റോഡുകൾ വീണിട്ടുണ്ട്. ഈ മഴയത്ത് ആ കണ്ണുനീര് ഭയങ്കരമായിട്ട് എന്നെ, കാര്യം ഞാൻ അത്രമാത്രം ഒരു നിർമ്മാതാവ് അത്രയ്ക്ക് ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണോ എന്നെനിക്കന്ന് തോന്നി. എനിക്ക് ഭയങ്കര ഇൻസൾട്ടഡായിട്ട് തോന്നി. പിന്നീട് വർഷങ്ങൾ വെച്ച് ഞാൻ ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ ഇതേ ആളെന്നെ കാണാൻ വന്നിരുന്നു എഡിറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് പോട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവഗണനകൾ എനിക്കുണ്ടായിരുന്നു. ഡബ്ബിംഗ് തിയേറ്ററിൽ നിന്ന് വെച്ചൊരു വലിയ ആളെന്നെ അവഗണിച്ചു, ഇൻസൾട്ട് ചെയ്തു. ഒരു കാര്യമില്ലാതെ കണ്ണു നിറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ രാജാമണി ചേട്ടനാണ് എന്നെ അന്ന് മ്യൂസിക് കോർഡിനേറ്റ് ചെയ്ത. രാജാമണി ചേട്ടനും പിന്നെ BGMും മ്യൂസിക്കും ജോൺസൺ മാഷുമായിരുന്നു. ജോൺസൺ മാഷുമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. ഈ മ്യൂസിക്കിനോട് ഭയങ്കര രാജാമണി ചേട്ടനുമായിട്ട് എനിക്ക് അതുപോലത്തെ ബന്ധമായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോതണ്ടപാണി ഡബ്ബിംഗ് തിയേറ്ററിൻ്റെ പുറത്ത് ഇൻസൾട്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു വേദന വേറൊന്നുമില്ല. ഒരാളെ അവഗണിക്കപ്പെടുക എന്നുള്ളത്, അതും ആ സിനിമയ്ക്ക് അകത്ത് നിൽക്കുന്ന ഒരു. അപ്പോൾ ഞാനതിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ രാജാമണിച്ചേട്ടൻ വന്ന് ഇങ്ങനെ തട്ടിയിട്ടങ്ങ് നടന്നുപോയി. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ബോയ് വന്നിട്ട് എൻ്റെ അടുത്ത്, സാർ ഷാപ്പിടുവാ, ഞാൻ ഭക്ഷണം വേണ്ടെന്നു. അപ്പോൾ എനിക്ക് ഈ ബ്ലേഡായിട്ട് എനിക്ക് കാണാം രാജാമണിച്ചേട്ടൻ ആരോടോ സംസാരിക്കുന്നു. അപ്പോൾ അവിടുന്ന് മറ്റേ ആൾ പറഞ്ഞു, ചിന്നപ്പയ്യൻ തന്നെ. ആ ആൾ നടന്ന് എൻ്റെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ എനിക്കങ്ങോട്ടും ഈ ഇൻസൾട്ട് ചെയ്ത് വിഷമം ഇങ്ങനെ സഹിക്കാൻ പറ്റാതെ ഞാൻ നിൽക്കുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് കൈ തന്നിട്ടുണ്ട്. ഹലോ, ഐ എം SP ബാലസുബ്രഹ്മണ്യം. അപ്പം ഞാനിങ്ങനെ, കാര്യം അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ കോളേജിൽ കേളടി കൺമണിയും അങ്ങനെ എത്രയോ നിലാവേവായ എത്രയോ പാട്ടുകൾ പുള്ളി എന്നതുണ്ട്. വാ എന്ന് പറഞ്ഞു പുള്ളി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം എനിക്ക് തരിക. അപ്പോൾ പുള്ളിൻ്റെ പറയാ, ഭക്ഷണത്തിനെ ഒരിക്കലും നോ പറയരുത്, നിനക്കും ഒരു കാലം വരും, ഈ ഇൻഡസ്ട്രിയിൽ നീയും വരും, ഞാനാ പറയുന്നത് എന്ന് പറഞ്ഞ് എന്നെ അന്ന് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. ആ ബന്ധം അതേ മരിക്കുന്നവരെ ഉണ്ടായിരുന്നു. ഞാനും M. ജയചന്ദ്രനും ഒരുമിച്ച് പഠിച്ചതാണ്. അത് ഏത് സിനിമയുടെ ലൊക്കേഷനായിരുന്നു? ഒരാൾ മാത്രം. എന്നിട്ട് ഞാനും M. ജയചന്ദ്രനും ഒരുമിച്ച് പഠിച്ചതാണ്. പിൽക്കാലത്ത് അവൻ മ്യൂസിക് ചെയ്ത് കിണറിൽ, ആ സിനിമയിൽ SPBയും ദാസേട്ടനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് ഒരുമിച്ച് പാടി. ദാസേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹം. ദാസേട്ടനും ഫാദറും ഭയങ്കര അടുപ്പമായിരുന്നു. ഫാദറിന് അങ്ങനെ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്. ഈ ദാസേട്ടന് ഭയങ്കര കാര്യമാണ്, വലിയ കാര്യമായിരുന്നു എൻ്റെ അടുത്ത്. എന്നെ ഡയറക്ടറാക്കിയ ആളുടെ പേരും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് മ്യൂസിക് ഡയറക്ടർ MG രാധാകൃഷ്ണൻ ചേട്ടനാണ്. എന്നെ സംവിധായകനാക്കിയത് അദ്ദേഹമാണ്. അപ്പം അദ്ദേഹവുമായിട്ട് എനിക്ക് അത്ര ആത്മബന്ധമാണ്. അപ്പം പപ്പി ചേച്ചി, അദ്ദേഹത്തിൻ്റെ വൈഫ് ഉണ്ടാക്കി തരുന്ന ദോശയുടെ രുചി ഒരിക്കലും എൻ്റെ നാവന്തുമ്പത്തിന് പോവില്ല. രാജാകൃഷ്ണനാണ് മിക്കവാറും എൻ്റെ സിനിമകളുടെ ഓഡിയോഗ്രാഫി, അതായത് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മോൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് എൻ്റെ ലൈഫിൽ ഞാൻ നടന്നു കയറുമ്പോൾ എന്നെ സഹായിച്ചവരും
എന്നെ വേദനിപ്പിച്ചവരും ഒക്കെ ഉണ്ട്. വേദനിപ്പിച്ചവരോട് എനിക്ക് അങ്ങനെ വിരോധമൊന്നുമില്ല. കാര്യം അതൊക്കെ എന്നെ മുന്നോട്ട് നയിക്കാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ ഇപ്പോൾ താങ്കൾ പറയുമല്ലോ നിഷേധി എന്ന് പറയുന്നതിൻ്റെ കാരണം സിനിമയിൽ വരുന്ന കാലത്തിലുള്ള നിഷാദല്ല ഇപ്പോഴത്തെ നിഷാദ്. എൻ്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ടാണ് ഞാനിതൊരു പൊയ്മുഖമോ അതോ അല്ലെങ്കിൽ മുഖംമൂടിയോ ഒന്നുമല്ല. ഞാനൊരു വളരെ പച്ചയായിട്ട് ചിന്തിക്കുകയും അങ്ങനെ പോകുന്ന ഒരാളാണ്. ഒരു സത്യസന്ധമായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. ഓണസ്റ്റ്ലി നിഷാദ്, ഞാൻ ഈ ഷൈൻ വിത്ത് നളൻ തുടങ്ങിയിട്ട് ഐ തിങ്ക് ഇതൊരു ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ 30ഓളം എപ്പിസോഡ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഗസ്റ്റുകൾ ഈ ഹോട്ട് സീറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ത്രൂ ഔട്ട് തുടങ്ങിയിടം തൊട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഷവർ ചെയ്യാം. കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നസീർ സാർ തുടങ്ങി, ഇങ്ങനെ SPB തുടങ്ങി, രാജാമണി സാർ തുടങ്ങി, യേശുദാസ് സാർ തുടങ്ങി, ഗ്രാറ്റിറ്റ്യൂഡ് ഷവർ ചെയ്യാൻ. നിഷാദ് എന്ന് പറയുന്നൊരു വ്യക്തിത്വത്തിനോട് അടങ്ങാത്ത ഒരു സ്നേഹവും എന്നിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് കോൺവെർസേഷൻ ഇസ് ഗെറ്റിംഗ് ടു ഇമോഷണൽ വിത്ത് എ ലോട്ട് ഓഫ് ലവ്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് a wonderful human being, director Nishad. Stay connected. Shine with Nalin. Welcome back. You are in conversation with director M.A. Nishad. നിഷാദിൽ തന്നെ ഉണ്ടല്ലേ നിഷാദ് അല്ലേ? നിഷേധി എന്ന് വിളിക്കാം. നിഷേധി ഒരു കൊച്ചു നിഷേധിയാണെങ്കിലും ഒരുപാട് സ്നേഹം കുടികൊള്ളുന്നൊരു മനസ്സുമായിട്ടാണ് കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. നിഷാദ്, 12ഓളം സിനിമകൾ ഒക്കെ ഇൻ യുവർ ലൈഫ്, അതിൽ താങ്കൾ ഫിയർ ചെയ്യുന്നത് ഒരു ബോക്സ് ഓഫീസ് ഫെയിലുവറിനെയാണോ അതോ ജനങ്ങളുടെ ക്രിറ്റിസിസമാണോ? എനിക്ക് ക്രിറ്റിസിസം ഒരിക്കലും ഞാൻ ഫിയർ ചെയ്തില്ല. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എനിക്ക് ഇഷ്ടമാണ്. ക്രിയാത്മകമായ എല്ലാ വിമർശനങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വ്യക്തിപരമായ ആക്ഷേപങ്ങളോട് മാത്രമേ ഉള്ളൂ എനിക്ക് എതിർപ്പുള്ളൂ. ഇപ്പോൾ ഒരാൾ തിയേറ്ററിൽ കയറുമ്പോൾ അയാളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമുക്കതിനുള്ള അളവുകോൾ യാർഡ് സ്റ്റിക്ക് നമുക്കില്ല. ഇപ്പോൾ താങ്കൾ വളരെ റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ഒരു സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ താങ്കൾ കുറച്ചുകൂടി റിസപ്റ്റീവ് ആയിരിക്കും. വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടും നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടും ടെൻഷൻ കാരണമായിട്ട് ഒരാൾ വരുന്നു, അയാളെ ചിലപ്പോൾ അത് കണക്ട് ചെയ്യണമെന്നില്ല. സിനിമയെ ഞാൻ ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സിനിമയ്ക്ക് കുറച്ചും കൂടിയൊക്കെ റിയലിസ്റ്റിക് സ്വഭാവം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെല്ലാ പ്രേക്ഷകരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഞാൻ കൂടുതൽ പത്രം വായിക്കുന്നത് കൊണ്ടും നമ്മുടെ ചുറ്റും നടക്കുന്ന വിഷയങ്ങളെപ്പറ്റി നല്ല ബോധവാനായതുകൊണ്ടും ആയിരിക്കാം എൻ്റെ സിനിമകൾ സംവേദിക്കുന്നത് അത്തരം വിഷയങ്ങളാണ്. എനിക്ക് ഈ ലോജിക്കില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് വേറൊരു കുപ്പായം തയ്ച്ച് അങ്ങോട്ട് നിൽക്കാൻ മനസ്സനുവദിക്കാത്തതുകൊണ്ടാണ്, വേറൊന്നുമില്ല. ഞാൻ അങ്ങനെ ഫിയർ ചെയ്യുന്നില്ല. പക്ഷേ ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു വസ്തുത തന്നെയാണ്. എനിക്ക് അങ്ങനെ വലിയ ബോക്സ് ഓഫീസ് ഇതൊന്നുമില്ല. വൈരവും ആയുധവും അങ്ങനെ 1-2 സിനിമകൾ മാത്രമേ ഉള്ളൂ എനിക്ക് തിയേറ്ററിൽ നല്ല ഇത് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ കോസ്റ്റ് കുറച്ച് സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് പ്രൊഡ്യൂസേഴ്സിനെ മാക്സിമം സേഫ് ആക്കാൻ നോക്കുക. അതുകൊണ്ട് എനിക്ക് പ്രൊഡ്യൂസറെ കിട്ടുന്നത്, അല്ലാതെ എനിക്ക് യാതൊരു മാജിക്കൊന്നുമില്ല. മനസ്സിലായോ? റിയാലിറ്റിയിലാണ് കൂടുതലും കണക്ട് ചെയ്യുന്നത് അല്ലേ? റിയാലിറ്റി മൂവീസ്. കാരണം മറ്റൊരു കുപ്പായം ഇട്ട് മറ്റൊരു വ്യക്തിത്വമായല്ല, അത് ചുമന്നുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാവും അല്ലേ? വലിയ പാടാണ്. ഇപ്പം ആൾക്കാർക്ക് കൂടുതലും ഈ M.A. നിഷാദിനെ പറ്റി തെറ്റിദ്ധാരണകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുമോ? അത് ഓരോരുത്തരുടെ ധാരണയാണ്. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ള അവരാണ് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വല്ലാത്ത ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വ്യക്തിപരമായി എടുക്കുന്നവരാണ് കൂടുതലും. ആശയപരമായിട്ട് എടുക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. ആ കോൺസെപ്റ്റ് ഞാൻ ആ കോൺസെപ്റ്റ് വെച്ചാണ് പറയുന്നത്. എൻ്റെ സിനിമയിൽ മധുസാറ് മുതൽ ഇന്ന് ഇങ്ങേറ്റം ധ്യാൻ ശ്രീനിവാസൻ വരെ അഭിനയിച്ചിട്ടുണ്ട്. പല സിനിമകളും നിർമ്മിച്ചതും സംവിധാനവും ചെയ്തിട്ട് 162ഓളം താരങ്ങൾ. ഈയിടയ്ക്ക് ഞാൻ കണക്കെടുത്ത് എത്ര താരങ്ങൾ എൻ്റെ സിനിമയെ നമുക്ക് അഭിനയിച്ചിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. 162ഓളം താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് സൗഹൃദം വളരെ കുറച്ച് പേരുടെ ഉള്ളൂ. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഒരുപാട് താരങ്ങളായിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റി. ഇപ്പോൾ ആക്ടർ എന്ന നിലയിൽ ആക്ടറാകുക എന്നുള്ള അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. അതിങ്ങ് വന്ന് ഭവിക്കുകയാണ്. എനിക്ക് പറ്റുന്ന വേഷം. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ട്യൂമൻ എന്ന് പറഞ്ഞ സിനിമ, ആ ട്യൂമൻ എന്ന് പറഞ്ഞ സിനിമ അബൂബക്കർ എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് പരിചിതമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഗൾഫിൽ പോകുന്ന ആളാണ്. എനിക്കൊരു ഗോൾഡൻ വിസയുണ്ട്. എൻ്റെ അനിയൻ്റെ ബിസിനസ്സിൽ ഞാൻ പാർട്ട്ണറാണ്. അപ്പോൾ സിനിമയില്ലെങ്കിലും ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ല, അതൊക്കെ ജീവിക്കാൻ പറ്റും. അരി വാങ്ങിക്കാം. അത് മാത്രമല്ല ആർഭാടം വളരെ കുറവുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഒരു പരിധിക്കപ്പുറം
ഈ ആർഭാടം കാണിക്കാൻ എനിക്കിഷ്ടമല്ല. ഐ എം ബ്ലെസ്ഡ്. എനിക്ക് അങ്ങനെ ഒരു ഫാമിലിയിൽ ജനിക്കാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ ഫാദറിൻ്റെ ഫാദറാണെങ്കിൽ കോട്ടയം മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു ഗ്ലാമറിൻ്റെ പളപളപ്പിലൊന്നും പോകാറില്ല. ആൻഡ് ഐ എം എ ടീ ടോട്ടലർ. അത് താങ്കൾക്കറിയാമല്ലോ. നമ്മൾ ആവശ്യമില്ലാത്ത ഒരു വയസ്സസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉള്ളൂ. ഈ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാം. ചില നിലപാടുകൾ ഞാൻ സത്യസന്ധമായി പറയും. പക്ഷെ അതൊക്കെ കൂടുതലും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, എല്ലാം തികഞ്ഞൊരു വ്യക്തിയില്ല. ഞാൻ പറയുന്നതിലും തെറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അതാണ് എൻ്റെ ചോദിക്കുക. അതിനെ വേറൊരു ആംഗിൾ കൊടുക്കുമ്പോൾ ഉള്ള വിഷമം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു താങ്കളുമായിട്ടുള്ളൊരു ഡിസ്കഷനിൽ ഒരു കോൺട്രവേഴ്സി സാധനം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളൊരു വേറെ ലെവലിലുള്ള കോൺട്രവേഴ്സിക്ക് വേണ്ടി ആരും സംസാരിക്കുന്നില്ല. കാര്യം എനിക്ക് താങ്കളുടെ ഈ പോഡ്കാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം കുറച്ചും കൂടി ഒരു ഹേർട്ട് ടു ഹേർട്ട് കോൺവെർസേഷനാണ്. എനിക്കതാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഐ എം കീപ്പിംഗ് മം. പല കാര്യങ്ങളും എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ പ്രേം നസീറിനെ അധിക്ഷേപിച്ച ഒരാൾ സംസാരിക്കുമ്പോൾ അത് ശരിയല്ലാന്ന് ഞാൻ പറയണ്ടേ? ഞാനെങ്കിലും പറയണ്ടേ? എത്ര പേര് പറഞ്ഞു? അത് മാത്രമല്ല നിഷാദ്, ഒരു സംശയം എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല താങ്കൾ മറ്റൊരാളോട് ബിഹേവ് ചെയ്യുന്നത്. കാരണം താങ്കളോട് എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് താങ്കൾ അങ്ങനെ വേണ്ട റിയാക്ട് ചെയ്യാൻ. തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ ജനങ്ങൾ ഇതിനെ ഒരാളുടെ ക്യാരക്ടറിനെ സ്ഥിരീകരിക്കുന്നത്? ഇപ്പം ഞാൻ നിഷാദൊക്കെ അടുത്ത് ഡീൽ ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല ഞാൻ. കാരണം എനിക്ക് അയാളുടെ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അയാൾ വിളിക്കുന്നതും അയാളുടെ അടുത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതെല്ലാം ഡിഫറൻ്റ് ആയിട്ടായിരിക്കും. ഏട്ടൻ്റെ അടുത്ത് ഡിഫറൻ്റ് ആയിട്ടായിരിക്കും, മറ്റൊരു വ്യക്തിത്വത്തിൻ്റെ അടുത്ത് ഡിഫറൻ്റ് ആയിട്ടായിരിക്കും. അങ്ങനല്ലേ മനുഷ്യരങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ജനറൽ സംസാരത്തിൽ അയാൾ മുടയാണ്ടേ, അയാൾ ശരിയല്ല, അയാളുടെ സംസാരം ശരിയല്ല, അയാൾക്ക് എല്ലാം തികഞ്ഞൊരു ഭാവമാണ്, അയാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാളെ വായിരിക്കുന്ന കേട്ടിട്ട് പോകേണ്ടി വരും. ഒരു ഇൻസിഡൻറ്റ് പറ. എൻ്റെ ലൈഫിൽ എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? അതില്ല. അഭിപ്രായം ഞാൻ പറയും. അതില്ല. അത് എൻ്റെ അഭിപ്രായം ഇരുമ്പലൊക്കെ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റാണെങ്കിൽ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിനെയും കൂടി ബാധിക്കുന്ന വിഷയത്തിൽ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. പേഴ്സണലായിട്ട് എന്തോ ഒരു അറ്റാക്ക് എനിക്ക് വരുന്നുണ്ട്. ഞാൻ എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ട്? ഇല്ല. എനിക്കെതിരായിട്ട് വരുന്ന പേഴ്സണൽ കമൻസും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടൊക്കെ വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ജാതീയപരമായിട്ടുള്ള അധിക്ഷേപം വരെ ഉണ്ട്. വളരെ മോശമാണ് അതൊക്കെ. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എന്നെ അടുത്തറിയുന്നവർ ഏറ്റവും സെക്യുലർ ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. താങ്കളിപ്പോൾ സംസാരിച്ചതിനകത്ത് യേശുദാസ് സാറായാലും ശരി, SPB സാറിനായാലും കലാകാരന് പറ്റില്ല. താങ്കൾ മ്യൂസിക്കിന്റെ കാര്യമായാലും ശരി, മ്യൂസിക് വേൾഡിൽ രാജാമണി സാറിനായാലും ശരി, താങ്കളുടെ വാക്കുകൾ, MG രാധാകൃഷ്ണൻ ചേട്ടനാണെങ്കിലും അതെ, ലൈഫ് സൗഹൃദങ്ങൾ മുഴുവൻ അതെ. പക്ഷെ താങ്കൾ പേഴ്സണലി അറിയുന്ന ആൾക്കാരല്ല. കാരണം ജനറലി ഔട്ടർ സ്കേർട്ടിൽ കിടന്ന് സംസാരിക്കുക. അപ്പോൾ ഇത് ഇങ്ങനൊരു കോൺവെർസേഷൻ വന്ന സമയത്ത് ഞാൻ ചോദിച്ചൊരു ചോദ്യം, നിനക്ക് MA നിഷാദിൻ്റെ എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടോ? അതല്ലേ പ്രശ്നം. ഞാൻ പിന്നെ നീ ഇതെന്തിനാ പറഞ്ഞ അത് ഇന്ന ആള്? ഞാൻ അയാളെടുത്ത് അദ്ദേഹം അങ്ങനെ ഡീൽ ചെയ്യുന്നതിൻ്റെ പിറകിൽ വേറെ ചരിത്രം കാണും. നിനക്കില്ലെങ്കിൽ നീ പിന്നെ എന്തിനാ അങ്ങനെ പറ്റി പറയേണ്ട ആവശ്യം? അത് ആളുകൾ ചിന്തിക്കുന്നില്ല. ഒരു കഥ ഇവിടുന്ന് തുടങ്ങി ഇവിടെ കേട്ട് 4 വായിലൂടെ ട്രാവൽ ചെയ്ത് ഈ പറഞ്ഞ 5ാമത്തവും കേൾക്കുമ്പോൾ കഥ മാറി. മലയാളം ഇൻഡസ്ട്രി ഇന്ന് പല ഫണ്ടേഴ്സും 100 കോടി ക്ലബ്ബ്, 200 കോടി ക്ലബ്ബ്, അങ്ങനെയുള്ള ഡ്രാമകൾ നടക്കുകയാണ്. പല പ്രൊഡക്ഷനുമൊക്കെ പൊട്ടിപ്പാളീസാവുന്നതും നമ്മളെ ബോക്സ് ഓഫീസിൽ വന്നിട്ട് ചീഞ്ഞു പോകുന്നതുമായ വലിയ വലിയ സിനിമകളൊക്കെ കിടക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇനിയിപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ സിനിമകൾക്ക് ചാൻസ് ഉള്ളു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ചെറിയ പടങ്ങൾ ഇറങ്ങുന്നത്. ഇപ്പം വാഴ 2 പോലത്തെ ഒരു ചെറിയ പടം, നമ്മളെ സൈജു കുറുപ്പിൻ്റെ മോഹിനിയാട്ടം, ഇതൊക്കെ. അപ്പോൾ ഞാൻ ജനങ്ങൾക്ക് അപ്പോൾ ഇപ്പോഴും തിയേറ്ററിൽ ഇതൊക്കെ ഭയങ്കര സംഭവം തന്നെ. അപ്പം ഇങ്ങനെയുള്ള സാധാരണ പടങ്ങൾക്ക് അപ്പം ഇനിയും സ്കോപ്പ് ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. നമ്മൾ ഈ ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനേ പാടില്ല. കാര്യം വാഴ പോലത്തുള്ള സിനിമകൾ കാണാൻ ആഗ്രഹങ്ങൾ ഉള്ള ഒരു വിഭാഗമുണ്ട്. മാർക്കറ്റിംഗ് ഒരു വലിയ ഘടകമാണ്. ഒത്തിരി റിവ്യൂസ് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഏതൊരു ബ്ലോഗ് സ്ഥിരമായി എന്നെ കുറ്റം പറയും. 2 men പോലും പുള്ളി എന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നോട് എന്തോ തീരാത്ത അസൂയ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. മാവുള്ള മാവേലെ കല്ലെറിയുന്നു. അപ്പം ലെറ്റ് ഹിം ഡു ഹിസ് ജോബ്. അയാൾ അതിനകത്ത് ഒരു ഭയങ്കര സന്തോഷം കണ്ടു. നിഷാനെ കല്ലെറി, നിഷാനെ 2 തെറി പറയുമ്പോൾ ഹീസ് ഹാവിങ് സം ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ എന്തിനത് കളയുന്നത്? ലെറ്റ് ഹിം ഡു ദാറ്റ്. എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നമില്ല. ഞാൻ അതിനകത്ത് ഒരു തരത്തിൽ
ഈ അബ്യൂസീവായിട്ടുള്ള കമൻസ് വരുമ്പോൾ എൻ്റെ നിഷേധത്തരം ഞാൻ എടുക്കാറുണ്ട്. അവിടെ നിന്നും നിഷാദിൽ നിന്നും നിഷേധി മാറാറുണ്ട്. അത് അബ്യൂസീവ് ഒരു പരിധിക്കപ്പുറം. നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഇത്തരം ആളുകളുടെ ഈ ഫ്രസ്ട്രേറ്റഡ് മൈൻഡ്സിനോടൊന്നും ഞാൻ ഒരു തരത്തിൽ പോലും. പക്ഷേ ഞാൻ ഈ റിവ്യൂസോട് പറയാറുണ്ട്, നിങ്ങൾ റിവ്യൂ എഴുതിയോ, നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം അതൊന്നും പിന്നെ ആർക്കും പിന്നെ ഒഴിവാക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തടയാൻ പറ്റത്തില്ല. അത് ഇന്ത്യൻ ഭരണഘടന അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. പക്ഷേ ഗീവിങ് എ ബ്രീത്തിങ് ടൈം, ഒരു പടം ഇറങ്ങി ഒരു ബ്രീത്തിങ് ടൈം കൊടുക്കും. ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാമല്ലോ, നിങ്ങൾക്ക് പറയാമല്ലോ. റിക്വസ്റ്റ് ഒരു സംവിധായകനും സിനിമ നശിച്ചു പോകാൻ വേണ്ടി എടുക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ സംസാരമായിട്ടുള്ള കാര്യം താങ്കളടുത്ത് എനിക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടി പടങ്ങളെടുത്ത് പൊട്ടിക്കുന്നു എന്നിട്ട് പൈസ എഴുതി തള്ളുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ആരും ബ്ലാക്ക് മണി ആയിട്ട് എന്നെ സമീപിച്ചിട്ടില്ല. കാരണം ഞാൻ സ്റ്റാർട്ടഡ് മൈ കരിയർ ആസ് എ പ്രൊഡ്യൂസർ. ഞാൻ എൻ്റെ ഹാർഡ് ഏൺഡ് മണിയും കൊണ്ട് വന്ന് കാശ് കുറേ പോവുകയും ചെയ്തിട്ടുണ്ട്, കടകളും വന്നിട്ടുണ്ട്, പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവാം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല, കാണാത്തൊരു കാര്യത്തെപ്പറ്റി ഞാൻ ചോദിച്ചേ. കാരണം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ചില പടങ്ങളൊക്കെ മേക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മളെ പലരും വിളിച്ചിട്ട് പറയും, എടാ അത് ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടി എടുത്തതാണ്. അതിനകത്ത് കാരണം ഒരു ലോജിക്കും ഇല്ലാണ്ടേ ഈ പടത്തിന് എന്തിനാ കാശ് മുടക്കിയെന്നൊക്കെ. കാരണം സിനിമയെ പറ്റി ഒരു ആവറേജ് കേൾക്കുമ്പം ഒരു ഐഡിയ കിട്ടും, കണ്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഈ OTT പ്ലാറ്റ്ഫോമൊക്കെ ഇപ്പോൾ വലിയ സഹായമായിട്ടുണ്ടോ? ഇതേ നമ്മുടെ ആളുകൾ തന്നെയാണ് ഇതെല്ലാം നശിപ്പിച്ചത്. ഇപ്പോൾ ഈ സാറ്റലൈറ്റ് ഒരു മലയാള സിനിമയിലെ പ്രൊഡ്യൂസേഴ്സിനൊരു ആശ്വാസമായിരുന്നു, അത് നശിപ്പിച്ചു. അതായത് പറഞ്ഞ സമയത്ത് സിനിമയും തീരത്തില്ല, ആ കാശും മേടിച്ചിട്ട് പൊട്ടടിച്ച് കളയുന്നു, അങ്ങനെയൊക്കെ എല്ലാവരും അല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അവർ കുറച്ചുകൂടി വിജിലൻ്റായി. അവരൊന്ന് പടം ഇറങ്ങി കൊള്ളാങ്കിലും എടുക്കത്തോളം തോന്നുന്നു. ആർക്ക് പോയി? ഈ OTT അതുപോലെ തന്നെയാണ്. ആ സാറ്റലൈറ്റ് പോകാനുള്ളൊരു പ്രധാന കാരണം ഒരു വലിയ സംവിധായകൻ ഒരു വലിയ പടത്തിൽ ഒരു നടൻ കുറച്ചേ ഉള്ളായിരുന്നു, പക്ഷേ ആ നടനെ വെച്ച് മാർക്കറ്റ് ചെയ്തു. അവനാകെ 1-2 സീനിലേ ഉള്ളൂ. ആ ഒറ്റ കാരണം കൊണ്ടല്ലേ സാറ്റലൈറ്റിൻ്റെ ബിസിനസ് താഴെ പോയത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാര്യം ഇനി വരുന്ന തലമുറയ്ക്കും നിർമ്മാതാക്കൾ ഇപ്പോൾ ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. നിർമ്മാതാക്കൾ വേണ്ടേ? നിർമ്മാതാക്കൾ ഇല്ലെങ്കിൽ സിനിമയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരിക്കും. ഇപ്പോൾ OTTയുടെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു, ഓവർ ദ ടോപ്പ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ OTTയുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യം ഇഷ്ടംപോലെ പടങ്ങൾ എടുക്കുമായിരുന്നു. അതുള്ള ചപ്പും ചവറും ഒക്കെ ഈ പറയുന്നത് പോലെ OTT കാശും മേടിച്ചില്ലാത്തത്. അപ്പോൾ അവരൊന്ന് സ്റ്റോപ്പ് ചെയ്തു. അവരെന്ത് ചെയ്തു? പടം അവർ കാണും, അവർക്ക് കണക്റ്റഡ് ആവുമോ, ദേ വിൽ ടേക്ക് ഇറ്റ്. അല്ലെങ്കിൽ പടം ഇറങ്ങി ഹിറ്റായോ അവരെടുക്കും. പിന്നെയുള്ളത് പേപ്പർ വ്യൂ ആണ്. അപ്പോൾ പേപ്പർ വ്യൂ മനോരമ എടുക്കുന്നുണ്ട്, സൺ TV എടുക്കുന്നുണ്ട്. പക്ഷേ ആമസോണിലും നെറ്റ്ഫ്ലിക്സിലും സോണി ലൈവിലും വരുമ്പോഴാണ് റീച്ച് കൂടുതൽ വരുന്നത്. സിയും ഒക്കെ ഉണ്ട്, ജിയോ ഹോട്ട്സ്റ്റാർ ഹോട്ടൽ സ്വാഭാവികമായിട്ടും അവർ ടൈക്കൂൺസാണ്, അറിയാതെ വിട്ടുപോയതാണ്. തീർച്ചയായിട്ടും ഈ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ സിനിമ വരുമ്പം അത് കാണാൻ വ്യൂവേഴ്സ് കൂടുതലാണ്. പിന്നെ അന്യഭാഷാ സിനിമകളിലേക്ക് ഡബ് ചെയ്തിറക്കാം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. ഒരു പരിധിക്കപ്പുറം കോസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇത് റിക്കവർ ചെയ്യാൻ പാടാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പ്രൊഡ്യൂസർമാരുടെ അടുത്ത്, ഇപ്പോൾ താങ്കളുടെ സംവിധായകൻ എന്നവിടെ നിൽക്കട്ടെ, ഈ പ്രൊഡ്യൂസർമാർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരുടെ കുടുംബം നശിച്ചു പോയിട്ടുണ്ട്, ഒരുപാട് പേരുടെ ജീവിതം വഴിമുട്ടിയിട്ടുണ്ട്, ഒരുപാട് പേര് ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ചോദിക്കാനുള്ളത്, വലിയ താരങ്ങളെ വെച്ച് ഒരു സിനിമ എടുത്തിട്ടുണ്ട്, ഹിറ്റാക്കിയിട്ടുണ്ടായിരിക്കാം, പിന്നൊരു അവസരത്തിലായിരിക്കാം പൊട്ടിപ്പോയത്. അങ്ങനെ ഈ പ്രൊഡ്യൂസറിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണോ മലയാള സിനിമ? ഒന്നത്. രണ്ടാമത്, ഇപ്പോൾ പ്രൊഡക്ഷൻ കമ്പനി വന്നിട്ടുണ്ട്. അപ്പം വരുന്ന എല്ലാം പ്രൊഡക്ഷൻ കമ്പനികൾ വലിയ പ്രൊഡക്ഷൻ കമ്പനികളാണ്. അതല്ലാണ്ട് ഈ വ്യക്തിത്വങ്ങൾ, നല്ല വ്യക്തിത്വങ്ങൾ, പണ്ട് പെട്ടിയും പ്രമാണവും ഒക്കെ പണയം വെച്ച് വന്ന് നമ്മളെ കൂടെ സിനിമ എടുത്ത പഴയ കുറേ പ്രൊഡ്യൂസർമാരും കാണുമല്ലോ. അല്ലെ, ഒരു പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു, പണ്ട് വലിയ സിനിമകളൊക്കെ എടുത്ത കൊല്ലം കരുനാഗപ്പള്ളിയിലുള്ളൊരു പ്രൊഡ്യൂസറാണ്. പുള്ളി ഭയങ്കര പ്രയാസത്തോടുകൂടിയാണ് സംസാരിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ്, ഞാൻ വെറുത്തുപോയി ഷെഫേ, ഞാൻ അതുകൊണ്ട് പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, നന്ദിയുണ്ടോ ഈ വ്യക്തിത്വങ്ങൾക്കെല്ലാം? ഇത് അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിച്ച് പോവുകയല്ലേ. അപ്പം ഇത്രയൊക്കെ കാശ് മുടക്കി അന്ന് തോളത്ത് കൈവിട്ട് നമ്മളാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടന്നിട്ട് ഇവരൊക്കെ ആലുവ മണപ്പുറത്ത് ആണെന്ന ഒരു ബന്ധം പോലും കാണിക്കാറില്ല, അല്ലേ? ശരിയല്ലേ? താരങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് ഈ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറയാണ്. എൻ്റെ അനുഭവമല്ല, ഇത് താങ്കൾ നിഷേധിക്കുമോ? ഒരിക്കലും നിഷേധിക്കില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. ലോകത്തൊരേ ഒരു ബിസിനസ്സേ ഉള്ളൂ, മുതലാളി തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് തൊഴിലാളിയാവുന്നത്. അത് സിനിമയാണ്. നിർമ്മാതാക്കൾ, എല്ലാ സിനിമയല്ല,
കാര്യം ഇതെന്ന് പറഞ്ഞാൽ തൊഴിലാളി എന്ന് പറഞ്ഞാൽ മോശമായിട്ടൊന്നുമല്ല, അയാളെ കയ്യിൽ നിന്ന് പോകും. കാശ് കൊടുത്തിട്ട് അങ്ങോട്ട് സാറേന്ന് വിളിക്കേണ്ട പണി. അതാ ഞാൻ പറഞ്ഞു, ഒരു ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. നല്ല ചിത്രം വരയ്ക്കണ്ടേ? എനിക്ക് ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാമറാമാൻ ഉൾപ്പെടെ, എഡിറ്റർ ഉൾപ്പെടെ, സംഗീത സംവിധായകൻ ഉൾപ്പെടെ പട്ടിപ്പുച്ഛത്തോടുകൂടി ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് പെരുമാറുന്നത് തെറ്റല്ലേ? ടെക്നീഷ്യൻസ് പെരുമാറുന്ന തുലവും കുറവാണ്, ടു ബി ഫ്രാങ്ക്. അങ്ങനെ പെരുമാറുന്ന ക്യാമറാമാൻമാരുണ്ടാവാം, അങ്ങനെ പെരുമാറുന്ന എഡിറ്റർമാരുണ്ടാവാം. പക്ഷേ 90% ടെക്നീഷ്യൻസും അങ്ങനെയല്ല. അല്ല. കാരണം പറഞ്ഞുതരാം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പടം ഇല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കലമ്പേവത്തില്ല. അത് അവർക്കറിയാം. ഇതറിയാതെ കുറച്ച് സ്റ്റാൻഡിലെത്തിയവന്മാരുടെ അഹങ്കാരമാണ് ഈ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സിനിമയുടെ ബഡ്ജറ്റിലെ 50% ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ കൊടുക്കണം തീർച്ചയായിട്ടും. പക്ഷെ അവർ മനസ്സിലാക്കണം, നമ്മുടെ സിനിമയുടെ മാർക്കറ്റിംഗ് ഏരിയ വളരെ കുറവാണ്. നമുക്കൊരു സിനിമ എടുത്താൽ എത്ര രൂപ കിട്ടും? പല നടന്മാരും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാക്കി. ഇപ്പോൾ കൈ പൊള്ളി തുടങ്ങിയപ്പം അവർക്ക് മനസ്സിലായി, നിർമ്മാണം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ജോലിയല്ല. ഒരു നിർമ്മാതാവിനെ മതിക്കാത്തിടത്തോളം കാലം ഈ ഇൻഡസ്ട്രി നിലനിൽക്കില്ല. ഇൻഡസ്ട്രിക്ക് ഭയങ്കരമായിട്ടുള്ള ഡൗൺഫോൾ വരും. അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ ഒരിക്കലും എതിർക്കുന്നില്ല, എല്ലാവരുമല്ല, പക്ഷെ ഭൂരിഭാഗം ആളുകളും നന്ദി കെട്ടവരാണ്. ഞാൻ ചോദിക്കുന്ന അപ്പോൾ സംവിധായകനോടാണ്. നിങ്ങളല്ലേ ഈ താരങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തത്? അതെ. അപ്പം നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ ഈ സോ കോൾഡ് താരങ്ങളുടെ ആവശ്യം ഉണ്ടോ ഡയറക്ടറെ? ഞാനതിന് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് മറുപടി പറയാം. യു ക്യാൻ നെവർ സീ എം.എ. നിഷാദ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ കാരവൻ. ഒരാളുടെയും കാരവൻ്റെയും പോകും. മമ്മൂക്കാടെ ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ മതിക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. വേറെ ഒരു തന്നെ കാരവൻ്റെ മുമ്പിൽ പോയിട്ട് അവൻ്റെ ഡേറ്റിന് വേണ്ടി ഞാൻ നിൽക്കില്ല. എന്നെ വിശ്വസിച്ച് വരുന്ന പ്രൊഡ്യൂസർമാരോട് ഞാൻ ആദ്യമേ പറയും, ഇന്ന ആർട്ടിസ്റ്റുകളൊക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ചില പ്രൊഡ്യൂസേഴ്സ് പറയും, ട്യൂമൻ കണ്ടിട്ടാണ് കേട്ടോ, ഈ ഒരു ക്യാരക്ടർ നിങ്ങൾ ചെയ്യണം എന്ന് പ്രൊഡ്യൂസർ പറയും. അഭിനയിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, ഈ പണി നമുക്കും അറിയാം. ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടിക്ക് സെക്കൻഡ് ലൈൻ ആവട്ടെ, തേർഡ് ലൈൻ ആവട്ടെ, മര്യാദയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു മാസം 2.5-3 ലക്ഷം രൂപ വരെ കിട്ടാം. ഒരു IAS ഓഫീസർക്ക് കിട്ടുമത് ഇല്ല. എന്താണ് അവനുള്ള പ്രിവിലേജ് എന്തൊക്കെയാണെന്നറിയാം. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ്റെ വണ്ടി പെട്രോൾ അടിക്കണ്ട, അവൻ ചെല്ലുമ്പോൾ താമസിക്കാൻ റൂം, ഭക്ഷണം, അവൻ്റെ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ അലക്കാൻ ഡോബി, 1 രൂപ അവൻ്റെ നിന്ന് ചിലവാവാതെ ഒരു പടം ചെയ്ത് അവൻ തിരിച്ചു പോവുകയാണ്. കിട്ടുന്ന കാശ് മുഴുവനും അവൻ്റെ പോക്കറ്റില്ല. കൊടുക്കാതെ വെച്ചാൽ പറ്റിക്കുന്ന പ്രൊഡ്യൂസർമാരെ കൊണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഭൂരിഭാഗമുള്ള ആളുടെ പറയാം, ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു ജോലിയുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ മനസ്സിലാക്കണ്ടേ, എടാ ഞാനിത് മര്യാദയ്ക്ക് നിന്നാലേ എനിക്ക് നാളെ. അങ്ങനെ നിൽക്കുന്നവരുണ്ട്. ഈ 1-2 പടം ഹിറ്റായിട്ട് എൻ്റെ കയ്യിൽ കൂടുതൽ കാശുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ഫ്ലാറ്റുകളും ഭയങ്കര എടുക്കാൻ പറ്റാത്ത വണ്ടികളൊക്കെ എടുത്ത് EMI അടയ്ക്കാൻ വേണ്ടി ഇപ്പോൾ കഷ്ടപ്പെട്ട് നടക്കുന്നുണ്ട് പലരും. കോവിഡ് എല്ലാത്തിൻ്റെയും ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു റിയാലിറ്റി ഫേസ് ചെയ്യണം. ഒരു കാരണവശാലും ഒരു പരിധിക്കപ്പുറം ആരും താങ്ങരുത്. എനിക്ക് ആ വിപിൻദാസിനോട് ഭയങ്കര റെസ്പെക്റ്റാണ്. ഈ വാഴ എടുത്ത പുതിയ പിള്ളേരെ വെച്ചിട്ട്, അല്ല ആ ആഷിറൊക്കെ കൊണ്ടുവന്നിട്ട് ഈ മറ്റേ സോഷ്യൽ മീഡിയ എന്നുള്ള പിള്ളേരെ വെച്ചിട്ടൊക്കെ പടം എടുക്കാൻ എനിക്ക് അസൂയ, സത്യം പറഞ്ഞു. കാര്യം എന്ത് രസകരമായിട്ടാണ് ഓരോ അങ്ങനെ വരട്ടെ, പുതിയ പിള്ളേർ വരട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. നിഷാദ്, വെൻ ഐ വാസ് ലുക്കിംഗ് ഇൻ ടു ദി ഇൻഡസ്ട്രി, ഒരു കാലത്ത് ഒരു മുറിയിലും 2-3 പേര് ഈ പറയുന്ന സോ കോൾഡ് മമ്മൂക്കയും മോഹൻലാലേട്ടനും ഒക്കെ ഒരു മുറിയിൽ കിടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്നും ഈ പരിണാമം ഉണ്ടാക്കിയതും സപ്പോർട്ട് ചെയ്തതും ഡെവലപ്പ് ചെയ്തതും എല്ലാം ഈ കാലഘട്ടത്തിലൂടെ ഈ പ്രൊഡ്യൂസറിന്റെ കാശും തന്നെ. അതല്ലാണ്ട് അവർ ചോദിച്ച് വാങ്ങിച്ച് മാറ്റങ്ങൾ ഉണ്ടായതല്ല. അവർ തന്നെയാണ് ഈ പ്രോട്ടോക്കോൾ എല്ലാം സെറ്റ് ചെയ്ത് ഓരോരുത്തരെ കംഫർട്ടബിൾ ആക്കി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. നൈസ്, കൊള്ളാം, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവരുടെ ബാക്കിലെല്ലാം ഒരു സംവിധായകനുണ്ടായിരുന്നു, ഒരു പ്രൊഡ്യൂസറിൻ്റെ കൂടെ ഒരു സംവിധായകനുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഞാൻ എന്നും എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കെപ്പോഴും ഡയറക്ടേഴ്സാണ് ഹീറോ. എനിക്കൊരു ഇപ്പോൾ അഭിലാഷ് പിള്ള എനിക്ക് ഭയങ്കര ഹീറോ ആണ്. സാജിദ് ദഹിയ കുറച്ച് സിനിമകളെ ചേരുള്ളൂ, എനിക്ക് ഹീറോ ആണ്. M.A. നിഷാദ്, ഇന്നിപ്പം താങ്കൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഹോട്ട് സീറ്റിൽ വരുന്നിരിക്കുന്ന വ്യക്തിത്വങ്ങൾക്കെല്ലാം ഒരു ഹമ്പിൾ ബാക്ക് സ്റ്റോറി ഉണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഈ സംവിധായകൻ എന്തുകൊണ്ട്, ഇപ്പം ഭരതനാട്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമ്പിൾ മൂവിയാണ്, ആ കാസ്റ്റിംഗ് എല്ലാം വളരെ സിമ്പിളാണ്. സ്ക്രിപ്റ്റ് നല്ല അടിപൊളി സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും താരങ്ങളെ സൃഷ്ടിക്കാൻ പറ്റും. അത് ഈ ഭരതനാട്യ മോഹിനിയാട്ടത്തിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ സൈജു കുറുപ്പാണ്. കാര്യം സൈജുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൈജു, അജു വർഗീസ്, അങ്ങനെ ഒരുപാട് നല്ല പിള്ളേരുണ്ട്. ഇപ്പോൾ സൈജുവിനൊക്കെ സിനിമയോടൊരു ഭയങ്കര പാഷനുണ്ട്.
അയാൾ പ്രൊഡ്യൂസ് ചെയ്ത് നല്ല സിനിമകൾ അയാൾ കൊണ്ടുവരും. ഇപ്പോൾ മോഹിനിയാട്ടം പോലൊരു സിനിമ, ഇപ്പോൾ എൻ്റെ ലേക്കിൽ അയാളൊരു നല്ല കഥാപാത്രം അവതരിപ്പിച്ചു. ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ നമുക്കുണ്ട്. ഉണ്ട്. കേരള ക്രൈം ഫയൽസ് അതിന് വലിയ എക്സാമ്പിളാണ്. വലിയ എക്സാമ്പിളാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ഒരിക്കലും എല്ലാ ആർട്ടിസ്റ്റുകളെയും ഇതാക്കുന്നതല്ല. റിയാലിറ്റി എന്താണെന്ന് അവർ മനസ്സിലാക്കണം. അല്ല, ആർട്ടിസ്റ്റുകളെ ആക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ഘടകമാണ്. കാരണം ഈ പുതിയ താരങ്ങളെല്ലാം ഉണ്ടായത് വേറൊരു നടൻ്റെ ഡേറ്റ് കിട്ടാതെ വന്നപ്പോഴോ ഇല്ലെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴോ ആണ് ഒരു പ്ലാൻ ബിയിലേക്ക് ആ പ്രൊഡ്യൂസറും ഡയറക്ടറും വേറൊരാളെ ഓപ്റ്റ് ചെയ്യുന്നത്. ഇതെന്താണെന്നറിയോ, ഇത് പലരും പറയാത്തൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വേറെ ഒന്നൊരു കോൺട്രവേഴ്സി ഒന്നും ആവത്തില്ല, ഒരു വസ്തുതയാണ്. ഇൻസെക്യൂരിറ്റി ഒരു പ്രശ്നമാണ്. അതായത് എന്നെക്കാളും ഭംഗിയായി ഇയാൾ പെർഫോം ചെയ്യുമോ, എൻ്റെ സ്ഥാനം പോവോ, ഇത് ഭയങ്കരമായി അലട്ടുന്നുണ്ട്. താങ്കൾ ട്യൂമൻ കണ്ടു, അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ സോഹൻ ഡയറക്റ്റ് ചെയ്ത ഭാരത സർക്കസ് ചെയ്തു. അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് അന്വേഷണ തുടക്കം ചെയ്തത്. ഏറ്റവും കൂടുതൽ എന്നെ അറ്റാക്ക് ചെയ്തത് അന്വേഷണത്തെ തുടക്കത്തിലാണ്. കാര്യം എൻ്റെ ഫാദറിൻ്റെ കേസ് ഡയറി നടത്താണ്. ഞാൻ റിയലിസ്റ്റിക് ആയിട്ടാണ് അത് പിടിച്ചിരിക്കുന്നത്. 2 പോലീസ് ഓഫീസേഴ്സ് പ്രസ് കോൺഫറൻസ് നടത്തി. അതായത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പോലീസ് മൂവി എന്നുള്ളത്. കാര്യം അതിനെ ഞാൻ ഗിമ്മിക്സ് ഇല്ലാതെ ചെയ്തു. ലെങ്ത് കുറച്ച് കൂടിപ്പോയി, അത് ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ ഷോൾഡർ ചെയ്യുന്നു. അതൊരു തെറ്റല്ല. അതിനേക്കാളും വലിയ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ പടങ്ങളൊക്കെ വെറും മോശം പടങ്ങളായിരുന്നു. ഞാൻ അതിനൊന്നും ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് ശരിയല്ല, ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇതിൽ എന്നിലെ ആക്ടറെ ഡീഗ്രേഡ് ചെയ്യുക, എന്നിലെ ഡയറക്ടറെ ഡീഗ്രേഡ് ചെയ്യുന്നുള്ള പേർപ്പസ്ഫുള്ളി ഒരു വിഭാഗം ഇറങ്ങി. എനിക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ സൈബറിലൊക്കെ നമുക്കും ആളുകളൊക്കെ ഉണ്ടല്ലോ, ആരൊക്കെയാണ് ഈ ഫേക്ക് ഐ ഡിയിലൊക്കെ വരുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ള ആളുകളാണ് ഈ ഫേക്ക് ഐ ഡിയിൽ ഇത് പറയുന്നതെന്ന് പറയുമ്പോൾ ഉള്ള എനിക്ക് അവരോട് പുച്ഛമേ ഉള്ളൂ. അത് ഒരു ഇൻസെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ്. എനിക്കൊരു വിഷമവും ഇല്ല. അപ്പോൾ ഓരോ സിനിമയിലും ഡിഫറൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആക്ടർ എന്ന നിലയിൽ. ഞാൻ എല്ലാ വിധ വേഷങ്ങളും എടുക്കുന്ന ഒരാളല്ല. എനിക്ക് വളരെ പരിമിതികളുണ്ടെന്ന് എനിക്കറിയാം. ഞാനത് ബോധവാനായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സിനിമകൾ അഭിനയിക്കാൻ ഞാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ പോലും ഒരിടത്ത് തന്നെ റെക്കമെൻഡ് ചെയ്യത്തില്ല. അവർക്കറിയാം ഞാൻ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ വളരെ ഫ്ലെക്സിബിളാണ്, വളരെ ഫ്രണ്ട്ലിയാണ്, അടുത്ത സുഹൃത്താണ്. ബട്ട് ദേ വിൽ നെവർ റെക്കമെൻഡ് മീ. അവരൊരു പടം ചെയ്യുമ്പോഴത്തേക്കിന് അവരെന്നെ റെക്കമെൻഡ് ചെയ്ത് എനിക്കതിൽ വിഷമമില്ല. കാര്യം ഇറ്റ്സ് നോട്ട് മൈ ജോബ്. ആക്ടിങ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. എനിക്ക് ആക്ടിങ് ഒരു പാഷൻ, അത് ഇല്ലെങ്കിൽ കൂടി എനിക്ക് ഡയറക്ഷനാണ് ഇഷ്ടം. ഉള്ളാരും തുറന്നു പറയാം. ഞാനത് പറയാം. പക്ഷേ നല്ല കഥാപാത്രങ്ങൾ വരും. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ആക്ടിങ്ങിലാണ്. ഇപ്പോൾ സാദത്ത് ചെയ്യുന്ന പടം, സാദത്ത് ചെയ്യുന്ന അടുത്ത പടത്തിനും കൂടി എന്നെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ സതീഷ് ചെയ്യാൻ, പിന്നെ ട്യൂമൻ്റെ സതീഷ് ചെയ്യാൻ പോകുന്ന പടം. അപ്പോൾ ഇവരൊക്കെ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് അഭിനയിക്കാൻ വേണ്ടി. നിഷാദുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, ബിക്കോസ് ദേ ആർ കംഫർട്ടബിൾ വിത്ത് മീ. പക്ഷേ ഒരു ആക്ടറുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞ ഒരു വെള്ളിയാഴ്ചയാണ്. ജനം അക്സെപ്റ്റ് ചെയ്യണം, ഇയാൾ കൊള്ളാം. ഇപ്പം ട്യൂമൻ OTT ഇറങ്ങിയ ശേഷമാണ് എന്നെ ആളുകളെ കുറച്ചെങ്കിലും അക്സെപ്റ്റ് ചെയ്തത്. തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും ആരും തിയേറ്ററിൽ അട്രാക്ട് ചെയ്യേണ്ട ഒരു പ്രൊമോഷൻ നടന്നില്ല. പ്രൊമോഷൻ വളരെ മോശമായിരുന്നു. എനിക്ക് വസ്തുത തന്നെയായിരുന്നു. ഞാനുള്ളത് പറയാം, പ്രൊമോഷൻ വളരെ മോശം. പക്ഷേ ഇങ്ങനെ അതേസമയം ദുബായിൽ ഭയങ്കരമായിട്ട് ഷോസ് നടന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഡാവിൻ വാസ് ഓൾസോ ഹാപ്പി. ഡാവിനോടെ ഉണ്ടായിരുന്നു. ദുബായിൽ എനിക്കിപ്പോഴും ആളുകൾ ഇവിടത്തേക്കാരും കൂടുതൽ തിരിച്ചറിയപ്പെടുന്നതും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഒരു ആത്മബന്ധമുള്ളതും പ്രവാസികളാണ്. അതൊരു കിടിലൊരു പ്രവാസിയാണ്. ഇതിനകത്തൊരു സേയിങ് ഉണ്ട്, ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ബിട്രയൽ നെവർ കംസ് ഫ്രം ദി എനിമി. അപ്പോൾ താങ്കൾ ഈ പറയുമ്പോഴും എനിക്കതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നമ്മളെ കൂടുള്ളവരെ ശ്രദ്ധിച്ചാൽ മതി. കാരണം പണി എപ്പോഴും കുടുംബത്തിനകത്തുനിന്നേ കിട്ടും. അല്ല, തീർച്ചയായിട്ടും നമുക്കിട്ട് പണി തരുന്നത് മുഴുവൻ നമ്മളെ അടുത്തറിയുന്നവരാണ്. കാരണം അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് ഡയറക്ടർ MA നിഷാദ്. സിനിമാ വിശേഷങ്ങളെക്കാൾ കൂടുതൽ നിഷാദ് വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ യു ഗൈസ് സ്റ്റേ കണക്റ്റഡ്. ദിസ് ഇസ് ഷൈൻ വിത്ത് നലൻ ആൻഡ് വിൽ ബി ബാക്ക്. Welcome back. You are in conversation with director MA നിഷാദ് and this is Shine with Nalan. നിഷാദ്, ഈ മലയാളം സിനിമ അതാണല്ലോ നമ്മളെപ്പോഴും ആരാധിച്ച് കൊണ്ടുപോയിക്കണം. കാരണം ഒരു ചെറിയ ഇൻഡസ്ട്രി ലോകം മൊത്തം ഭരിച്ചുകൊണ്ട് ഇരിക്കുന്ന രീതിയിലാണ് നമ്മളത് കാണുന്നത്. പക്ഷേ ഹോളിവുഡൊക്കെ വളരെ ഫോർവേഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കോൺഷ്യൻസ് ഉണ്ടല്ലോ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴൊരു കോൺഷ്യൻസ് ഇൻഡസ്ട്രിയിൽ അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ ഫോർ എ ഡിബേറ്റ്. അപ്പം താങ്കളിപ്പം ലേക്ക് പോലത്തെ സിനിമയൊക്കെ കൊണ്ടുവരുന്നു. ജാസി ഗിഫ്റ്റ് സാർ അല്ലേ, ജാസി ഒരു പ്രൊമോഷൻ വീഡിയോ AI പാടിയിട്ടുണ്ട്. AI ഒക്കെ നാളെ ഈ ഇൻഡസ്ട്രിയിലെ പല ആൾക്കാർക്ക് ഒരു ത്രെറ്റ് തന്നെ അല്ലേ? തീർച്ചയായിട്ടും. ഇതിനകത്ത് വേറൊരു വിഷയമുണ്ട്.
AI ഒരു ഡിജിറ്റൽ ഒരു വിപ്ലവമാണ് അല്ലേ? പക്ഷേ ഇമോഷൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എത്രമാത്രം ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഒരു AI സിനിമയിൽ. ഞാൻ എപ്പോഴും പറയും നാടകം ദൈവിക കലയും സിനിമ ആസുര കലയും. നാടകത്തിലെ കഥാപാത്രങ്ങളും നടനും പ്രേക്ഷകനും തമ്മിലുള്ള അകലം ഒരു മുടിനാരിയുടെ വ്യത്യാസമുള്ളൂ. സിനിമ അതല്ല, ജീവനില്ലാത്ത ക്യാമറയിൽ ചെയ്ത് എത്ര റീടേക്ക് ചെയ്ത് എത്ര ഇതൊക്കെ ആയിട്ട്, പക്ഷെ അവിടെ റീടേക്കുകളില്ല. ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നും നാടകത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു കലാരൂപമാണ്. ഒരു നാടകം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാനും പ്രേംജിത്ത് സുരേഷ് ബാബുവും മുഹാദ് വെമ്പായും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യും. മുഹാദ് വെമ്പായ ട്യൂമൻ്റെ റൈറ്ററാണ്, സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. ഒരുപാട് നല്ല നാടകങ്ങൾ, പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടായിരുന്നേ എന്നുള്ള പാട്ടങ്ങൾ, പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടായിരുന്നേ, ആ സാധനം എഴുതിയ ആളാണ്. അപ്പോൾ മുഹാദിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയും എനിക്ക് നാടകം ചെയ്യണം, എൻ്റെ ജീവിതത്തിലാഗ്രഹമാണ് ദുര്യോധനൻ എന്ന കഥാപാത്രം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രേംജിത്തിനോടും പറയുന്നത്, പ്രേംജിത്ത് കുറേ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഈ നാടകം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ദൈവികമായൊരു കലയാണ്. ഒരു നടൻ തട്ടേ കയറി കഴിഞ്ഞാൽ അവനവൻ മാത്രമേ ഉള്ളൂ. സിനിമയിൽ ഒരുപാട് പേരുണ്ട്, ഒരു ആക്ടർ എന്ന നിലയിൽ സിനിമയിൽ ഒരുപാട് പേരുണ്ട്. സിനിമയിലെ തിരക്കഥ എന്ന് പറഞ്ഞാൽ കള്ളത്തരമാണ്, പക്ഷെ നോവൽ അതല്ല, ജെനുവിനാണ്. അതേ ഒരു സംഭവമാണ് AI വരുന്നത്. AI വരുന്നത് ക്രിയേറ്റ് ചെയ്തെടുക്കുകയല്ലേ. ഇപ്പം താങ്കളുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് എനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇമോഷൻസ് ഡ്രോപ്പായി പോകും. അപ്പോൾ AI നല്ലതാണ്, ഒരുപാട് കാര്യങ്ങൾക്ക് AI യൂസ് ചെയ്യാം. സ്വാഭാവികമായിട്ടും AI ആളുകൾക്ക് താല്പര്യം വരാൻ ഉള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ. പുതിയ ഈ ജെൻസി കിഡ്സാണ് അതിൻ്റെ പ്രചാരകർ അല്ലേ? അതെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം താങ്കൾക്ക് രുചി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അതൊരു പാചകവുമായി കണക്ട് ചെയ്താൽ ഇന്ന് മലയാളി കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ രുചി എന്ന് ചിന്തിക്കുന്നത് യാതൊരു എരിവും പുളിയും ഒന്നുമില്ലാത്ത ജീവശവമായിട്ടുള്ള രുചി എന്ന് പറഞ്ഞാണ് അവർ കൊണ്ടു നടക്കുന്നത്. കാരണം ഇപ്പം ബർഗേഴ്സ് എടുത്ത് നോക്കിയാലും എന്തെടുത്ത് നോക്കിയാലും ഇതിനൊന്നും അടിസ്ഥാനപരമായ ഒരു എരിയും പുളിയും ഇല്ല, എല്ലാത്തിലും വാരി എന്തെങ്കിലുമൊക്കെ ഒഴിക്കണം. പക്ഷേ കുട്ടികൾക്ക് അതാണ് ഇഷ്ടം. ഒരു ടോം ആൻഡ് ജെറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ കാർട്ടൂണാണ്. ഇനി വരാൻ പോകുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എല്ലാം അടിസ്ഥാനപരമായി നോക്കിയാൽ ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണ്. താങ്കൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ് താങ്കൾക്കത് ദൈവകലയും അസുരകലയുമായിട്ട് തോന്നാൻ കാരണം. ഇനി വരുന്ന തലമുറയ്ക്കൊന്നും നിങ്ങൾ ഇവിടെ നാടകമൊന്നും മിച്ചം വെച്ചിട്ടില്ല. എല്ലാം തിന്ന് തീർത്ത് അതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കാതെ അതിനോടെല്ലാം പുച്ഛം കാണിച്ച് നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ സിനിമാ കലയുടെ പിറകെ പോയി. ഇനി സിനിമാ കലയിൽ നിന്നും ഗ്രാഫിക്സിലേക്കും കമ്പ്യൂട്ടർ യുഗത്തിലേക്കുമാണ് ഇനി വരുന്ന ഈ ജെൻസി ഉൾപ്പെടെയുള്ള കുട്ടികളെ എല്ലാവരെയും ഇൻക്യുബേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദെം അവർക്ക് ഈ നാടകമൊന്നും അറിയില്ല. ഒന്ന്, അവർ രുചിച്ചു തുടങ്ങിയേക്കുന്നത് AI ആണ്. അപ്പോൾ അവരുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ്, ഇപ്പം അവർ പോയിട്ട് ഇപ്പോൾ പഴയ കാലത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടാലേ ഈ എക്സ്പ്രഷൻ ഇങ്ങനെ തന്നെ വരണം, കഥകളിയിൽ ഇങ്ങനെ തന്നെ കാണിക്കണം, ഇതെല്ലാം പരിണാമപ്പെടുമ്പോൾ AI ആയിരിക്കും അവൻ്റെ ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് പോലെ ഫാസ്റ്റ് സിനിമകളും. നമ്മളാണ് കാരണം ഇതിൻ്റെ ഒറിജിനാലിറ്റി ഇല്ലെങ്കിൽ പ്രകൃതിദത്തമായ ഇല്ലെങ്കിൽ പ്രകൃതി രമണീയമായ കലകളെ കുട്ടികളിലേക്ക് നിങ്ങൾ ഒരു സമൂഹം, കലാകാരന്മാർ എന്ന് പറയുന്ന സമൂഹം എത്തിച്ചു കൊടുക്കാൻ എന്ത് നടപടികളാണ് എടുത്തിട്ടുള്ളത് എന്ന് ഞാൻ ചോദിച്ചാൽ MA നിഷാദ് കേക്ക് എന്തായിരിക്കും പറയാനുള്ളത്? വളരെ ജെനുവിനും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ഒരു ചോദ്യമാണ്. താങ്ക് യു. ഞാൻ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം നൽകുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് അതിൽ കുറ്റവാളികളാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ജെൻസി കിഡ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, അവർക്ക് ബോധമുണ്ട്. അതുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി പോലെയുള്ള സാധനങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് വന്നിരിക്കുന്നത്. അവരെ ദിശാബോധം നഷ്ടപ്പെടുത്താതെ നേരായ ദിശയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവർ ചെയ്യേണ്ടത്. ഞങ്ങൾ വേറെ തലമുറയാണ്, നമുക്കതിന് ഉത്തരവാദിത്വമുണ്ട്. അത് സർക്കാരും കൂടി നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും സർക്കാർ കൂടെ നിൽക്കണം. സർക്കാരും കൂടി നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ തിങ്സ് മേ ചേഞ്ച്. വി ഹാവ് ടു ചേഞ്ച്. അതിന് ജെൻസി കിഡ്സ് നമ്മുടെ കൂടെ നിൽക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നും ഏറ്റവും കൂടുതൽ പോകുന്ന മീമാരുടെയാണ്, അമ്പിളിച്ചേട്ടൻ്റെ, സലീം കുമാറിൻ്റെ, സലീം നമ്മളെ വിട്ടുപോയി, പഴയ പടങ്ങൾ, പ്രിയദർശൻ്റെ സിനിമകൾ, ഹരിശ്രീ അശോകൻ്റെ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, ലാലേട്ടൻ്റെ കോമഡി, ശ്രീനിയേട്ടൻ്റെ കോമഡിയും ഇന്നും ആസ്വദിക്കാൻ ജെൻസി കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അതിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. മാധ്യമങ്ങൾ നിൽക്കണം. ഇവിടുത്തെ മാധ്യമങ്ങളുടെ പങ്ക് ഭയങ്കര വലുതാണ്. അവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുക. സോ യു ക്യാൻ ഗോ വിത്ത് AI, ഡിജിറ്റൽ വേൾഡിൽ നിനക്ക് പോകാം, പക്ഷെ നിങ്ങൾ ഇതും കൂടി കാണണം എന്ന് മാധ്യമങ്ങളും നമ്മളും സർക്കാരും ഓരോ വ്യക്തിയും തീരുമാനിച്ചാൽ
വി ക്യാൻ ബ്രിങ് ദം ബാക്ക്. നമുക്ക് പുതിയൊരു സംസ്കാരം തുടങ്ങാൻ പറ്റും. ഇപ്പോൾ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല വിപ്ലവകരമായിട്ടുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷൻ തൂഫാൻ. ഇത് ജനങ്ങളുടെ കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓൺലി തിങ് ഈസ് ദാറ്റ് നിർത്തി പോകരുത്. ഇത് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വി ക്യാൻ ഇറാഡിക്കേറ്റ് ഈ പറയുന്ന ഇറേസ് സമൂഹത്തിൽ നിന്ന് ഈ പറയുന്ന മയക്കുമരുന്നെന്ന് പറഞ്ഞ മഹാവിപത്തിനെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ പറ്റും. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സാണ് ഉള്ളത്. നോ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്. എല്ലാവരും ഒരാൾ പോലും ഇൻ്റർഫിയർ ചെയ്യാതെ ഇന്ന് ഞാനും താങ്കളും സംസാരിക്കുന്നത് വരെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ആരും ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. കേരള ജനത ഒന്നടങ്കം നിന്ന് കഴിഞ്ഞാൽ ആ വിപത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റും. അവിടുന്ന് തുടങ്ങാം നമുക്ക്. അവനെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് തിരിച്ചു കൊണ്ടുവരിക, അവനെ തിരിച്ചും ചിന്തിക്കുന്ന ഒരു യുവത്വമായിട്ടുണ്ട്. സമൂഹത്തിൻ്റെ ചാലകശക്തികൾ യുവാക്കളായിരുന്നു ഒരു കാലഘട്ടം. ഇന്നത് സ്ത്രീകളാണ്. ആ സമൂഹത്തിൻ്റെ ചാലകശക്തികൾ സ്ത്രീകളാണെന്ന് പറയാൻ കാര്യം കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകൾ ഏറ്റവും കൂടുതൽ ഭംഗിയായി നടക്കുന്ന ഇന്ന് കേരളത്താണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ പഴയ ചാലകശക്തികൾ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ശോഭിക്കുന്ന യുവത്വത്തിൻ്റെ ഒരിതായിരുന്നു. യുവാക്കൾ വിചാരിച്ചാൽ നടക്കാത്തത് എന്താണുള്ളത്? ഇവിടുത്തെ യുവജന സംഘടനകൾ മാത്രമല്ല, കലാകാരന്മാർക്കും മാധ്യമങ്ങൾക്കും സർക്കാരിനും വ്യക്തമായ ദിശാബോധം ഇവർക്ക് നൽകാൻ കഴിഞ്ഞാൽ വി ക്യാൻ ബ്രിങ് ദം ബാക്ക്. എനിക്കതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഒരു ഡിവൈൻ ടീ കഴിച്ചുകൊണ്ട് സംസാരിക്കാം. ഓക്കെ, ഇതൊരു ഡിവൈൻ ടീ ആണ്, അതിൻ്റെ കൂടെ നമുക്ക് ചക്ക ലഡ്ഡു ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ഓപ്പറേഷൻ തൂഫാൻ ഇതെല്ലാം നടക്കുന്ന സമയത്ത് എൻ്റെ പിള്ളേർ താങ്ക് യു, എനിക്ക് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മിച്ചം വെച്ചിരിക്കുന്നത്, 50 ഗ്രാമും 100 ഗ്രാമും പിടിച്ചാൽ ഇവിടുത്തെ മയക്കുമരുന്ന് ലോബിയെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും? ഒരിക്കലും വ്യാപനം. അപ്പോൾ ആൾക്കാരെ കണ്ണിൽ പൊടിയിടുന്ന ഈ പണി നിർത്തി. അതായത് പ്രഭവ കേന്ദ്രങ്ങൾ, ഇതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിൽ റെയ്ഡുകൾ നടത്തണം. അതല്ലാണ്ട് വീടുകളിലല്ലല്ലോ. വീടുകളിൽ മാത്രം. വീടുകളിൽ നിന്ന് തുടങ്ങിയാലല്ലേ നമുക്ക് സ്വാഭാവികമായിട്ട് അതിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ താങ്കൾ പറയുന്നത് ഈ ഓപ്പറേഷൻ തൂഫാൻ അവിടെ എത്തുമെന്നാണോ? ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ. അത് പ്രതീക്ഷിക്കാം തീർച്ചയായും. അതായത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം 1000-ഓളം കാരിയേഴ്സിനെയാണ് അറസ്റ്റ് ചെയ്ത്. കാരിയേഴ്സ് അത് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് എനിക്കൊരു വിശ്വാസം. അത് നന്നാവട്ടെ. നമുക്കിപ്പം അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യണ്ട. എനിക്ക് വേണ്ടതെന്ന് പറയുന്നത്, താങ്കൾ നേരത്തെ പറഞ്ഞെടുത്താണ് ഞാൻ വീണ്ടും വരുന്നത്, മാധ്യമത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഞാൻ 12 വർഷമായി കേരളത്തിൽ. ഞാൻ ഈ പറയുന്ന കണക്ക് വെളിച്ചെണ്ണയും കരിവേപ്പിലയും തേങ്ങാപ്പാലും ഒക്കെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാ മാധ്യമങ്ങളും, ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള, മനോരമ ഉൾപ്പെടെയുള്ള, മാതൃഭൂമി ഉൾപ്പെടെ എന്നെ വളർത്താനും എന്നോടൊപ്പം നിൽക്കാനും എൻ്റെ ചിന്താഗതികളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എത്തിക്കാനും ഇവരെല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇവർക്ക് ആർക്കും ഞാനുമായിട്ട് യാതൊരു വ്യക്തിപരമായ ബന്ധവുമില്ല. എൻ്റെ അച്ഛൻ പൊളിറ്റീഷ്യനുമല്ല, എൻ്റെ അമ്മ സിനിമാ താരവുമല്ല. നിഷാദ് പറഞ്ഞ് മനസ്സിലായി. മാധ്യമങ്ങൾ നിൽക്കും എന്നൊരു വിശ്വാസം. കാരണം എല്ലാ മാധ്യമത്തിനകത്തും പൗരബോധമുള്ള ആരെങ്കിലുമൊക്കെ കാണും, സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ട്. പക്ഷേ അവരും നോക്കുന്നത് ആരെങ്കിലും ഇതിനൊരു ലീഡർ ഉണ്ടാവണം. അപ്പോൾ ഈ ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു കലാപരമായ സൊസൈറ്റി ഉണ്ട്. ഇന്ന് ഈ സൊസൈറ്റിയിലെല്ലാം നടക്കുന്നത് തൊഴുത്തിക്കുത്തും തമ്മിലടിയും ഒക്കെയാണ്. അടിസ്ഥാനപരമായി ഒരുത്തനെ വലിച്ചു തറയിലിടുക, ഇല്ലെങ്കിൽ ഒരുത്തനെ ചീത്ത പറയുക. അപ്പോൾ ഒരു ഐക്യമത്യ ബോധമൊന്നും ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിലെ തലതൊട്ടപ്പന്മാർ, ഇല്ലെങ്കിൽ മൂത്താശാരിമാരെന്നൊക്കെ പറയുന്ന വ്യക്തിത്വങ്ങൾ തന്നെ ഈ സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്ത്, നേരത്തെ പറഞ്ഞെടുത്ത് ഞാൻ തിരിച്ചു വരാം. ഇനി വരുന്ന 1700-2000 സ്കൂളുകൾ തന്നെ, CBSE സ്കൂളുകൾ തന്നെ കേരളത്തിലുണ്ട്. ഭക്ഷണ രീതിയോ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മൂവ്മെൻ്റാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം വാട്ട് യു ഈറ്റ് ഇസ് വാട്ട് യു ആർ എന്നാണ്. ഇനി കല, ടെക്നോയും കാര്യങ്ങളും AI ഒക്കെ വരുമ്പോൾ പിള്ളേർ പോയി ഇന്നത്തെ കാലത്ത് ആരെയും മുമ്പിൽ ഓച്ചാനിച്ചൊന്നും നിൽക്കത്തില്ല. ഒരിക്കലില്ല. അവർ വെരി കോമ്പിറ്റൻറ്റ്. ആൻഡ് ഇപ്പോൾ നമ്മളെ മക്കൾ ആരും പോയി പണ്ടത്തെ കണക്ക് ഒരു മേശിരിയുടെ അടിയിൽ പണി പഠിക്കാനൊന്നും നിൽക്കുന്ന കാലഘട്ടമൊന്നും അല്ലിത്. നമ്പർ 1. നമ്പർ 2, അവർക്ക് എന്ത് ചോദിച്ചാലും ഉത്തരം കൊടുക്കാനും ബെറ്റർ ഐഡിയ കൊടുക്കാനും സോഷ്യൽ മീഡിയ പോലത്തെ പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ്, ഫിംഗർ ടിപ്പിൽ അവൈലബിൾ ആണ്. നാളെ അതനുസരിച്ചിട്ടുള്ള മൂവീസ് അവർ ബിൽഡ് ചെയ്യും. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പീൽബർഗിനെ പോലെയും മണിരത്നം സാറിനെ പോലെയൊക്കെ അവരും സ്പാർ ചെയ്യുന്ന ദിവസങ്ങൾ വരും. അതാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ SOUL താങ്കൾ പറയുന്ന ഈ പ്രകൃതി രമണീയമായ, പ്രകൃതിദത്തമായ കഴിവുകൾ കേരളത്തിലെ പല കലാ സൃഷ്ടികൾക്കുമുണ്ട്. കഥകളിയാവട്ടെ, ഓട്ടംതുള്ളലാവട്ടെ, നമ്മുടെ നാടകമാവട്ടെ, ഇതെല്ലാം പഠിക്കാൻ, നമ്മുടെ സംസ്കൃതമാവട്ടെ. ഇന്ന് കേരളത്തിൻ്റെ എല്ലാ സ്കൂളുകളിലും അടിസ്ഥാനപരമായി മലയാളവും സംസ്കൃതവും പോലും മാൻഡേറ്ററി ആക്കണം. കാരണം നമ്മളുടെ ചൈതന്യമാണ്.
അല്ലേ? ഇത് പഠിക്കണം. ഇപ്പോൾ ചൈനീസ് മീഡിയം പഠിക്കാൻ പോയ എൻ്റെ മകൻ ചൈനയിൽ 5 വർഷം ഉണ്ടായിരുന്നു. ചൈനീസ് മാൻഡേറ്ററി ആണ്. എല്ലാ സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ പോലും ചൈനീസ് മാൻഡേറ്ററി ആണ്. ചൈനയിലാണെങ്കിൽ അറബിക് സ്കൂളിൽ, ഞാൻ UAE പഠിച്ചത്, അറബിക്ക് മാൻഡേറ്ററി ആണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വിദ്യാഭ്യാസ സംവിധാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എടുക്കേണ്ട തീരുമാനങ്ങളിൽ ഒന്നല്ലേ എല്ലാ മലയാളിയും അടിസ്ഥാനപരമായി മലയാളം അറിഞ്ഞിരിക്കണമെന്നുള്ളത്? ഉറപ്പായിട്ടും. രണ്ടാമത് മലയാളം ഇപ്പോൾ ഔദ്യോഗിക ഭാഷയാക്കി കഴിഞ്ഞ സർക്കാർ. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ? സ്കൂളിൽ ഇപ്പം മലയാളം സംസാരിക്കുന്നത് പോലും പണ്ട് പണിഷ്മെന്റ് കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വരുന്നത്. ഇനിയിപ്പോൾ അത് മാറി, ഇനി മലയാളം പഠിക്കുന്നത് വലിയ സംഭവമായി മാറുന്നൊരു ദിവസമൊക്കെ വരും. തെങ്ങിക്കയറുന്നത് ഒരു വലിയ സംഭവമാകും. എൻ്റെ ചോദ്യം, ഈ കലയുടെ ചൈതന്യം നിലനിർത്താൻ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഉണ്ടോ? ഇപ്പം നിഷാദ് എന്ന് പറയുന്നൊരു വ്യക്തിത്വത്തിൽ ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം, താങ്കളുടെ യാത്രകളിലെല്ലാം താങ്കൾക്ക് കലയോടൊരു പ്രണയമുണ്ട്. ഇല്ലെങ്കിൽ നിഷാദ് ഇന്നില്ല. താങ്കളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട്, താങ്കളുടെ ഒരു നേച്ചർ വെച്ചിട്ട്, താങ്കൾ വളർന്നു വന്ന DYSPയുടെ ഒരു മകൻ എന്ന രീതിയിൽ ആവശ്യമില്ലാണ്ട് ആരും മുമ്പിലും ഓച്ചാനിച്ച് നിൽക്കേണ്ടയോ, ഒരു നേരത്തെ ആഹാരത്തിന് കൈനീട്ടേണ്ടയോ, ആഹാരത്തിന് വേണ്ടിയോ കൊട്ടിപ്പാടേണ്ട ആവശ്യമൊന്നും താങ്കൾക്ക് വരുന്നൊരവസ്ഥയിലല്ല താങ്കൾ വളർന്നു വന്നിട്ട്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അപ്പോൾ എന്നിട്ടും താങ്കൾ പുച്ഛിക്കപ്പെട്ടപ്പോഴും ചതിക്കപ്പെട്ടപ്പോഴും ആക്ഷേപിക്കപ്പെട്ടപ്പോഴും താങ്കൾ തല ഉയർത്തി ഇതല്ല വാട്ട് ഈസ് നെക്സ്റ്റ് എന്നും പറഞ്ഞ് നിന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ അത് ഇനി വരുന്ന തലമുറ ഒട്ടും ചെയ്യില്ല. താങ്കൾക്ക് അതിനോടുള്ള പ്രണയമുള്ളത് കൊണ്ടാണ്. താങ്കളിൽ നിന്നും അങ്ങനൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവും. ഞാൻ സെൽഫ് ബോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്, സത്യം പറഞ്ഞാൽ. പക്ഷേ ലഡ്ഡു കഴിച്ചുകൊണ്ട് ഞാൻ മധുര ബസ് എന്ന് പറഞ്ഞ സിനിമ, മധുര ബസ് എന്ന് പറഞ്ഞ സിനിമ കൊല്ലത്ത് പുനലൂർ എൻ്റെ നാട്ടിലാണ് ഷൂട്ട് ചെയ്തത്. അന്ന് പശുപതി സാർ ഞാനുമായിട്ടുള്ള ബന്ധം അറിയാലോ. അദ്ദേഹവുമായിട്ട് എനിക്ക് അങ്ങനെ ഒരുപാട് ഭാഗ്യമുണ്ടായിട്ട്, ഒരുപാട് നല്ല താരങ്ങളുമായിട്ട്, പശുപതി സാറായിട്ട്, നാസർ സാറുമായിട്ട്, അങ്ങനെ ഒരുപാട് പേരുമായിട്ട് എനിക്ക്, ജയപ്രദ മാം, ഒത്തിരി പേര്, അർച്ചന മാഡം 2 തവണ നാഷണൽ അവാർഡ് കിട്ടിയാണ്, പിറവിയിലൊക്കെ അഭിനയിച്ച്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുമായിട്ട് സഹകരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് പുനലൂർ അദ്ദേഹം വരുമ്പം പുള്ളി ഫസ്റ്റ് ടൈമാണ് പുനലൂർ വരുന്നത്. മകർ ദേശ്പാണ്ഡെ മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഞാനാണ്. ആൻഡ് ഹി വാസ് എ റൂംമേറ്റ് ഓഫ് ഷാറൂഖ് ഖാൻ. ഏത് സീരിയൽ ചെയ്യുന്ന അന്ന കാലം പോലും. ശശി കപൂറിൻ്റെ മോളെയാണ് ആദ്യം വിവാഹം കഴിച്ചത്. അങ്ങനെയൊക്കെ ഒരു വലിയൊരു ഇതുള്ളതാണ്, പെഡിഗ്രി കൗണ്ട്സ് എ ലോട്ട് പല കാര്യങ്ങൾക്കും. വെരി മച്ച്. അപ്പോൾ അദ്ദേഹം പുനലൂർ വരുമ്പോൾ പുനലൂർ അദ്ദേഹത്തെ മതിച്ചതും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അത്ഭുതപ്പെടുത്തിയതും തൂക്കുപാലമാണ്. അപ്പോൾ തൂക്കുപാലം വളരെ ജീർണ അവസ്ഥയിലാണ്, പൂട്ടിയിട്ടിരിക്കുകയാണ്. കതി അതിൻ്റെ അകത്ത് തമ്പകമാണ് അതിൻ്റെ തടി. പുനലൂർ തൂക്കുപാലം ഏഷ്യയിലെ 2ാമത്തെ തൂക്കുപാലമാണ്. ബുഡാപെസ്റ്റിലെ തൂക്കുപാലം കഴിഞ്ഞിട്ട് 2ാമത്തെ തൂക്കുപാലമാണ്. മറ്റേത് ഹൗറ ബ്രിഡ്ജൊക്കെ വേറെയാണ്, കൽക്കട്ടയുള്ളത്. പുനലൂർ തൂക്കുപാലം എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ്. 1000 തിരുനാൾ മഹാരാജാവാണത് കൺസ്ട്രക്ട് ചെയ്തത്. ഞാൻ അവിടുത്തെ ഒരു സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ ആയിട്ട് ചേർന്ന്, ഒരു AK നസീറൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട്, ഒരു യമുന സുരാജ്, ഞങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് പുനലൂർ സാംസ്കാരിക സമിതി രൂപീകരിച്ചു. പുനലൂർ ഈ പറയുന്ന തൂക്കുപാലം പുനരുദ്ധരിക്കാൻ വേണ്ടി ഞാൻ സമരം നടത്തി, ഉപവാസം കിടന്നു. സുരാജിനന്ന് നാഷണൽ അവാർഡ് കിട്ടിയ സമയമാണ്. സുരാജ് ഉൾപ്പെടെയുള്ള ആളുകളെ, മുരുകൻ കാട്ടാക്കട ഉൾപ്പെടെ ആളുകളെ ഞാനവിടെ, സുഗതകുമാരി ചേച്ചി ടീച്ചർ അവസാനം പങ്കെടുത്ത പരിപാടികളൊന്നായിരുന്നു. അവിടെ ഒരു വലിയ മൂവ്മെൻ്റ് ഉണ്ടാക്കി. ആദ്യം പുനലൂർക്കാർക്ക് സിവിക് സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തു. മകർ ദേശ്പാണ്ഡെ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിഷാദ്, നിങ്ങൾ ജനിച്ച സ്ഥലമാണ്, ഒരു കലാകാരനൊരു സാമൂഹ്യ പ്രതിബദ്ധത വേണം. ഈ തൂക്കുപാലം ഇത്ര മോശമായി ഇടുന്നതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ്. ഹി ടോൾഡ് മീ ദാറ്റ്. പശുപതി സാറും പറഞ്ഞു, നിങ്ങൾ ഒറ്റ ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെക്കാരും വലിയ കലാകാരന്മാരൊക്കെ ഉണ്ട്, ഒരു ലെയിം എക്സ്ക്യൂസ് പറയാൻ ഞാൻ ഉദ്ദേശിച്ചു. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ജന്മം നൽകിയ നാടാണിത്. യു ഹാവ് ടു ഫൈറ്റ് ഫോർ ദാറ്റ്. ഞങ്ങളത് ആദ്യം ചെയ്തത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചു. തൂക്കുപാലത്തിൽ നിങ്ങൾ കയറിയിട്ട് എത്ര നാളാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ജനങ്ങൾ ഒത്തിരി പണ്ടൊക്കെ ഭയങ്കര രസമായിരുന്നു. മറ്റേ ഒപ്പുശേഖരണം നടത്തി. യു ഡോണ്ട് ബിലീവ്, ഏകദേശം 67,000 പേര് ഒപ്പിട്ടത്. ഉമ്മൻചാണ്ടി സാറായിരുന്നു മുഖ്യമന്ത്രി. ചെന്നു, ഇമ്മീഡിയറ്റ് ആക്ഷനായിരുന്നു ചെയ്യാൻ പറഞ്ഞു. പിന്നെയും ഈ പറയുന്നത് പോലെ ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്നുണ്ടായ ഇത്, അങ്ങനെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു അന്ന് വനം വകുപ്പ് മന്ത്രി. ഇവരെല്ലാവരും കൂടി ഒരു മീറ്റിംഗ് വിളിച്ചു. പൊളിറ്റീഷ്യൻസ് ഒന്നുമില്ല. ഞങ്ങൾ ആദ്യം ഉപവാസം നടത്തിയപ്പോഴത്തേക്കിന് പൊളിറ്റീഷ്യൻസ് വരെ വരുന്നവർ വന്നോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളത് ഭയങ്കര ഗംഭീരമായിട്ട് 1 ദിവസം ഉപവാസം നടത്തി. അത് മാധ്യമങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടായി. മാതൃഭൂമി, മനോരമ ഉൾപ്പെടെ, ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ, പിന്നെ വിഷ്വൽ മീഡിയാസ് എല്ലാം ഭയങ്കരമായിട്ട് അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. അതൊരു ജെനുവിൻ കോഴ്സാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഡിസ്കഷൻ വന്നപ്പോൾ 72.5 ക്യൂബിക്കടി ആണ് വേണ്ടത്. അപ്പോൾ അന്നാണ് ഈ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാത്തതിൻ്റെ കാര്യം മനസ്സിലാകുന്നത്. ഇപ്പോൾ DFO ഉണ്ട്, CSEF ഉണ്ട്, അവരെല്ലാവരും എന്ന് പറഞ്ഞു, സാർ 72.5 ക്യൂബിക്കടി നമുക്ക് കുളത്തൂപ്പുഴ ഡിപ്പോയിന്നോ അല്ലെങ്കിൽ പിറവന്തൂർ ഡിപ്പോയിന്ന് എടുക്കാം. ഞാൻ പറഞ്ഞു, പോരാ,
72.5 കുബിക്കടി. അപ്പോൾ എൻ്റെ എഞ്ചിനീയറിങ്ങിന് പഠിച്ച ചെറിയ നോളജാണ്. അപ്പോൾ മിനിസ്റ്റർ തിരുവഞ്ചൂർ സാർ ചോദിച്ചു അതെന്താ 72 അല്ലേ വേണ്ടേ, അല്ലെങ്കിൽ 73 ആയിക്കോ. ഞാൻ പറഞ്ഞു സാർ വേസ്റ്റേജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഈ തമ്പകം കൊണ്ടുവന്നിട്ട് നമുക്ക് ഇത് വന്നു കഴിഞ്ഞാൽ വേസ്റ്റേജ് എന്ന് പറഞ്ഞ സാധനം വന്നു കഴിഞ്ഞാൽ 72.5 കുബിക്കടി അളന്ന് മുറിച്ചാൽ 71 കുബിക്കടി എന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 65 കിട്ടത്തുള്ളൂ. വീണ്ടും നമ്മൾ ഇതേന്ന് പറഞ്ഞ് തുടങ്ങണം. മാക്സ് സെൻസ്. അപ്പം CCF പറഞ്ഞു സാർ ഒരു 85. ഞാൻ പറഞ്ഞു പറ്റില്ല സാർ. പിന്നെ എന്താണ് സാർ, ആവശ്യമായ ഈ കൺസ്ട്രക്ഷന് ആവശ്യമായ തമ്പകം കൊടുക്കും, ബാക്കി തിരിച്ചേൽപ്പിക്കാനുള്ളൊരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി അപ്പം തന്നെ ഇട്ടു. പുള്ളിക്ക് ആ പ്രാക്ടിക്കൽ കാര്യം മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് DF സാർ അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമുണ്ട്, തിരുവഞ്ചൂർ സാർ സാറുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ട്. പുള്ളി അപ്പം തന്നെ ഒപ്പിട്ട് അത് പാസ്സാക്കി. അന്ന് KC ജോസഫ് സാറായിരുന്നു പുരാവസ്തുവിൻ്റെ കീഴിൽ നിന്ന്. അവരെല്ലാം വളരെ സപ്പോർട്ടീവായിരുന്നു. അതിൻ്റെ പുറകിൽ നമ്മൾ ഇറങ്ങി. അടുത്ത പ്രശ്നം, ഈ തമ്പകം മുറിക്കാനൊരു സ്ഥലമില്ല, അതിന് ഇത്ര കണ്ണൂർ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, പ്രൈവറ്റ് ആളുടെ കൊടുക്കുക, ഞങ്ങൾ കൂടെ നിൽക്കും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പുരാവസ്തുവിൽ നിന്നും 2 പേര് വന്ന് ഞങ്ങൾ നിന്ന്, എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ആളുകൾ പറയും പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി. പക്ഷേ ഞാൻ അവിടെ നിന്നു. താങ്കൾ പറഞ്ഞ പോലെ ചില കാര്യത്തിലേക്ക് ഭയങ്കര പാഷനും പ്രണയമൊക്കെയാണ്. അത് മുറിച്ച് കൊണ്ടുവന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവച്ചു. നിമിഷ നേരം കൊണ്ട് കിറ്റ്കോയുടെ സഹായത്തോടുകൂടി അതിൻ്റെ പണി തീർത്തു. പുണ്ടൂർ തൂക്കുപാലം ഇപ്പോൾ വളരെ മനോഹരമായിട്ട് ആളുകൾ. അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ല. സ്വാഭാവികം. ഐ ഡോണ്ട് കെയർ. പൊതുജനങ്ങൾക്കറിയാം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്ലോസ് കിട്ടുന്നത് എൻ്റെ നാട്ടിൽ നിന്നാണ്. ഞാൻ കിണറെന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ജൂനിയർ ആർട്ടിസ്റ്റും വേണ്ട. മദ്രബസ് ചെയ്യുമ്പോഴും എനിക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. ജനങ്ങളങ്ങ് വരിക. കാര്യം എനിക്ക് ഒരുപാട് സിനിമയിൽ ഒത്തിരി പേരെ ഞാൻ പുല്ലൂർ സഹായിച്ചിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണ്. പേരെടുക്കാനല്ല, എനിക്കാണെങ്കിൽ ഫ്ലക്സ് അടിക്കാം. എൻ്റെ നസീറിൻ്റെ ഫ്ലക്സ് എല്ലായിടത്തും ബസ് സ്റ്റാൻഡ് ചെയ്ത് വെച്ചാൽ പോലും MLA ഡാഷിന്റെ ഫണ്ടിൽ നിന്നും അല്ലേ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ ചെയ്യുന്നതാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജനത്തിനെല്ലാം ബോറല്ലേ. MLA ഫണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടല്ലേ, അത് ആരുടെ ഔദാര്യമല്ലല്ലോ. അല്ലല്ലോ. ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളെ MLA-മാരുടെ പറയും, നിങ്ങൾ ഒരിക്കലും അങ്ങനെ എഴുതി വെക്കരുത്, അതിൻ്റെ ആവശ്യമില്ല. ഇത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങളെ തിരഞ്ഞെടുത്ത് വെച്ചത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു പത്രസമ്മേളനം നടത്താം, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരുപാട് നാളത്തെ ആവശ്യമായിരുന്നു, ഈ കാര്യം ഞാൻ ചെയ്തിരിക്കുന്നത്. അത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു നോട്ടീസിൽ അറിയിക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പത്രം ഉണ്ടല്ലോ, മാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഈ ഒരു കാര്യം ഇപ്പം താങ്കളുടെ ഈ പോഡ്കാസ്റ്റിൽ വന്നപ്പം ഏറ്റവും ആകുലപ്പെടുന്നൊരു വിഷയത്തിൽ ടേക്കപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. താങ്ക് യു സോ മച്ച്. അതിന് ഈ ഒരു മധുരം താങ്കൾക്ക് എൻ്റെ കൈ കൊണ്ടുണ്ടാക്കി ഈ മധുരം കഴിച്ചോ. ഫുള്ളായിട്ട് വയലിടുക, ഫുള്ളായിട്ടങ്ങ് കഴിക്കുക, എന്നിട്ട് ചുമ്മാ ചവച്ചുകൊണ്ടിരിക്കുക. ഫുള്ളായിട്ട് കഴിച്ചോ, ചവച്ചോ. ഇങ്ങനെ അത് ചവയ്ക്കുന്ന ഒരു സമയം താങ്കൾക്ക് തന്നിരിക്കുക. പുനലൂർ തൂക്കുപാലത്തിൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് ഒരു മധുരം തന്നിരിക്കട്ടെ. ഇതാണ് ചക്ക ലഡ്ഡു. പഴുത്ത ചക്കയല്ലാണ്ട് പിന്നെ കുറച്ച് നാടൻ കെടുപിടിയായിരുന്നു. ഒരു മധുരവും അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഡിവൈൻ ടീയും ചക്ക ലഡ്ഡു അല്ലേ. നിഷാദ്, നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് സ്റ്റോറിയാണ്. ഈ ലൈഫിൽ നമുക്കെല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളും ഓരോരോ മിഷനും ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പോൾ താങ്കളെ 5 വയസ്സിൽ കൊണ്ടുപോയി ആ സിനിമ കാണിക്കാനും താങ്കളിലെ സംവിധായകനെ ഉണർത്താനും ഇതിനെല്ലാം ഒരു പർപ്പസ് കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഈ സമൂഹത്തിനോട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പേർപ്പസ്. കാരണം ഇപ്പോൾ ഒരു മാവ് വളർന്നു വരുന്നു, അതിലേക്ക് മാങ്ങ വരുന്നു. കാരണം അതിന് മാങ്ങ വരുന്നത് അടിസ്ഥാനപരമായി മാവിന് തിന്നാനല്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പ്രകൃതി രമണീയമായി വളർന്നു വരുന്ന പക്ഷി മൃഗാദികൾക്കും കൂടെ അതിന് അവകാശമുണ്ട് എന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവ്. ചക്ക കിളിച്ചു വരുന്നു. ചക്ക കിളിച്ചു വരുന്ന ഈ പറയുന്ന കണക്ക് പ്ലാവിന് തിന്നാനല്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് വടവൃക്ഷങ്ങളുള്ള കേരളമാണ്. അപ്പോൾ ഈ കേരളത്തിലെ പല വടവൃക്ഷങ്ങളും വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് പുതിയ വ്യക്തിത്വങ്ങളിലെ കഴിവുള്ള വ്യക്തിത്വങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. കാരണം കേരളം എന്ന് പറയുന്നത് ഹ്യൂജ് ടാലൻ്റ് ഉള്ള സ്ഥലമാണ്. അവിടെ നിന്ന് നല്ലൊരു ടീം ബിൽഡ് ചെയ്യാൻ ഇന്ന് ഭയങ്കര എളുപ്പമാണ്. കാരണം സോഷ്യൽ മീഡിയയിലൊരു ബൈറ്റ് ഉണ്ട്. ഇന്നിപ്പം സോഷ്യൽ മീഡിയ ആണ് തീരുമാനിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി നമ്മൾ നേരത്തെ സംസാരിക്കുകയും ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പൊട്ടിമുളച്ച് വരുന്ന കുറച്ച് വ്യക്തിത്വങ്ങൾ ഇരുന്ന് നിരൂപിക്കുക എന്നുള്ളതല്ല സിനിമ. നമ്മൾ നേരത്തെ സംസാരിച്ചു. അപ്പോൾ ഈ വടവൃക്ഷങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എനിക്ക് താങ്കളൊരു വടവൃക്ഷമാണ്. അതാണ് കാരണം നമ്മളെല്ലാവരും ഓരോ വൃക്ഷങ്ങളാണ്.
അതിൽ ഫലമുള്ളതുമുണ്ട് മണ്ടയടച്ചതുമുണ്ട് അല്ലേ. അപ്പം ഇന്നിപ്പോൾ കേരളം നോക്കിക്കഴിഞ്ഞാൽ കേരളം എന്ന് പേരുള്ള ഈ കേരളത്തിൽ തെങ്ങ് പോലും ഇല്ല മണ്ടയടയ്ക്കാത്തത്. 5 തെങ്ങിനെ നോക്കിക്കഴിഞ്ഞാൽ 5 മണ്ടയടച്ചായിരിക്കും. അതാണ് കേരളത്തിന് ഇന്നത്തെ അവസ്ഥ. അപ്പം നിഷാദക്ക ഈ ജേണി കണ്ടിന്യൂ ചെയ്ത് പോവാണ്. നിഷാദക്ക ഫിലിം ഇൻഡസ്ട്രി തന്നെ ചെയ്യാണ്. ഇപ്പോൾ പുതിയൊരു സിനിമ റിലീസ് ചെയ്യാൻ പോവാണ്. ഈ റിലീസിനെ ബേസ് ചെയ്തിട്ടുള്ള മിനിമം ഗ്യാരണ്ടി കിട്ടേണ്ട പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യണം. കാരണം അത് ചെയ്തേ പറ്റൂ. ഇന്ന് അതൊരു സ്റ്റാൻഡർഡൈസേഷനായി. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന കുറച്ച് നിരൂപകർ നിൽക്കുന്ന ഈ സമയത്ത് ടാക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. എന്താ സംശയം? എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വിമർശകരാണ്. ഇവർ എന്നെ എത്രമാത്രം ടാർണിഷ് ചെയ്യുന്നു അത്രമാത്രം ഞാൻ സന്തോഷവാനാണ്. ചെയ്തോട്ടെ. കാര്യം ഇതെന്ന് പറഞ്ഞാൽ അത്രമാത്രം അവരെന്നെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. അവരുടെ സമയം വാല്യുബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അവരുടെ വാല്യുബിൾ ടൈം ദേ ആർ സ്പെൻഡിങ് ഫോർ മീ ടു ക്രിട്ടിസൈസ് മീ, ടു അബ്യൂസ് മീ. ദാറ്റ് വിൽ ബി ദ മോമെന്റ്. ക്രിട്ടിസൈസ്, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഒന്നും ഇല്ലല്ലോ. They take their time to abuse me. I'm very happy for that. Because അയാളുടെ ജീവിതത്തിൽ 24 മണിക്കൂറിൽ 1 മണിക്കൂർ എനിക്ക് കിട്ടുക. എവിടെ കിട്ടുന്നത്? കിട്ടത്തില്ല. അപ്പം അയാളുടെ കുടുംബത്തിന് വേണ്ടിയോ അയാളുടെ ഇതിനു വേണ്ടിയോ അയാളുടെ ജോലിക്ക് വേണ്ടിയോ അയാളുടെ ഡെയിലി ബ്രെഡിനോ വേണ്ടിയല്ല. ദേ ആർ ടേക്കിംഗ് ദാറ്റ് ടൈം ടു അബ്യൂസ് മീ. ഞാൻ ഭയങ്കര സന്തോഷവാനല്ലേ. നിസ്സാര കാര്യമാണോ അത്? നിസ്സാര കാര്യമല്ല. ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ഈ സിനിമ ക്രിട്ടിസൈസ് ചെയ്യുമായിരിക്കാം. ഈ തോക്കണ്ട, ഇല്ലെങ്കിൽ തോറ്റുപോയി, വീണുപോയി എന്ന് എം.എ. നിഷാദിന് എപ്പോഴും തോന്നിയിട്ടുണ്ട്? വീണുപോയി എന്ന് തോന്നിയിട്ടില്ല. പക്ഷെ കൂടെ നിന്നവർ ചതിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനാണ് ഞാൻ. കൂടെ നിന്നിട്ട് ചതിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം ഈ എടുത്ത കള്ളം പറയുന്നതാണ്. എന്നോട് ഇപ്പോൾ താങ്കൾക്ക് എന്നോടൊരു കാര്യം പറയാൻ സത്യസന്ധമായി സംസാരിക്കാമല്ലോ. കള്ളം എനിക്കറിയത്തില്ല. ഈ ചുട്ട കോഴിയെ പറപ്പിക്കാതെ കേട്ടില്ല, അതുപോലത്തെ കള്ളം. നമുക്കറിയാം ഈ പറയുന്നത് കള്ളമാണ്, ഈ പറയുന്നതിൽ സത്യസന്ധതയില്ല, ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ അവർ മനസ്സിലാക്കണ്ടേ. ഞാൻ എപ്പോഴും ഇങ്ങനെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ എന്നെക്കാരും ബുദ്ധിമാനും എന്നെക്കാരും കഴിവുള്ളവനാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഞാൻ പെരുമാറാവുള്ളൂ. എൻ്റെ ഫാദർ DIG ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ ഫാദർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന ഒരാൾ, അയാൾ ആരോ ആവട്ടെ, അയാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. അയാൾ നമ്മളെക്കാളും കേമനായിരിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ. നമുക്കൊരു പക്ഷേ ചിലപ്പോൾ പണം ഉണ്ടാവാം, പദവി ഉണ്ടാവാം, നമ്മൾ പഠിച്ചതിനുള്ള അഹങ്കാരം ഉണ്ടാവും. പക്ഷെ അവൻ ഒരു ലേമാനാണെങ്കിലും അവൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ അവൻ പറയുന്ന ഒരു കാര്യം എത്ര പഠിച്ചാൽ പോലും കിട്ടാത്തതായിരിക്കും. അതുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന ആളെ ഞാൻ എപ്പോഴും മതിച്ചേ സംസാരിക്കാറുണ്ട്. കാലചക്രത്തിന് പേടിയുണ്ടോ? എനിക്ക് സൃഷ്ടാവിനെ മാത്രമേ പേടിയുള്ളൂ. ഞാൻ എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെ മുന്നിലല്ലാതെ, എൻ്റെ സൃഷ്ടാവിൻ്റെ മുന്നിലല്ലാതെ ഞാൻ സുജൂദ് ചെയ്യത്തില്ല, തലകുരിക്കില്ല. ദാറ്റ് ഈസ് മൈ കോൺഫിഡൻസ്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടല്ലോ, വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് എന്ന്. ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ ഇന്ന് ഒരു കാലത്ത് ആക്ഷേപിക്കപ്പെട്ടിരുന്ന സമുദായമായിരുന്നു നാടകത്തിൽ അഭിനയിക്കുക, ആട്ടക്കാരി, ആടാൻ പോവാം. ഇന്നതൊരു ഭയങ്കര ഗ്ലോറിഫൈഡായി. ഒരു കാലത്ത് ആക്ഷേപിക്കപ്പെട്ടിരുന്നതാണ് അനുരാധ, സിൽക്ക് സ്മിത, ആക്ഷേപിക്കപ്പെട്ടതാണ് ക്യാബറേ. ഇന്ന് അതൊക്കെ ആസ്വദിച്ച് ഐറ്റം ഡാൻസ് ആയിട്ട് സൂപ്പർ സ്റ്റാർസാണ് കളിക്കുന്നത്. ഒരുപാട് ഇൻജസ്റ്റിസ് അന്നത്തെ ആ വ്യക്തിത്വങ്ങളോട് തീർച്ചയായിട്ടും സമൂഹവും ഇൻഡസ്ട്രിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു സോറി പറഞ്ഞുകൊണ്ട്. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സമൂഹം, മലയാളി സമൂഹമായാലും അല്ലാണ്ട് ഇന്ത്യൻ സമൂഹമായാലും ആരായാലും നിങ്ങളുടെയൊക്കെ കലയെ ആസ്വദിക്കാതെ അതിനെല്ലാം ഒരു വൃത്തികെട്ട കണ്ണിലൂടെ കാണുകയും ഇന്ന് വലിയ വീട്ടിലെ ആക്ട്രസസ് എല്ലാവരും, നടിമാരെല്ലാവരും ആ ഐറ്റം ഡാൻസിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വാങ്ങിച്ച് പെർഫോം ചെയ്യുന്നുണ്ട്. എന്നിട്ടും സിൽക്ക് സ്മിതയുടെ അടുത്ത് വരെ താൻ പറ്റാത്ത വ്യക്തിത്വങ്ങളെ ഉള്ളുന്നേ ഞാൻ. ബിക്കോസ് സിൽക്ക് വാസ് ട്രെമൻഡസ്ലി ബ്യൂട്ടിഫുൾ. പുള്ളിക്കാരിയുടെ ഒരു അഴകെന്ന് പറയുന്നത് ഇന്നും ഒരു നടിമാർക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. 3-ാം പറയുടെ ക്യാരക്ടർ മതി. അല്ലേ? ശരിയല്ലേ? എന്തിനാ സ്ഫടികത്തിലെ ക്യാരക്ടർ അതിൽ ആര് ചെയ്യും? അതും ആ ഒരു പേഴ്സണാലിറ്റി നമ്മളെ അതിനെ ഏത് കാഴ്ചപ്പാടിലൂടെ കാണാം. ആ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്ത് പറയാം. അപ്പം ഇതിനകത്ത് M.A. യൂസുഫ് അലി സാറ് മാത്രമേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, പടച്ചോൻ നമുക്ക് തരുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കണം എന്ന് പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വന്നതാണ്. അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സമൂഹത്തിലെ വടവൃക്ഷങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും 2 തരത്തിലാണ്. അതായത് ഞങ്ങളൊക്കെ റെസ്റ്റോറൻറ്റ് നടത്തുന്നവരാണ്. ഈ ഹോട്ടലിൽ പെട്ടെന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി വന്നിട്ട് പ്ലാസ്റ്റിക് പിടിക്കും. പ്ലാസ്റ്റിക് കവറിൽ കൊടുക്കരുത്, പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ കൊടുക്കരുതെന്ന് പറയും. എൻ്റെ ചോദ്യം, ആ മാനുഫാക്ചറിങ് കമ്പനി അങ്ങ് പൂട്ടിയാൽ പോരെ? കറക്റ്റാണ് അല്ലേ? അതായത് അത് നമുക്ക് സമൂഹത്തിലേക്ക് അവർ തരുന്നതുകൊണ്ടാണല്ലോ നമ്മൾ മേടിക്കുന്നത് അല്ലേ? ഇത് തന്നെയാണ് ഈ മറ്റേ ഓപ്പറേഷൻ 2 നമ്മൾ പറയേണ്ടത്. പ്രഭവ കേന്ദ്രം പൂട്ടിക്കുക എന്നുള്ളത്. ഈ വടവൃക്ഷങ്ങളുടെ കാര്യം എൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം. എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്, ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട്.
അത് നമ്മളാരും ചിന്തിക്കാത്ത ലെവലിലാണ്. ഇപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എത്ര ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കും. ലാലേട്ടൻ എത്ര പേരെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ സഹായിക്കുന്നുണ്ട്. എനിക്കറിയാം പേഴ്സണലി, അത് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചിലരുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ചാനലുകാരെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇത്തരം ആളുകളിലൊക്കെ പൊള്ളത്തരമാണെന്നുള്ള ജനം മനസ്സിലാക്കുമല്ലോ. നിഷാദ്, അവിടെ എൻ്റെ ചോദ്യം, നമ്മൾക്ക് ഇനി സമൂഹത്തിൽ വേണ്ടത് ഹെൽപ്പാണോ സപ്പോർട്ടാണോ? സപ്പോർട്ട് അല്ലേ? ഇവരെല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ സപ്പോർട്ട് എങ്ങനെയാണ് ഞാൻ ഒരു പേഴ്സണലായിട്ട് എൻ്റെ പേഴ്സണലായിട്ടൊരു കാര്യം, അത് എനിക്കറിയണം. എൻ്റെ പേഴ്സണലായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ എത്രമാത്രം വിജയിച്ചു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അക്ലമേഷൻസ് കിട്ടി. ഇപ്പോൾ ലേക്കിൽ തന്നെ ശ്രീലങ്കൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടി. നിസ്സാര കാര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ആ സിനിമയ്ക്ക് ടി ജി രവിചേട്ടന് വിന്ധ്യ ഫിലിം ഫെസ്റ്റിവൽ മധ്യപ്രദേശിൽ സപ്പോർട്ടിംഗ് ആക്ടർ കിട്ടി, എഡിറ്റർ വിപിന് കിട്ടി, ഓഡിയോഗ്രാഫർ ഗണേഷ് മരാർ. ഈ ലാക്ക് ഞാൻ 8 മാസം ആയി, അത് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഫെസ്റ്റിവലിലൊക്കെ പോട്ടെ എന്ന് പറഞ്ഞു. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം, ഓഫ് കോഴ്സ് ഞാൻ ഡയറക്ടറാണ്, ഡയറക്ഷനാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നതും, ആക്ടിങ് ഈസ് ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ ജോബ്, ഇറ്റ് ഈസ് എ ബിഗ് ജോബ്. ഭയങ്കര പാടാണ് ഉള്ള കാര്യം തുറന്നു പറയാൻ. അത് നിങ്ങൾ ഇപ്പോൾ താങ്കളെ പോലൊരാളെ എൻ്റെ അബൂബക്കർ മതിച്ചിട്ടുണ്ടെങ്കിൽ, ട്യൂമൻ്റെ അബൂബക്കർ മതിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അതിൻ്റെ പിന്നിലെടുത്തിരിക്കുന്ന എഫേർട്ട് ഭയങ്കരമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അടൂർ സാറിൻ്റെ പടത്തിൽ ഒരു സീനിലെങ്കിലും, ഒരു ഷോട്ടിൽ അഭിനയിക്കുകയോ അല്ല ഡയലോഗ് പോലും വേണ്ട, ആഗ്രഹമാണ്. ഒരു പാസിംഗ് ഷോട്ട്. ഞാൻ മമ്മൂക്കാക്ക് മെസ്സേജ് അയച്ചു. മമ്മൂക്കയുടെ പ്രൊഡ്യൂസർ അലിയാർ സാറിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയും, സാറുമായിട്ട് നമ്മൾ അടുത്ത ബന്ധം. അപ്പോൾ സാറാണ്, സാറ് എനിക്ക് അടൂർ സാർ എന്തെങ്കിലും പടം ചെയ്യുമ്പോൾ, അപ്പോൾ അലിയാർ സാർ അടൂർ സാറ് അങ്ങനെയല്ല, പുള്ളിയുടെ ഒരു മൂഡ് അനുസരിച്ചാണ്, ഐ വിൽ ട്രൈ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പദയാത്ര അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അലിയാർ സാറിൻ്റെ അടുത്താണ്, സാറേ അപ്പോൾ പുള്ളി ചിരിച്ചു. പുള്ളി അല്ലല്ലോ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഞാൻ മമ്മൂക്കാക്ക് ഞാൻ പേഴ്സണൽ, ഇതൊരാരോടും പറഞ്ഞിട്ടില്ല, ഷെഫിനോട് മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. ഇന്ന് വരെ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ ഷെയർ ചെയ്യാനൊക്കെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ എൻ്റെ അങ്ങനെ, അല്ലാതെ ഇങ്ങനെ സീരിയസ് ആയിട്ടൊരു കാര്യം വ്യക്തിപരമായിട്ട് ഞാൻ മമ്മൂക്ക, എനിക്ക് ഒരാഗ്രഹമുണ്ട്, എനിക്ക് ഡയലോഗൊന്നും വേണ്ട, എനിക്ക് ആ പടത്തിൽ ഒരു പാസിംഗ് ഷോട്ട്. ഓരോരുത്തരുടെ ആഗ്രഹം അത് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ലാലേട്ടനെന്ന് മമ്മൂക്കടുത്തൊക്കെ പറയാൻ ഒരു മടിയില്ല. ലിവിങ് ലെജൻഡ്സ്. തന്നില്ലേലും അതില്ല, കുഴപ്പമില്ല. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു. കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതാന്ന് തോന്നുന്നത്, നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഡയലോഗ് വേണ്ട, വീട്ടിൽ ഞാൻ പറഞ്ഞ ഡയലോഗ് വേണ്ട. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അലിയാർ സാർ എന്നെ വിളിക്കുക. മമ്മൂക്ക അടൂർ സാറിനോട് പറഞ്ഞിരിക്കുന്നു, അലിയാർ സാറും അലിയാർ സാറിനെ വിളിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്കൊരു വേഷമുണ്ട്, നിങ്ങൾ വരണം. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് അതായിരുന്നു. ഏറ്റവും രസകരമായ സംഭവം, ഞാനൊരു പാസിംഗ് ഷോട്ടേ ആഗ്രഹിച്ചു. ഞാൻ ഒരാളുടെ അടുത്ത് കൂടെ മാത്രമേ കോമ്പിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ, അത് മമ്മൂക്കയുടെ കൂടെയായിരുന്നു. മമ്മൂക്കയുടെ കൂടെയാണ് കോമ്പിനേഷൻ. ഒറ്റ ദിവസത്തെ വർക്കായിരുന്നു. എനിക്ക് ഒരു ഡയലോഗ്, 1-2 ഡയലോഗേ ഉള്ളൂ, പക്ഷേ അത്ര ഷോട്ട്സ് ഉണ്ട്. ഷഹനാദ് ജലാലായിരുന്നു അതിൻ്റെ ക്യാമറമാൻ. ഇപ്പോൾ അടൂർ സാറിൻ്റെ പടം എന്ന് പറഞ്ഞാൽ ഭയമാണ്. കാര്യം അടൂർ സാറ് ഒരു വരി അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളി മാറാൻ പറ്റത്തില്ല. പിൻ ഡ്രോപ്പ് സൈലൻസ്. ഞാൻ പല സിനിമാ സെറ്റിലും പോയിട്ടുണ്ട്, എൻ്റെ സിനിമകൾ തന്നെ ആയാലും പിൻ ഡ്രോപ്പ് സൈലൻസ്. മമ്മൂക്ക മുതൽ ഏറ്റവും താഴെയുള്ള ആൾ വരെ ഒരേപോലെ. സാർ എന്ത് പറയുന്നു അതിനപ്പുറം ഇല്ല. ഒരു ടേക്ക് 10-15 തവണ എടുത്തു നോക്കിയിട്ട് സാർ അതിൽ ദി ബെസ്റ്റാണ് ചെയ്യുന്നത്. എൻ്റെ ഭാഗ്യമാണോ, ഞാൻ വിളിക്കുന്ന സൃഷ്ടാവിൻ്റെ അനുഗ്രഹമാണോ, ഒരു ഒറ്റ ഷോട്ടിൽ ഒറ്റ ടേക്കിൽ എൻ്റെ ഫസ്റ്റ് ലോങ് ഷോട്ട് ഓക്കെ ആയി. ഞാൻ വിളിച്ചൊരു 10-15 പോവും എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കിന് മീര സാഹിബ് വന്നിട്ട് പറഞ്ഞു ആ ടേക്ക് ഓക്കെയാണ് സാർ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും എനിക്ക് ഒരു ഫുൾ ഡേ ഷൂട്ട് ഉണ്ടായിരുന്നു, മാക്സിമം ഷൂട്ട്. അപ്പോൾ ലൈഫിലെ അത്തരം കാര്യങ്ങളൊക്കെ അതെനിക്ക് തന്നാരാ, മമ്മൂക്കാണ്. ഒരു പൂ ചോദിച്ചു, ഒരു പൂന്തോട്ടം. അപ്പം ഞാനിനിയിപ്പോൾ പ്രിയഞ്ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാൻ പോവാ, 100ാമത്തെ സിനിമയിൽ എനിക്കൊരു വേഷം വേണം ലാലേട്ടൻ്റെ കൂടെ. അതെ സംഭവമാണ്. കാരണം ഇവരൊക്കെ ബേസിക്കലി അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സപ്പോർട്ട് നമ്മളവിടെയാണ് വരുന്നത്. ഇന്നിപ്പം ലെജൻഡ്സ് എല്ലാം ഒരു മെച്യൂർ സ്റ്റേജിലെത്തി, അവരെല്ലാവരും റൂൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് താങ്കളെപ്പോലത്തെ കലാകാരന്മാരോട് പറയാനുള്ളത്, ഇന്ന് നമ്മുടെ തലമുറ വഴി തെറ്റുന്നു. അവരെല്ലാവരും ഡ്രഗ്സാണ്, ഇല്ല അവരെല്ലാവരും പൊടിയാണ്, അവരെല്ലാവരും മരുന്നാണ് എന്ന് ആക്ഷേപിക്കുന്നൊരു സമൂഹം ഉണ്ട് ഇവിടെ. കുട്ടികളെ അടിച്ചങ്ങ് ആക്ഷേപിക്കുക. എൻ്റെ ചോദ്യം, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങളെ കുട്ടികൾക്ക് എന്ത് അവസരം ഒരുക്കിയിട്ടുണ്ട്? കറക്റ്റാണ്. ചോദ്യം നമ്പർ 1, അവർക്കൊക്കെ മിനിമം കാണാനുള്ള സ്റ്റാൻഡേർഡ് പടങ്ങളുണ്ടോ? ഇനി പടത്തിലൂടെയൊക്കെ പച്ച മലയാളത്തിൽ എൻ്റെ സ്റ്റൈലിൽ ചോദിച്ചാൽ നിങ്ങളെല്ലാവരും എന്തുവാ പഠിപ്പിക്കുന്നത്? കറക്റ്റാണ്. പണ്ടത്തെ തൂവാനത്തുമ്പികളോ നാടോടിക്കാറ്റോ
വഴിയോര കാഴ്ചകളോ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ പോലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ഒരാളെ 10 പ്രാവശ്യം വെട്ടുന്നതും 8 പ്രാവശ്യം കുത്തുന്നതും പിന്നെ അവനെ പിന്നെ കൊണ്ട് ട്രെയിനിൻ്റെ അടിയിൽ ഇടുന്നതും ഒക്കെയാണ് നിങ്ങൾ സമൂഹത്തിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമകൾ. അല്ല ഞാൻ താങ്കൾ ഉൾപ്പെടെയുള്ള സിനിമാ സൊസൈറ്റിയാണ് സംസാരിക്കുന്നത്. സിനിമാ സൊസൈറ്റി താങ്കളെ പുനലൂർ കാര്യം പറഞ്ഞ കണക്കായത്. അദ്ദേഹം വന്ന് പുനലൂരിലെ പാലത്തിൻ്റെ കാര്യം താങ്കളോട് പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ പിള്ളേർ ഇന്ന് സഫർ ചെയ്യുന്നുണ്ടാവാം. അവർക്ക് മാക്സിമം ഉള്ളത് 4 ചുവരാണ്. അവർക്കുള്ളൊരു ടെലിവിഷനോ ഒരു മൊബൈൽ ഫോണോ ആണ്. കൂട്ടിന് എയും ചാറ്റ് GPT-യുമാണ്, OTT-യുമാണ്. അതല്ലാണ്ട് ഈ പറയുന്ന പാരൻസിന് പോലും അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ അവരെ ഒന്ന് കേൾക്കാനോ അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനോ ഉള്ള നോളജ് പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. തീർച്ചയായിട്ടും ഞാനത് 100% സ്വിഗ്ഗിയും സൊമാറ്റോയിലും ഉള്ള ചാപ്പാടും വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് എല്ലാവർക്കും എല്ലിൻ്റെ ഇടയിൽ കയറുമ്പം അവർ വേറെ ലോകത്തേക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് കൂട്ടുകാരൻ പൊടിയും പഞ്ചസാരയൊക്കെ ആയിട്ട് കൂടെ നടക്കുന്നത്. കലാപരമായി ഒരുത്തൻ വന്നാൽ, കലയെ സ്നേഹിച്ചു തുടങ്ങിയാൽ, നമ്മൾ മ്യൂസീഷ്യൻസിനെ കണ്ടിട്ടുണ്ട്, നമ്മൾ കാലഘട്ടത്തോറും കണ്ടിട്ടുണ്ട്. മാക്സിമം ചിലപ്പം ഈ പറയുന്ന കഞ്ചാവ് വല്ലതും ആയിരിക്കും വലിക്കുന്നത്. അതിൽ കൂടുതലൊന്നും പോയിട്ടുള്ള ഈ പറയുന്ന ഒരു കലാകാരന്മാരെയും നമ്മളെ മലയാളം ഇൻഡസ്ട്രിയിൽ നശിച്ചു പോയിട്ട് കേട്ടിട്ടില്ല. പിന്നെ 10 അടിക്കുമായിരിക്കാം. ഇന്ന് അതേപോലെ കഴിവുള്ള എത്രയോ കലാകാരന്മാരുണ്ട്. കുട്ടികളെല്ലാം താങ്കൾ നേരത്തെ പറഞ്ഞ ജെൻസിയെ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണെന്ന്. എങ്കിൽ വേദി ഒരു തീർച്ചയായിട്ടും ഈ കലാപരമായ ഒരു വിപ്ലവമാണ് ഇനി വേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും ആ വിപ്ലവത്തിന് നമ്മളെല്ലാവരും കൈകോർക്കണമെന്ന് പറയുന്നത്. അതിലാണ് ഞാൻ മാധ്യമങ്ങളെ ഇങ്ങനെ കൂട്ടുപിടിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രതലം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, അതൊരു വസ്തുതയാണ്. ഞാനും അതിന് കുറ്റക്കാരനാണ്. അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. പിന്നെ കാലാനുസൃതമായ കാര്യം, ആ ലിവിങ് സ്റ്റൈലൊക്കെ മാറി, ഓരോ ദിവസം കഴിയുമ്പോഴും മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ അവനെ കണക്ട് ചെയ്ത സിനിമകളാണ് വാഴ പോലുള്ള സിനിമ ഓടാൻ കഴിഞ്ഞാൽ അവൻ്റെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ കഥയും കൂടി പറയണം. ഒരു സിനിമ ചെയ്യുമ്പോൾ അവൻ്റെ കഥയും കൂടി പറയണം. ഞങ്ങളിപ്പോൾ ഈ സാദത്ത് ഡയറക്റ്റ് ചെയ്ത പടത്തിൽ അവരെ പറ്റി പറയുന്നുണ്ട്, ജെൻസിയെ പറ്റി പറയുന്നുണ്ട്. ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന പടത്തിൽ 2-3 പ്രോജക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഒന്നും ഫാദറിൻ്റെ പോലീസ് ഡയറിയിൽ നിന്ന് എടുത്ത 91-ൽ നടന്ന ഒരു കൊലക്കേസിന് പീരിയഡ് സിനിമയായിരുന്നു. ആ സിനിമ ഈ എന്ന കാലത്തെ ജെൻസികൾക്ക് അങ്ങനെ ഇതൊക്കെ അന്നത്തെ കാലത്ത് ഡിജിറ്റൽ യുഗമല്ലാത്തടത്ത്, മൊബൈൽ ഇല്ലാത്തടത്ത്, CCTV ഇല്ലാത്തടത്ത് എങ്ങനെ ഒരു പോലീസ് ഓഫീസർ തെളിയിച്ചു എന്നുള്ളത് അവരെ കാണിച്ചു കൊടുക്കണ്ടേ, അവരറിയണ്ടേ. നമുക്ക് ഏതാ ഉള്ളത് ടെക്സ്റ്റ് ബുക്കായിട്ട്? യവനിക അല്ലാതെ. യവനിക മലയാള സിനിമയിലെ ടെക്സ്റ്റ് ബുക്കാണ്. റോഷമോൻ പോലെ, അക്രോ റോഷമോൻ പോലെ ഒരു റിവേഴ്സ് സ്ക്രിപ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് യവനിക. ഇവനിക്ക് ഒരു അനുഭൂതിയായിരുന്നല്ലോ അന്നത്തെ കാലത്ത്. മമ്മൂക്ക എന്ന് പറഞ്ഞൊരു സൂപ്പർ സ്റ്റാർ ജനിക്കുന്നത് അതിലാണ്. അതിൽ ഓരോ കഥാപാത്രങ്ങൾ, തബലിസ്റ്റ് അയ്യപ്പൻ ഉൾപ്പെടെ, വേണുചേട്ടൻ്റെ, തിലകൻ ചേട്ടൻ്റെ ഈ കഥാപാത്രങ്ങൾ എല്ലായിടത്തും, അശോകൻ്റെ. സ്വാഭാവികമായിട്ടും ആ സിനിമ ഒരു ടെക്സ്റ്റ് ബുക്കാണ് മലയാള സിനിമയിൽ. ഞാൻ എല്ലാ സെമിനാറുകൾക്ക് പോകുമ്പോഴും ഈ ചെറുപ്പക്കാർ പിള്ളേരുടെ അടുത്ത് പറയും, നിങ്ങൾ കാണേണ്ട സിനിമകൾ ന്യൂജൻ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന ഇപ്പോഴത്തെ സിനിമകളല്ല. നിങ്ങൾ കാണേണ്ട പത്മനാഭൻ സാറിൻ്റെ സിനിമകളാണ്. നിങ്ങൾ കാണേണ്ടത് ഭരതേട്ടൻ്റെ സിനിമകളാണ്. നോക്കൂ, താഴ്വാരം പോലൊരു സിനിമ എന്നിറങ്ങി 991-92 കാലഘട്ടത്തിൽ മലയാളത്തിൽ ഇറങ്ങിയ സിനിമയാണ് താഴ്വാരം. അതുപോലത്തെ ഒരു സിനിമ ഒന്ന് ആലോചിച്ച് നോക്കുക. MT സാറിൻ്റേത്, ഭരതേട്ടൻ. എനിക്ക് തോന്നുന്നു വേണുചേട്ടനോ മധുവമ്പാട് ആരാണ് ക്യാമറ, വേണുചേട്ടനാണെന്ന് തോന്നുന്നു. വേണുചേട്ടനാണ് ക്യാമറ. എന്ത് മനോഹരമായിട്ടൊരു കവിത പോലെ നമ്മൾ നോക്കിയിരുന്നില്ലേ? അന്ന് ഞങ്ങൾ ന്യൂജനല്ലേ, ഞങ്ങൾ കൈയടിച്ചില്ലേ ആ സിനിമ കണ്ടിട്ട്? എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയോ, ഇവിടെ നവോത്ഥാനം ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ കലയിലൂടെയാണ്. അതിനൊരു സമയമായി. നിഷാദ് സന്തോഷ് വെട്ടിയാർ എന്ന് പറയുന്ന കലാകാരൻ, സോഷ്യൽ മീഡിയ സ്റ്റാറാണ്. പാൻ ഇന്ത്യയുടെ കാട്ടാക്കട അണ്ണൻ, അഖിൽ NRD, ഒരുപാട് കലാകാരന്മാരുണ്ട്. ഭയങ്കര കരുക്ക്. ഇവരാരും വയലൻസ് കാണിക്കുന്നില്ല. എന്നിട്ടും മലയാളം ഇൻഡസ്ട്രി ഇന്ന് അവരെ വിളിച്ചിട്ടാണ് അവസരം കൊടുക്കുന്നത്. മനസ്സിലാവുന്നത്? അവരാരും ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടല്ല. അവരാരും ഇതേപോലെ അക്രമം അഴിച്ചുവിട്ടോ, മയക്കുമരുന്ന് അഴിച്ചുവിട്ടിട്ടോ, അഭ്യാസം കാണിച്ചിട്ടോ, മുണ്ട് പറിച്ചെടുത്തിട്ടോ, മീശ വിരിച്ചടിച്ചിട്ടോ ഒന്നുമല്ല ഇവരെല്ലാം കലാകാരന്മാരായത്. അവൻ്റെ എല്ലാം ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് കാണിക്കാവുന്നത് മനുഷ്യരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ആണ് അവർ സോഷ്യൽ മീഡിയ സ്റ്റാർസ് ആയത്. ഞാനൊന്ന് എൻ്റെ ഇടയ്ക്ക് ഇടപെട്ടോട്ടെ പ്ലീസ്. ഞാൻ എപ്പോഴും പറയുമല്ലോ, എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഞാൻ നിലപാട് പറയുന്നു. കഞ്ചാവിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമ എടുത്തപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ച ആളാണ്. അത്തരം സിനിമയും വരുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ചെയ്യരുത്. ഞാൻ പേര് പറയുന്നില്ല, എനിക്ക് വീണ്ടും ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകണം. കഞ്ചാവിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമ പേര് പറഞ്ഞുകൊണ്ട് പറയാം, മാർക്കോ പോലുള്ള സിനിമകൾ നിരോധിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് തരം സന്ദേശമാണ് കൊടുക്കുന്നത്? TV സീരിയലുകൾ കലാരൂപമാണ്, പക്ഷേ TV സീരിയലുകൾ ഇന്ന് നൽകുന്ന സന്ദേശം എന്താണ്? മലയാളിക്ക് വായിക്കുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. മലയാളി ലിറ്ററസിയിലെ ഏറ്റവും വലുതാണ് അല്ലേ? സാക്ഷര കേരളം എന്നാണ് ഇരിക്കുന്നത്. 1991 സാക്ഷര കേരളം ജനിച്ചത്. ഞാനൊക്കെ കേരളകൗമുദി
പത്രം പുനലൂരിൽ വായിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ മൗതി, മാതൃഭൂമി, മനോരമ അങ്ങനെ വായിച്ച എല്ലാ പത്രവും വായിക്കും. മലയാളി അന്ന് നോവലുകൾ വായിക്കുമായിരുന്നു. മനോരാജ്യം, മനോരമ, മംഗൾ ആയിക്കോട്ടെ, കണ്ണീരാറ്റിലെ തോണി പോലെയുള്ള ഇതുപോലത്തെ ഉള്ള ആണെങ്കിൽ, പക്ഷെ അവന് വായിക്കാൻ, ആ സ്ത്രീകൾക്ക് വായിക്കുന്നതിനൊരു സമയമുണ്ടായിരുന്നു. അതാണ് സീരിയലുകൾ എടുത്തത്. സീരിയലുകൾ എടുത്തത് അമ്മായിമ്മയും മരുമോളുമായിട്ടുള്ള അടി, നാത്തൂനടി, അഭിഹിതം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ കൊള്ളരുതായ്മയുണ്ടോ അതൊക്കെ. അതിനെതിരെ ഞാൻ ശബ്ദിച്ചത് തെറ്റാണ്. എന്നാൽ സിറ്റ്കോമിനെതിരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഉപ്പുമുളക് പോലെയുള്ള അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ജനങ്ങൾക്ക് ഇരുന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു പുതിയൊരു തരം സംസ്കാരം നമ്മുടെ സ്വീകരണ മുറിയിൽ വരികയാണ്. വായന എന്നുള്ള കാര്യങ്ങൾ പോയി, ഇതുപോലുള്ള ഫൂളറീസ് കാണാൻ തുടങ്ങി. മൈൻഡ് സെറ്റ് മാറി. ആ മൈൻഡ് സെറ്റ് മാറ്റുന്നതിൽ നമുക്കും പങ്കില്ലേ? ഇല്ലേ? ഉണ്ട്. കാരണം നേരത്തെ പറഞ്ഞെടുത്ത് എനിക്ക് സിനിമ ഒരു ലൈബ്രറിയാണ്. അതിനകത്ത് ഹൊറർ കാണും, സെക്സ് കാണും, ആക്ഷൻ കാണും, ത്രില്ലർ കാണും. താങ്കൾ നേരത്തെ പറഞ്ഞെടുത്ത് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, മാർക്കോ പോലത്തെ സിനിമകൾ നിരോധിക്കണമോ അതോ അതിനെക്കാട്ടിയും വ്യത്യസ്തമായി സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമകൾ ഉണ്ടാകണമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഒരു വരയെ ചെറുതാക്കുന്നത് അത് മായ്ച്ചു കളഞ്ഞിട്ടല്ല, അതിനെക്കാട്ടിയും വൃത്തിയുള്ളൊരു വലിയ വര വരയ്ക്കണം എന്നുള്ളതാണ് കലാകാരന്മാരെ സ്നേഹിക്കുന്ന എനിക്ക് പറയാനുള്ളത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമകൾ എടുത്ത വ്യക്തി എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കർഷക ആത്മഹത്യയെപ്പറ്റി സിനിമ ചെയ്ത ഞാൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് മാലിന്യങ്ങളെപ്പറ്റി സിനിമ ചെയ്താണ് നഗരം. ഞാൻ ചെയ്തിട്ടുള്ള സാമൂഹ്യ കിണർ എന്ന് പറഞ്ഞാൽ സ്കേസിറ്റി ഓഫ് വാട്ടറാണ്. അപ്പോൾ ആളെന്ന് പറഞ്ഞ ഒരു മുല്ലപ്പെരിയാറിനെ കൊണ്ടുവന്നൊരു കിണറിൽ കൊണ്ടുവന്ന് അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ വിമർശനം ഉണ്ടായി. ഓക്കെ, അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നവർക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഞാൻ തമിഴിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നവരുണ്ട്. കേണി തമിഴ് നന്നായിട്ട് പോയി, സ്വാഭാവികമായിട്ടും അതുണ്ടാവും. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ടാണ് അത് കഥ പറഞ്ഞത്. അത്തരം സിനിമകൾ കാണാൻ ആളില്ല. എൻ്റെ ചോദ്യം വീണ്ടും ബാക്കിലോട്ട് പോവാണ്. സോ താങ്കൾക്ക് ഹെൽപ്പാണോ വേണ്ടത്? I need support from the audience. I don't need help. സപ്പോർട്ട് വരണമെന്നുണ്ടെങ്കിൽ വടവൃക്ഷങ്ങൾ ഇതെടുത്തുയർത്തി ഇതിൻ്റെ മൂല്യമുണ്ടെന്ന് പറഞ്ഞാൽ അവർക്കുമുണ്ട് ഫാൻസ് അസോസിയേഷൻ, അവർക്കും ഇത് സ്കൂളുകളിൽ പ്രദർശിപ്പിക്കാം. അവർ പറഞ്ഞാൽ സമൂഹ മാധ്യമവും സോഷ്യൽ മീഡിയയും എല്ലാം ഒന്ന് മുഖവിലേക്ക് ഒരിക്കലെങ്കിലും കാണും. ഇത്തരം സിനിമകൾ എടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ആളാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞൊരു ഒരു ഇതിലൂടെ. പദയാത്ര ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മമ്മൂക്കാണ്. മോഹൻകുമാർ IASൻ്റെ ആണ്. അതുപോലെ കലാമൂല്യമുള്ള സിനിമകൾ ചെയ്യുന്ന ആളുകൾ വരണം, കലാമൂല്യമുള്ള സിനിമകൾ വരണം. കാര്യം നമ്മളിപ്പം അക്കിനോ കുറസോവയെ മാത്രം ഗ്ലോറിഫൈ ചെയ്ത് ഇപ്പോഴും ജെൻസി പിള്ളേർ പറയുന്നുണ്ട് അക്കിനോ കുറസോവയുടെ റോഷമാണ് ഇപ്പോഴും പറയുന്നുണ്ട്. പഴയ ഗോഡ്ഫാദർ പിന്നെ അതുപോലെ തന്നെ 21 grams, ബൈസിക്കിൾ തീവ്സ്, അതെ, മൂവി ഇതൊക്കെയാണ് അവർ പറയുന്നത് ഇംഗ്ലീഷിൽ. എത്രയോ വർഷങ്ങൾ അതിനെ പോലും ഗംഭീര പടങ്ങൾ പത്മനാഭൻ സാർ എടുത്തിട്ടുണ്ട്. ഇല്ലേ? കള്ളപ്പവിത്രം മാത്രം എടുത്ത് നോക്കിയാൽ മതിയില്ല, പെരുവഴിയമ്പലം മാത്രം എടുത്ത് നോക്കിയില്ല, ഭരതേട്ടൻ എടുത്തിരിക്കുന്ന നിദ്ര ഉൾപ്പെടെയുള്ള പടങ്ങൾ എടുത്ത് നോക്കൂ. ഞാൻ പറയുന്നത് ഈ പറയുന്ന സായിപ്പുണ്ടാക്കിയ അല്ലെങ്കിൽ കൊറിയക്കാരനുണ്ടാക്കിയ പടങ്ങളെ മഹത്വവൽക്കരിക്കുമ്പോൾ അതിനേക്കാളും ഗംഭീര പടങ്ങൾ എടുത്തിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ. ഇപ്പം ഞാനാണ് ഒരു വടവൃക്ഷം എന്ന് കരുതുക, എൻ്റെതാണ് ഫോർ എക്സാമ്പിൾ നളൻ കമ്പനി എന്ന് കരുതുക. ഞാനൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തിത്വമാണെങ്കിൽ നാളെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയാണ് ഞാൻ സിനിമകൾ സ്വീകരിക്കുന്നു, ഷോർട്ട് മൂവീസ് സ്വീകരിക്കുന്നു, 1.5 മണിക്കൂർ ദൈർഘ്യം, പ്രപ്പോസൽസ് സബ്മിറ്റ് ചെയ്യാം, ഷോർട്ടായാലും ഫീച്ചറായാലും ഫിലിംസ് സ്വീകരിക്കുന്നു. നിങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യേണ്ട വാല്യൂസ് ഇതൊക്കെയാണ്. ഇതുണ്ടാവണം, ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഈ റെസിപ്പി ഞാൻ താങ്കൾക്ക് തരികയാണ്. താങ്കളടുത്ത് പറയുന്നു ഇന്ന ഇൻഗ്രീഡിയൻസ് വെച്ചേ കുക്ക് ചെയ്യാവും. എന്നെ ഇമ്പ്രസ് ചെയ്യുന്ന സിനിമയാണെങ്കിൽ ഇതിന് നളൻ കമ്പനി 1 ലക്ഷം രൂപ അവാർഡ് കൊടുക്കും. താങ്കൾ നേരത്തെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പാസിംഗ് ഷോട്ട് പോലെ ആയിരിക്കും ആ സിനിമ പിള്ളേർ ചെയ്തുകൊണ്ട് നമ്മുടെ അടുത്ത് വരും. അപ്പോൾ പിള്ളേർക്ക് ചിന്തിക്കുക, അല്ലെ ഇത് നളൻ വിളിച്ച് പറഞ്ഞതാണ്, ഇല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ മമ്മൂക്ക പറഞ്ഞതാണ്, ഇല്ലെങ്കിൽ ലാലേട്ടൻ പറഞ്ഞതാണ്. അപ്പോൾ ലാലേട്ടനെ കാണാൻ പറ്റും, നമ്മളത് പ്രദർശിപ്പിക്കുകയാണ്. ഇപ്പോൾ ചാവറ കൾച്ചർ സെൻറ്ററിലായിരിക്കും അതിൻ്റെ പ്രദർശനം. 10 സിനിമകൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. മമ്മൂക്കയുടെ സെലിബ്രേഷൻ, ഇല്ലേ MA നിഷാദിൻ്റെ സെലിബ്രേഷൻ, അതൊരു 1.5 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ താങ്കൾക്കറിയാം. കോസ്റ്റ് എഫക്റ്റീവായിട്ട് എടുക്കണമെങ്കിൽ എന്ത് റെസിപ്പി കൊടുക്കണം. ഞാനിപ്പോൾ താങ്കളുടെ അടുത്ത് മൊസറല്ല ചീസും തബാസ്കോ സോസും ഒക്കെ പറയുന്നതിന് പകരം താങ്കളടുത്ത് കാച്ചിലും ചേനയും ചേമ്പും വെച്ച് എനിക്ക് കേരളത്തിൻ്റെ 14 ഡിഷസ് പ്രസൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ താങ്കൾ ചിന്തിക്കാൻ തുടങ്ങും. തീർച്ചയായിട്ടും ഇല്ലേ? അങ്ങനെ താങ്കളും ടീമും കലാപരമായി ഇന്ന് ഉയർത്തെഴുന്നേൽക്കണം എന്ന് നമ്മളെ ചെറുപ്പക്കാർക്ക് ഒരു മാർഗദർശിനിയായാൽ അവർ ചിന്തിക്കില്ലേ? തീർച്ചയായിട്ടും ചിന്തിക്കും. നല്ല തോട്ടാണ്, ആലോചിക്കാവുന്ന കാര്യമാണ്. അത് സത്യം പറഞ്ഞ വടവർഷങ്ങളൊക്കെ ആലോചിക്കണം. Let's come back. We'll come back after a small break. This is Shine with Nalan and you are in conversation with my beloved director MA Nishad. Shine with Nalan.
വെൽക്കം ബാക്ക്. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് ഡയറക്ടർ M.A. നിഷാദ് ആൻഡ് ദിസ് ഇസ് ഷൈൻ വിത്ത് നളൻ. ഇപ്പോൾ റാപ്പിഡ് ഫയർ ആണ്. റാപ്പിഡ് ഫയറിൽ ടപ്പ് എന്ന ആൻസർ പറയണം. ചിന്തിക്കാനുള്ള സമയം കിട്ടരുത്, തരരുത് എന്നുള്ളതാണ്. റെഡിയല്ലേ? ഫേവറേറ്റ് മലയാളം ഫിലിം ഓഫ് ഓൾ ടൈം? താഴ്വാരം. ഫേവറേറ്റ് ആക്ടർ? ഭരത് ഗോപി. ഫേവറേറ്റ് ഡയറക്ടർ? KG ജോർജ്. എ ഫിലിം യു വിഷ് യു ഹാഡ് ഡയറക്റ്റഡ്? യവനിക. മോസ്റ്റ് അണ്ടർ റേറ്റഡ് മലയാളം ഫിലിം? ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് മൈ ഫിലിം, ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം. വൺ ഫിലിം മേക്കർ യു അഡ്മയർ? ബാലു മഹേന്ദ്രൻ. വൺ വേർഡ് ടു ഡിസ്ക്രൈബ് മലയാളം സിനിമ ടുഡേ. വൺ വേർഡ്. ഇന്നത്തെ മലയാളം സിനിമയെ വൺ വേർഡിൽ പറയാൻ പറഞ്ഞാൽ? റിയലിസ്റ്റിക് മൂവീസ്. ഇന്നത്തെ മലയാളം സിനിമ കുറേയൊക്കെ അങ്ങനെയല്ലേ വരുന്നത്. ഡിപ്ലോമാറ്റിക് ആണ്. എ ഡ്രീം പ്രോജക്റ്റ് വെയിറ്റിംഗ് ടു ഹാപ്പൻ? ഐ വോണ്ട് ടു ഡു എ മൂവി വിത്ത് മോഹൻലാൽ. വൺ തിങ് പീപ്പിൾ ഡോണ്ട് നോ അബൌട്ട് M.A. നിഷാദ്? ഐ ആം വെരി ലോയൽ ആൻഡ് ഹോണസ്റ്റ്. എങ്ങനായിരിക്കണം വരുന്ന തലമുറ M.A. നിഷാദിനെ ഓർക്കേണ്ടത്? ഹൗ ഡു യു വാണ്ട് ദം ടു റിമെമ്പർ യു? എൻ്റെ സിനിമകളിലെ നേരുകൾ മനസ്സിലാക്കണം. എൻ്റെ സിനിമകളിലെ ക്രിട്ടിസൈസ് ചെയ്യണം. കൺസ്ട്രക്റ്റീവ് ക്രിട്ടിസൈസ്. എൻ്റെ സിനിമകളുടെ സോള് മനസ്സിലാക്കണം. അതോ താങ്കളെ ഓരോ കൺവിക്ഷൻസിലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരാളായിട്ട് കൺസിഡർ ചെയ്യണം? ഞാനത് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ കാഴ്ചക്കാരൻ്റെ കണ്ണുകളിലൂടെ അത് പറയാൻ പറ്റത്തുള്ളൂ. അവൻ്റെ മാനസികാവസ്ഥ എനിക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ഐ ലവ് ടു. എല്ലാം ഉള്ളപ്പോഴും മുളക് പൊടിക്ക് മുളക് പൊടിയുടെ സ്ഥാനം, ഉപ്പിന് ഉപ്പിൻ്റെ സ്ഥാനം, പഞ്ചസാരയ്ക്ക് പഞ്ചസാരയുടെ സ്ഥാനം, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ ലോകമുള്ളു. ഒരു കാലത്ത് ചീഞ്ഞതെന്നും ഒരു കാലത്ത് വൾഗാരിറ്റിയും എന്ന് പറയുന്നതെല്ലാം പിന്നെ ഗ്ലാമർ എന്ന വാക്കിലാണ് ഇൻഡസ്ട്രി ആഘോഷിച്ചത്. ഇപ്പോൾ ഒരു കാലത്ത് മലയാള ഇൻഡസ്ട്രിയെ ഇന്നുള്ളവർ കരുതി കണ്ടില്ലെങ്കിൽ പിന്നെ ഈ അക്രമവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഫ്യൂച്ചർ സിനിമ എന്നൊരു പക്ഷേ ആയിപ്പോയെന്ന് വരാം. എന്തായാലും ദിസ് വാസ് എ ഗ്രേറ്റ് കോൺവെർസേഷൻ വിത്ത് M.A. നിഷാദ് എന്ന പേഴ്സണോട് അതിയായ റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. ലേക്ക് എന്ന് പറയുന്ന പുതിയ സിനിമ ഒരുപാട് അവാർഡ്സ് വാങ്ങിച്ചെന്ന് ഞാൻ അറിഞ്ഞു. മലയാള ജനത രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. നല്ലൊരു കോസിന്. കാരണം പലപ്പോഴും എന്നെ പല ഇനോഗ്രേഷൻസിനും പലതിനും വിളിക്കുമ്പോഴോ പല പ്രൊമോഷനും വിളിക്കുമ്പോഴോ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ, അതിൽ ഒരു മെസ്സേജ് ഇല്ലെങ്കിൽ കഴിവതും ഞാൻ ചെയ്യാറില്ല. ഒരുപക്ഷെ നമ്മളെ തേങ്ങാപ്പാലെന്നും വെളിച്ചെണ്ണയെന്നും കരിവേപ്പിലയെന്നും കാന്താരി എന്നൊക്കെ പറയുമായിരിക്കാം. എങ്കിൽ പോലും അതൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ക്വാളിറ്റിയുള്ള സിനിമകൾ തരുന്ന ഇക്കയ്ക്ക് എല്ലാവിധ ആശംസകൾ. ലേക്കും അതേപോലൊരു ബ്യൂട്ടിഫുൾ മൂവി ആയിരിക്കട്ടെ. ഇനി ഫ്യൂച്ചർ പ്രോജക്ട്സ് ഏതൊക്കെയാണെന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? ഫ്യൂച്ചർ പ്രോജക്ട്സ് ഞാനിപ്പോൾ 2 പടം അഭിനയിക്കാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 പടത്തിൻ്റെ ഡിറക്ഷൻ, അതിൻ്റെ സബ്ജക്റ്റൊക്കെ. ആക്ച്വലി എൻ്റെ കയ്യിലുള്ളത് 12 സബ്ജക്റ്റുകളാണ്. സംവിധാനം ചെയ്യുന്നതും അഭിനയിക്കുന്നതുമായിട്ടുള്ള 12 സബ്ജക്റ്റുകൾ. അതിലൊക്കെ താങ്കൾ ഈ സോ കോൾഡ് സാമൂഹ്യ പ്രതിബദ്ധത മാത്രമല്ല, എല്ലാത്തരം പ്രേക്ഷകരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈവൻ ജെൻസി കിഡ്സ്, അവരെയും അഡ്രസ്സ് ചെയ്യുന്ന കഥകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സിനിമ നടനായത് അബദ്ധത്തിലാണോ അതോ? അബദ്ധത്തിലാണ്. ഞാൻ അത് എയിം ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരത്തെ ആവായിരുന്നു. അതായത് ഒരു ആക്ടർ എന്ന് പറയുന്നത് എന്നെ സമയത്തും എനിക്ക് ബിഹേവ് ചെയ്യാനേ അറിയത്തുള്ളൂ. അതാണല്ലോ ആക്ടിങ്. ജഗതിച്ചേട്ടൻ വളരെ സിമ്പിളായിട്ട് വന്നത് ബിഹേവ് ചെയ്യുക. നമുക്കൊരു കഥാപാത്രത്തെ കിട്ടിയാൽ ഞാൻ എങ്ങനെയായിരിക്കും അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഒബ്സർവേഷൻ ആണല്ലോ നമ്മുടെ ജോലി. അങ്ങനെ ചെയ്തു കഴിയും. അങ്ങനെ ആദ്യമായിട്ട് ഈ ക്യാമറയുടെ പിറകിൽ നിന്ന് പ്രൊഡക്ഷനും ഡയറക്ഷനും ഒക്കെ ചെയ്ത സമയത്ത് ആരാണ് വിളിച്ച് ചാൻസ് തന്നതെന്ന് പറയാം? അത് സുജിത് എസ് നായർ, ഒരു കൊറിയൻ പടം എന്ന് പറഞ്ഞ സിനിമയിൽ അയാൾ എൻ്റെ കൂടെ ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നു. അപ്പോൾ അയാളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ സിനിമ. ഞാനത് ഒഴിഞ്ഞു മാറിയതാണ്. അതിൽ പ്രകാശ് മാത്യു എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിൻ്റെ ക്യാരക്ടർ ഞാൻ ചെയ്തു. അതിന് എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു. അത് കാണാൻ സതീഷ് വന്നിരുന്നു, ട്യൂമൻ്റെ ഡയറക്ടർ. പിന്നീട് മധുപാലിൻ്റെ സ്ക്രിപ്റ്റിൽ മധുകുമാർ സാർ ക്യാമറ ചെയ്ത് സുജിതനം ചെയ്ത വാക്ക് എന്ന് പറഞ്ഞ സിനിമ, ഞാനും മനുഹാസനും സുരാജും ഇറങ്ങിയിട്ടില്ല. അതിനെനിക്ക് ക്രിറ്റിക്സ് അവാർഡ് കിട്ടി. ആക്ടിങ്ങിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ അയർണി. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്യൂമൻ ഒരുപാട് അപ്ലോസ് കിട്ടി. ഭാരത സർക്കസിൽ ക്രിറ്റിക്സ് അവാർഡ് കിട്ടി. മറ്റേ സോഹൻ ഡയറക്ട് ചെയ്ത പടമാണ്. മുഹാദ് ബംബായു ആയിരുന്നു സ്ക്രിപ്റ്റ്. ഞാനും ഷൈൻ ടോം ചാക്കോവും ബിനു പപ്പും ഒക്കെ അഭിനയിച്ച പടമാണ്. പിന്നീട് ഞാൻ ഡയറക്ഷനിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അയ്യറിൻ അറേബ്യയിൽ ചെറിയ വേഷം ചെയ്തു. ലേക്കിൽ അഭിനയിച്ചിട്ടുണ്ട്. ലേക്കിലെ ഒരു പ്രധാന കഥാപാത്രം ഞാനാണ്. ഒരുപാട് സന്തോഷം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സാദത്തിൻ്റെ പടത്തിൽ ഒരു മെയിൻ ക്യാരക്ടറാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം സാദത്ത് തന്നെ ചെയ്യുന്നൊരു പടത്തിലുണ്ട്, K. സതീഷ് ഡയറക്റ്റ് ചെയ്യുന്നൊരു പടം. അങ്ങനെ 2 പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടങ്ങൾ 2-3 ഉണ്ട്. അതാണ് ഇപ്പം എൻ്റെ. ഒരുപാട് സന്തോഷം. പുതിയ പുതിയ ആശയങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കാൻ കഴിയട്ടെ. സൊസൈറ്റിക്ക് താങ്കളിൽ നിന്നും ഒരുപാട് പഠിക്കാനും താങ്കൾക്ക് പഠിപ്പിക്കാനും ഒക്കെ പറ്റട്ടെ. എല്ലാവിധ ആശംസകൾ. താങ്ക് യു സോ മച്ച്. ദിസ് വാസ് ആക്ച്വലി എ ഫാബുലസ് കോൺവെർസേഷൻ വിത്ത് യു. താങ്കളും എൻജോയ് ചെയ്തെന്ന് തീർച്ചയായിട്ടും സ്വാമായി. ഐ എം വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സിനിമ ക്രിയേറ്റ്സ് മെമ്മറീസ്. Convictions create identity. Today's conversation was not about filmmaking. It was about courage, evolution, innovation, and staying true to one's beliefs.
from powerful stories on screen to exploring the possibilities of artificial intelligence through Lurk. Our guest continues to prove that learning and reinventing oneself never stops. Thank you, Mr. M.A. Nishad, for joining us on Shine with Nalan and sharing your journey, your thoughts, and your vision for the future. Ladies and gentlemen, this is Nalan Shine signing off from another episode of Shine with Nalan. Stay inspired, stay curious, keep shining. Thank you, Nishadka. Thank you so much. Bye.